Good morning. Hello. ഇൻഫ്രാസ്ട്രക്ചർ ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തത്? ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു തീർന്നതായിരുന്നോ? ഈ ഒരു ഇത് കാണിച്ചതാണോ, ഫിഗർ കാണിച്ചതാണോ, ഫ്ലോ ചാർട്ട്? ഐ തിങ്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് തുടങ്ങാനുള്ളതെന്നാണ് തോന്നുന്നത്. That should be the case. So we'll wait for maybe a couple of minutes then start. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് NCERT നോക്കിയാൽ മതി. നമ്മള് അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് അത് നോക്കാം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ കറന്റ് അഫെയർ ഡിബേറ്റുകൾ ഫോളോ ചെയ്താൽ മതി, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാന്നുള്ളതാണ്. കാരണം അൺഎംപ്ലോയ്മെന്റിനെ പറ്റി ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. പോവർട്ടിയും NCERT നോക്കിയാൽ മതി. പോവർട്ടി NCERTയിൽ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് അടുത്ത ടോപ്പിക് ഇൻക്ലൂസീവ് ഗ്രോത്ത് എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം പോവർട്ടിയുടെ, ജസ്റ്റ് ഒരു ബ്രീഫ്. പക്ഷെ NCERT എക്സ്പ്ലനേഷൻ ഈസ് വെരി ഗുഡ് ഫോർ പോവർട്ടി. എക്കണോമി ആൻഡ് പൊളിറ്റി എന്നൊക്കെ, പൊളിറ്റി അതുപോലെ ഗവേണൻസ് എന്നൊക്കെ പ്യൂർലി കറന്റ് അഫെയർ ഓറിയന്റഡ് ആയിട്ടാണ് മെയിൻസിന് ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. സോ യു അപ്ലൈ ഇറ്റ് ഇൻ ദ റിയൽ കണ്ടെക്സ്റ്റ്. റീഡ് ന്യൂസ് പേപ്പേഴ്സ്, വൺ ന്യൂസ് പേപ്പർ മാത്രമല്ല, ഇഫ് പോസിബിൾ മൾട്ടിപ്പിൾ ന്യൂസ് പേപ്പേഴ്സ്. ഐ തിങ്ക് ദ ടെസ്റ്റ് സീരീസസ് ആർ ടു സ്റ്റാർട്ട് ഇൻ ജനുവരി ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അത് ഓഫീസിൽ ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. Okay, we'll start. So test series എന്ന് വെച്ച് കഴിഞ്ഞാൽ what I'm saying is you need to do lots of tests before prelims. ഇപ്പൊ പാലായിൽ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ ഒരു 20-25 ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പോരാ, അതിനപ്പുറത്ത് ഒരു 40-50 ടെസ്റ്റുകളൊക്കെ പ്രിലിംസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, പ്രിലിംസ് എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. സോ അതുകൊണ്ട് തന്നെ വേറെ ആരുടെയെങ്കിലും ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, വിഷനോ ഇൻസൈറ്റോ ഫോറോ അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നല്ല ടെസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് സീരീസുകൾ എടുത്തിട്ട് അതും ഒന്ന് ചെയ്തു തുടങ്ങുക. ഇത് മാത്രം ചെയ്യാൻ നിൽക്കരുത്, ബിക്കോസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ടെസ്റ്റ് ഒരു 20 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 2 സെറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. 2 അല്ലെങ്കിൽ 3 ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ 3 ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്ന ഒരുപാട് കൺസെപ്റ്റുകളിൽ നിങ്ങൾ പഠിച്ച രീതിയിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവോ ഇങ്ങനെ പഠിക്കേണ്ടിയിരുന്നു, എങ്കിലും ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതി മനസ്സിലാവുക. സോ ദി മോർ ടെസ്റ്റ് യു ഡു, ദ മോർ നിങ്ങളുടെ പഠിത്തത്തിലുള്ള ലൂപ്പ് ഹോളുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കൂടുതൽ റിവേഴ്സ് ലേണിംഗ് വഴി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഒരു 50 ടെസ്റ്റ് ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെയ്താൽ മാത്രം പോരാ, ഈ ടെസ്റ്റുകൾ റിവൈസ് ചെയ്യും വേണം. Now, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറച്ച് ബേസിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. Now, what is the importance of infrastructure in an economy like India? ഇന്ത്യ എന്നുള്ളതല്ല, ഏതൊരു രാജ്യമാണെന്നുണ്ടെങ്കിലും അവരുടെ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്.
നമ്മൾ ജി ഡി പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജി ഡി പി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. അതിൽ ഐ എന്നുള്ള കമ്പോണന്റ് വിച്ച് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് കമ്പോണന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കമ്പോണന്റ് അതിന് വലിയൊരു ശതമാനം പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ക്രിയേഷനുകളിലോട്ടാണ് പോകുന്നത്. ജി എന്നുള്ള ഗവൺമെന്റ് കമ്പോണന്റിന് വലിയൊരു ശതമാനം പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ക്രിയേഷനിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ജി ഡി പി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഓവർ ഹിയർ. നമുക്ക് രണ്ട് ടൈപ്പ് നേഷൻസ് എടുക്കാം. ഒന്ന് വളരെ പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം, ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ നേഷനോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രാജ്യം. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള റോഡ്സോ ഹൈവേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. ഒരു മാനുഫാക്ചറർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ റൂറൽ ഏരിയാസിലായിരിക്കും അയാൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റൂറൽ ഏരിയാസിൽ നിന്ന് അയാളുടെ ഒരു പോർട്ടുകളിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഹയർ ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഹയർ ആവുന്ന സമയത്ത് ഇയാളുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെയുള്ള സെല്ലിംഗ് കോസ്റ്റ് ഹയർ ആയിരിക്കും. സോ കൺസ്യൂമേഴ്സിന്റെ പ്രൈസ് ഹയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ പ്രോപ്പർ ആയിട്ടുള്ള റെയിൽവേസോ റോഡ്സോ ബ്രിഡ്ജസോ ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളിലെ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ ഇൻവെസ്റ്റ്മെന്റ് തീരെ കുറവായിരിക്കും. ദേ വിൽ നോട്ട് കം ടു ഇൻവെസ്റ്റ് ഡ്യൂ ടു ദിസ് ഹൈ കോസ്റ്റ്. നൗ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ രാജ്യത്ത് കൃത്യമായുള്ള ഫാക്ടറികൾ ഉണ്ടാവില്ല, മാനുഫാക്ചറിങ് വളരെ കുറവായിരിക്കും. ആൻഡ് വെൻ ദ മാനുഫാക്ചറിങ് ഇസ് ലോവർ, ദ എക്കണോമിക് ഗ്രോത്ത് വിൽ ഓൾസോ ബി ലോവർ. നമ്മൾ ഫിസ്ക്കൽ പോളിസി പഠിച്ച സമയത്ത് പറഞ്ഞ വിഷ്യസ് സൈക്കിളിന്റെ മറ്റൊരു മാനിഫെസ്റ്റേഷൻ ആണ് ഇത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇവിടെ സ്റ്റേറ്റിന് ഒന്നും ചെയ്യുന്നില്ല. കാരണം പുവർലി ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്നുകൊണ്ട് പറയുന്നത് എന്താ? ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ കോൺട്രറി ആയിട്ടുള്ള ഒരു കേസാണ് സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ഇൻ റോഡ് ബിൽഡിംഗ്. ഫോർ എക്സാമ്പിൾ ടു എൻ എക്സ്റ്റെന്റ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യു കെ പോലെയുള്ള അല്ലെങ്കിൽ യു എസ് പോലെയുള്ള അഡ്വാൻസ്ഡ് ഇക്കോണമികൾ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയാം. ഈ റോഡ് എന്ന് മാത്രമല്ല എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ കൺസ്ട്രക്ഷനുകളിലും ഗവൺമെന്റിന് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇപ്പൊ പലപ്പോഴും അവർ ചെയ്യുന്നുണ്ടാവില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ടിൽ റീസെന്റ് ദേ യൂസ്ഡ് ടു ഡു ദിസ്. അത് ചെയ്യുന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും. ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് പോലെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 13 to 14% വരെയാണ്. അതായത് നമ്മുടെ ജി ഡി പിയുടെ ഏകദേശം 13 മുതൽ 14% വരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് പോലുള്ള കാര്യങ്ങളിലാണ് ചെലവാകുന്നത്. പക്ഷെ അഡ്വാൻസ്ഡ് ഇക്കോണമികളിൽ ഇത് വെറും 8%, 9% ഒക്കെയാണ്. ഇപ്പൊ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു ആശയം തന്നെയായിരുന്നു. ജി എസ് ടി വന്നു കഴിഞ്ഞാൽ ഈ ലോജിസ്റ്റിക്സ് ജി ഡി പി റേഷ്യോ ഒരുപാട് കുറക്കാൻ പറ്റും, അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മളുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ജി എസ് ടി വന്ന് ഒരു ഏകീകൃത ടാക്സ് സ്ട്രക്ചർ വന്നത് കൊണ്ട് മാത്രം ഈ ലോജിസ്റ്റിക്സ് ജി ഡി പി റേഷ്യോ കുറയില്ല. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് കൃത്യമായുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് വേണ്ടത്. സോ ഈ ഗവൺമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയും, കണക്ടിവിറ്റി ഇംപ്രൂവ് ആവും, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. നൗ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്ട് ക്യാൻ ബി ഡൺ ഈസ്, നമ്മുടെ പല പ്രൊഡക്ഷനും നടക്കുന്നത് കോസ്റ്റുകളോട് ചേർന്നിട്ടൊന്നുമല്ല. ഉൾപ്രദേശങ്ങളിലാണ് പല പ്രൊഡക്ഷനുകളും നടക്കുന്നത്. പല മൈനുകളാണെങ്കിലും അതൊക്കെ അവരുടെ സ്ട്രാറ്റജിക്, ഫോർ എക്സാമ്പിൾ കോട്ടൺ പോലുള്ള പ്രൊഡക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഷുഗർ കെയിൻ പോലെയുള്ള പ്രൊഡക്റ്റ് ആവട്ടെ, ഇതൊക്കെ വെയിറ്റ് ലൂസിങ് റോ മെറ്റീരിയൽസ്. അപ്പൊ വെയിറ്റ് ലൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഉള്ള ഇൻഡസ്ട്രികളിൽ എന്താ ചെയ്യുക? പ്രൊഡക്ഷൻ സെന്ററുകളിലോട്ട്, അതായത് റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ സെന്ററുകളിലോട്ട് ചേർന്നിട്ടായിരിക്കും നമ്മൾ ഇൻഡസ്ട്രീസ് സെറ്റ് ചെയ്യുക. നിങ്ങൾ +1 ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി എന്നുള്ള NCERT വായിക്കണം. അതിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. അതർവൈസ് നിങ്ങളുടെ ജോഗ്രഫി ക്ലാസ്സിൽ ഇത് എടുക്കുന്നുണ്ടാവും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഗോ ഇൻ ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് വേർ ടു ലൊക്കേറ്റ് ഇൻ ഇൻഡസ്ട്രി. എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രി എവിടെ സെറ്റ് ചെയ്യണം തീരുമാനിക്കുന്നത്? UPSC ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറില്ല എന്നുണ്ടെങ്കിൽ പോലും UPSC സിലബസിൽ GS1 സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്നുള്ളത്. ഒരു ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഗോ ഇൻ ടു പ്ലേ? യെസ്, ഓക്കെ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഇസ് വൺ റീസൺ, അവൈലബിലിറ്റി ഓഫ് ലാൻഡ് is one reason. അതായത് ബേസിക്കലി ദ അവൈലബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ഓൺട്രപ്രണർഷിപ്പ്, ക്യാപിറ്റൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ എവിടെ കിട്ടുന്നു? ഇതിൽ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആയിട്ടുള്ള ഒരു സാധനമല്ല. ക്യാപിറ്റൽ ഒക്കെ നമുക്ക് മൂവബിൾ ആണ്, മൊബൈലാണ്. ലേബറും ടു എൻ എക്സ്റ്റെന്റ് മൊബൈൽ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് ക്ലോസ്നെസ് ടു മാർക്കറ്റ്.
അത് ഇമ്പോർട്ടൻ്റ്, ആരും പറയാത്ത പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മാർക്കറ്റിൽ എത്രത്തോളം അടുത്ത് വെക്കുന്നു എന്നുള്ളത്. പിന്നെ ഈ ഉള്ള ഏരിയയിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രി സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ദർ ഇസ് എ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് കോൾഡ് വെയിറ്റ് ലൂസിങ് റോ മെറ്റീരിയൽസ്. ഇപ്പൊ ഷുഗർ കെയിൻ ഒക്കെ എൻ്റെ ഒരു ഐഡിയൽ എക്സാമ്പിളാണ്. അതായത് ഷുഗർ കെയിൻ നമ്മൾ ഷുഗർ കെയിൻ്റെ FRP ഒക്കെ പഠിച്ച സമയത്ത് റിക്കവറി റേറ്റ് എന്ന് പറഞ്ഞു 10% റിക്കവറി റേറ്റ്. 10 കിലോഗ്രാം ഷുഗർ കെയിൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 കിലോ ഷുഗർ കിട്ടുന്നതിനെയാണ് നമ്മൾ 10% റിക്കവറി റേറ്റ് എന്ന് പറഞ്ഞത്, അല്ലേ? യെസ്, ഗവൺമെന്റ് പോളിസീസ് ഇസ് ഡെഫിനറ്റ്ലി കംസ് ഇൻ ടു പ്ലേ. ഗവൺമെന്റ് ഇപ്പോ, അതായത് ഗവൺമെന്റ് പോളിസീസ് നമ്മൾ ഡയറക്ട്ലി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ മാർക്കറ്റ് ആക്സസ് അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് പോളിസിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. നമ്മൾ ഇൻഡസ്ട്രി എന്നുള്ളതിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ലൈസൻസ് രാജിനെ പറ്റി പറഞ്ഞില്ലേ നന്ദു? ലൈസൻസ് രാജ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ ബാക്ക്വേർഡ് ആയുള്ള ഏരിയാസിലാണ് എന്നുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടാൻ കുറെ കൂടി എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? സോ ഗവൺമെന്റ് പോളിസീസ് ഒബ്വിയസ്ലി പ്ലേസ് എ റോൾ. അതുപോലെ തന്നെ ചില ഏരിയാസിൽ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ എക്സ്പ്ലിസിറ്റ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ചില ഏരിയാസിൽ നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉള്ളത്, മറ്റു ചില ഏരിയാസിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ലാത്തത്, അതൊക്കെ ഗവൺമെന്റ് പോളിസിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് പോളിസീസ് എവ്രിവെയർ. ഓക്കെ, സോ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷുഗർ കെയിൻ പോലുള്ള പ്രൊഡക്റ്റ് 10% റിക്കവറി റേറ്റ് എന്ന് വെച്ചാൽ 1 കിലോ കിട്ടും. പക്ഷെ നമ്മൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ 1 കിലോ കിട്ടുമായിരിക്കും, ഒരു മാസം കഴിയുമ്പോൾ 1 കിലോന് പകരം 500 ഗ്രാമേ കിട്ടുന്നുള്ളതായിരിക്കാം. സോ ഇങ്ങനത്തെ റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ വെയിറ്റ് ലോസിങ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് നടത്തുന്ന ഇൻഡസ്ട്രീസ് ആണെന്നുണ്ടെങ്കിൽ ദോസ് ഇൻഡസ്ട്രീസ് ഷുഡ് ബി ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ റോ മെറ്റീരിയൽ പ്രൊഡ്യൂസിങ് സെന്റേഴ്സ്. അല്ല, ഈ റോ മെറ്റീരിയൽ പ്രൊഡ്യൂസിങ് സെന്റേഴ്സിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ടൈം കൂടുന്നതിനനുസരിച്ചിട്ടും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കുറയും. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ദിസ് ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഫാക്ടറാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ തുടങ്ങുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര, താനെ ടു പൂനെ. ഓക്കെ, വിച്ച് ഇയർ? അത് ഓർക്കുന്നില്ല. 1850s. ഓക്കെ, സോ എന്തായിരുന്നു ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഈ റെയിൽവേ തുടങ്ങാനുള്ള? ഹിൻഡർലാൻഡ് മാർക്കറ്റുമായിട്ടുള്ള കണക്ടിവിറ്റി. യെസ്, ഈ റൂറൽ ഏരിയാസിൽ നിന്നും അല്ലെങ്കിൽ ഇൻവേർഡ് ഏരിയാസിൽ നിന്നൊക്കെ കിടക്കുന്ന നമ്മളുടെ കോട്ടൺ പോലെയുള്ള പ്രൊഡക്റ്റുകളെ പോർട്ടുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ റെയിൽവേസ് തുടങ്ങുന്ന ഒരു പീരിയഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് കോട്ടണിലുള്ള ഡിമാൻഡ് വരുന്നുണ്ട്. UK നിന്നുള്ള കോട്ടണിൽ ഡിമാൻഡ്, അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് കോട്ടന്റെ ഡിമാൻഡ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിനെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലാണ് അവർ അവിടെ റെയിൽവേസ് തുടങ്ങുന്നത്. ദാറ്റ് ആർഗ്യുമെന്റ് ഇസ് സ്റ്റിൽ വാലിഡ് എന്നുള്ളതാണ്. സോ ഇതുപോലെ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്ന സമയത്ത്, കണക്ടിവിറ്റി ഇംപ്രൂവ് ആവുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന്റെ കോസ്റ്റ് കുറയും. സോ ഈ ലോവർ കോസ്റ്റ്, ലോവർ വേജസ്, ഈവൻ ലോവർ വേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേജസ് ഒക്കെ ഹൈ ആണ്, ബട്ട് സ്റ്റിൽ അവിടെയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്, അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, പുതിയ ഫാക്ടറീസ് വരും. So there will be employment. People move from agriculture to factories. There will be productivity increase, which leads to overall growth and employment. So this implies why it is very important for a state to invest in the road building അല്ലെങ്കിൽ infrastructure building. ഇപ്പോൾ why നമ്മൾ ഏറ്റവും ഹയസ്റ്റ് മൾട്ടിപ്ലയർ എഫക്റ്റ് ഉള്ള സെക്ടറാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പല ആളുകളും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റിന് മാത്രം ഇത്ര കണ്ട് അറ്റൻഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വൺ ഓഫ് മൈ ക്ലാസ്, ഈവൻ വൺ ഓഫ് മൈ സ്റ്റുഡന്റ് ഇറ്റ്സെൽഫ് ആസ്ക്ഡ്, എന്താ സാറേ നമുക്ക് വെറുതെ കുറച്ച് പെൻഷൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സബ്സിഡി കൊടുക്കുന്നതിനോ നമ്മൾ ഇത്രയധികം ഒരു ഇത് കൊടുക്കാതെ ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം എന്തുകൊണ്ട് ഇത്ര എംഫസിസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ മൾട്ടിപ്ലയർ എഫക്റ്റും ഇൻഫ്രാസ്ട്രക്ചറിന്റെ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റും കാരണമാണ്. ഇത്രയധികം മൾട്ടിപ്ലയർ എഫക്റ്റും അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റും ഉള്ള മറ്റൊരു സെക്ടറും ഇല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. നമ്മൾ പറഞ്ഞു പൂർലി ഡെവലപ്ഡ് സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിലുള്ള ഒരു വളരെ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ നോർമലി വി അസ്യൂം ദം ടു ബി ഡൂയിങ് ലോ ലെവൽസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ,
നമ്മൾ ഏതൊരു രാജ്യത്തും ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ പുതിയതായിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാലാണോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ഹൈലി ഡെവലപ്ഡ് രാജ്യത്തിൽ ഒരുപാട് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാലാണോ, എവിടെയായിരിക്കും ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുള്ള റിട്ടേൺസ് കൂടുതൽ ഉണ്ടാവുക? കേട്ടില്ല. ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലല്ലേ? ലെസ് ഡെവലപ്ഡ് ആയുള്ള രാജ്യങ്ങളിലായിരിക്കും. അതായത് ബേസിക്കലി നമ്മൾ ഒന്നുമില്ലാത്തവർക്ക്, അതായത് വെരി സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു റോഡിൽ ഭിക്ഷ എടുക്കുന്ന ഒരാൾക്ക് 100 രൂപ കൊടുക്കുന്നതായിരിക്കും അംബാനിക്ക് 100 രൂപ കൊടുക്കുന്നതിനേക്കാളും ബെനിഫിഷ്യൽ. കാരണം അവർക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒരുപാട് കൂടുതലാണ്. സിമിലർലി ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത് ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിലാണ്. പക്ഷെ അവരുടെ കയ്യിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫിനാൻസസ് ഇല്ല എന്നുള്ളതാണ് സാഡ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് പല ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് എൻ ഇംപെരേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബെനിഫിറ്റുകൾ? ഒന്ന്, ബെറ്റർ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഫിസിക്കൽ ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. ഫോർ എക്സാമ്പിൾ, ഈ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ കേസ് നമുക്ക് എടുക്കാം. നല്ല ഇൻഫ്രാസ്ട്രക്ചറും കണക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റ്സ് അസ്യൂം വി ആർ ഗോയിങ് ഫോർ വർക്ക്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂർ യാത്ര ചെയ്ത് ഫുള്ള് ബ്ലോക്കിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്ത് 2 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ 4 മണിക്കൂർ പോയി. അതേസമയം ഒരു 20-30 മിനിറ്റ് അങ്ങോട്ടും 20-30 മിനിറ്റ് ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. ബാക്കി ടൈം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ഈ ബെറ്റർ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് റിസോഴ്സുകളുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു റീസൺ. ടൈം മാത്രമല്ല, വേറൊരു രീതിയിൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിന്ന് ഈ ഹോണും അടിച്ച് ഇതിന്റെ സൗണ്ടും കേട്ട് ഒരുപാട് ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ റോഡ്സ് പോലെയുള്ള കാര്യങ്ങളോട്ട് നമ്മൾ ആക്സസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ access improves. This is not a hypothetical example. There is actual research that proves this point. So for example, ഡൽഹി പോലെയുള്ള സിറ്റിയിൽ മെട്രോ വന്നതിന് ശേഷം അവിടെയുള്ള വിമൻ എഡ്യൂക്കേഷൻ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഡൽഹി ഇസ് എ ബിഗ് സിറ്റി. ഡൽഹി മെട്രോ ഇസ് എക്സലന്റ് മെട്രോ. നിങ്ങൾ യാത്ര പോയിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊരു സിറ്റിയിലും നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മെട്രോ ഫെസിലിറ്റി നമുക്ക് ഡൽഹിയിലുണ്ട്. ഡൽഹിയുടെ ഹിൻഡർലാൻഡ്സ്, ഈവൻ ഗുർഗാവോൺ, ഹരിയാനയിലെ ഗുർഗാവോൺ പോലുള്ള ഏരിയാസ്, യു പിയിലുള്ള നോയിഡ പോലുള്ള ഏരിയാസിനൊക്കെ മെട്രോ ലൈൻസ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഡൽഹിയുടെ അകത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കണ്ടറിൽ നല്ല നല്ല കോളേജുകളുണ്ട്. പക്ഷേ ഈ മെട്രോ ഫെസിലിറ്റീസ് വരുന്നതിന് മുമ്പ് ഈ ഗുർഗാവോണിൽ നിന്നോ അല്ലെങ്കിൽ നോയിഡയിൽ നിന്നൊക്കെയുള്ള ഒരു പെൺകുട്ടിക്കൊക്കെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്തു വന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. വി നോ അബൌട്ട് ഗുർഗാവോൺ ഈസ് കോൾഡ് ആസ് എ റേപ്പ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. സോ പക്ഷേ ആക്ച്വലി മെട്രോസ് ആർ റിലേറ്റീവ്ലി സേഫ് കമ്പയർഡ് ടു അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. സോ മെട്രോസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബെറ്റർ റോഡ്സ് ഒക്കെ വന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഫീമെയിൽ എഡ്യൂക്കേഷൻ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഫീമെയിൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഫീമെയിൽ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബിക്കോസ് മറ്റേന്ന് വെച്ചാൽ നൗ ദിസ് പീപ്പിൾ ഹാവ് എൻ ഓപ്ഷൻ ഓഫ് ഗോയിങ് ടു വർക്ക് ആൻഡ് കമ്മിങ് ബാക്ക് വിതൗട്ട് ബീങ് ഹരാസ്ഡ്. സോ വെൻ ദാറ്റ് possibility exists, there will be obviously women education, women employment and women empowerment, all this. പിന്നെ ഫാർമേഴ്സിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം when we were discussing about farm subsidies, I must have said you, ഇന്ത്യയിലെ പല ഫാർമേഴ്സിനും സ്വന്തമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല. ഈവൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ പോലും കൃത്യമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റുകൾ പലപ്പോഴും നമ്മളുടെ പെറിഷബിൾ ക്രോപ്സിന് നല്ല വില കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം ഫാർമേഴ്സ് അവരുടെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത് ബുള്ളറ്റ് കാറുകളിലൊക്കെയാണ്. കാരണം പലപ്പോഴും അവിടെ റോഡുകൾ ഉണ്ടാവുന്നില്ല. റോഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും മഴക്കാലത്ത് പൊളിഞ്ഞു പോകുന്ന റോഡുകളാണ്, ഓൾ വെതർ റോഡുകളൊക്കെ ഇല്ല. ഈ റോഡുകളും അതുമായിട്ട് അസോസിയേറ്റഡ് ആയ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഫാമേഴ്സിന് അവരുടെ പെറിഷബിൾ പ്രൊഡക്ട്സ് എസ്പെഷ്യലി കൃത്യസമയത്ത് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അത് പ്രകാരം ഇവർക്ക് ബെറ്റർ പ്രൈസുകളും കോസ്റ്റ് കട്ടിങ്ങും ചെയ്യാൻ പറ്റും. Now, കൂടുതൽ റോഡുകളൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ദർ വിൽ ബി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഈ ക്രൗഡിങ് ഇൻ എന്നുള്ള ഒരു ഫിനോമിന പറഞ്ഞിട്ടില്ലേ, ക്രൗഡിങ് ഇൻ. ക്രൗഡിങ് ഇൻ പറഞ്ഞിട്ടില്ലേ? ഓർമ്മയില്ലേ? ക്രൗഡിങ് ഔട്ട് പറഞ്ഞിട്ടില്ലേ?
ക്രൗഡിംഗ് ഔട്ട് ഓർമ്മയില്ലേ? സർ എന്താണ് ക്രൗഡിംഗ് ഔട്ട്? അതായത് ഒരു എക്കോണമിയിലേക്ക് പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കൂടി കഴിയുമ്പോഴത്തേക്കും പ്രൈവറ്റ് സെക്ടറിന്റെ നമ്മൾ ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതിന് ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ക്രൗഡിംഗ് ഇൻ എന്താ അപ്പോ? അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. നേരെ റിവേഴ്സ് ആണ്. ബേസിക്കലി ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കൂടും. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ. എന്തിനാണ് ഗവൺമെന്റ് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതുവഴി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിനോമിനെയാണ് നമ്മൾ ക്രൗഡിംഗ് ഇൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഹയസ്റ്റ് എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി. എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളമാണ് ഈ ഒരു സെക്ടറിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ചിട്ട് എത്രത്തോളമാണ് എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ വലിയൊരു രീതിയിലുള്ള എംപ്ലോയ്മെന്റ് മാറ്റം വരുന്നത് ഏറ്റവും ഹയസ്റ്റ് എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഉള്ള സെക്ടറാണ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ എന്ന് പറയുന്നത്. Now, infrastructure sector helps in poverty reduction എന്നുള്ളതാണ്. Why? Infrastructure investment വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു farmers will get better price for their products. There will be increasing manufacturing growth അല്ലെങ്കിൽ ഫാക്ടറീസ് പോലുള്ള കാര്യങ്ങളുടെ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. So this will lead to the creation of smart cities. സ്മാർട്ട് സിറ്റീസ് മാത്രമല്ല സ്മാർട്ട് സിറ്റീസും സ്മാർട്ട് വില്ലേജുകളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് we will be able to have better growth, better poverty reduction, all this type of things. Now, പിന്നെ അതുപോലെ തന്നെ എ ബാലൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട്സ് റീജിയണൽ ഇക്വാലിറ്റി ആൻഡ് റെഡ്യൂസസ് റീജിയണൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസ്പാരിറ്റീസ്. ഇന്ന് ഇന്ത്യയുടെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ആംഗിൾ, ഇന്ത്യ ഇസ് എ നേഷൻ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് എസ് ഒക്കെ നമ്മളെല്ലാവരും നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇസ് എ ലാൻഡ് ഓഫ് ഡൈക്കോട്ടമീസ്. ഈ അടുത്ത് വീരദാസിന്റെ സ്റ്റാൻഡപ്പ് കോമഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ ഇസ് ലാൻഡ് ഓഫ് ഡൈക്കോട്ടമീസ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പാരിറ്റീസ് കാണാൻ പറ്റും. സോ റീജിയണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ certain areas are highly developed and certain areas are low developed. For example, നമ്മളെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ് അല്ലെങ്കിൽ പല ഈസ്റ്റേൺ സ്റ്റേറ്റ് ലൈക്ക് ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ് പോലുള്ള സ്റ്റേറ്റുകൾ വളരെയധികം ലോ ഡെവലപ്ഡ് ആണ്. സോ ഈ സ്റ്റേറ്റുകളെ മറ്റ് സ്റ്റേറ്റുകളുടെ അടുത്തോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് വി നീഡ് ടു ഡു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. ദിസ് ഈസ് ലൈക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ലെവൽസ് കുറവാണ്, അതേസമയം അത്യാവശ്യം തിരക്കടില്ലാത്ത രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്റ്റേറ്റുകളുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്ര, തെലങ്കാന പോലുള്ള സ്റ്റേറ്റുകളൊക്കെ. അപ്പൊ ഇവിടെ ഹൈ ഉള്ള സ്റ്റേറ്റുകളുണ്ട്, ലോ ഉള്ള സ്റ്റേറ്റുകളുണ്ട്. ഈ ഹൈ ഉള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം അനാലജി റിട്ടേൺസ് കുറവാണ്, ലോ ഉള്ള സ്റ്റേറ്റിൽ റിട്ടേൺസ് കൂടുതലാണ്. സോ വി ഷുഡ് ബി ഫോക്കസിങ് മോർ. നമ്മൾ ഈ ലോ ലെവൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്റ്റേറ്റുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. സോ ദ ബാലൻസ് റീജിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ റീജിയണൽ ഇക്വാലിറ്റിക്ക് വളരെ ഇമ്പരേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Now, infrastructure as a sector has huge spillover benefits, positive spillover benefits to other sectors of the economy. Infrastructure വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റഡ് ആവാത്ത എക്കണോമിയിൽ മറ്റൊരു സെക്ടറും തന്നെയല്ല. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസും ഇൻഫ്രാസ്ട്രക്ചറും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ? Is there any link between service sector and infrastructure sector? ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ ഒരു സർവീസിന്റെ ആക്സസ് കൂട്ടാൻ പറ്റും. ഇപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സർവീസ് ആണെങ്കിൽ ലോങ്ങർ ആക്സസ്. Good. Isn't there investment directly coming in services? For example, telecom infrastructure. Telecom എന്ന് വെച്ചൊരു സർവീസ് അല്ലേ കൂട്ടുന്നത്. So all these type of things, even the services sector that you may at first look at least some people may feel that this is disconnected from the infrastructure sector. This is not the case. Those two sectors are also very much linked. Now let's have a look at what is the present state of India's energy sector. So ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്ന സെക്ടറുകളിൽ ഒന്നാണ് എനർജി സെക്ടർ. ദിസ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. Many of you must have seen this image. ഒരു സാറ്റലൈറ്റ് ഇമേജ് ഉണ്ട്, നോർത്ത് കൊറിയ വേഴ്സസ് സൗത്ത് കൊറിയ. കണ്ടിട്ടുണ്ടോ രാത്രിയുള്ള ഒരു സാറ്റലൈറ്റ് ഇമേജ്? Yes, in that particular image what happens is നോർത്ത് കൊറിയയിൽ ഫുൾ ഡാർക്ക്നെസ് ആണ്, സൗത്ത് കൊറിയയിൽ ഫുൾ ലൈറ്റിംഗ് ആണ്. സോ എന്താണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? സൗത്ത് കൊറിയ is using more electricity, which means it's a more
ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഏതൊരു രാജ്യവും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഇന്ത്യ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു പവർ ഡെഫിഷ്യന്റ് കൺട്രി ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ളത്ര ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കാലത്തും പറ്റാറില്ലായിരുന്നു. ബട്ട് റീസെന്റ് ഈ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്തിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെഫിഷ്യൻസി ഓഫ് കണ്ടിന്യൂസ് പവർ സപ്ലൈ ആയിരുന്നു. ബട്ട് നൗ ടു എൻ എക്സ്റ്റെന്റ് വി ഹാവ് ബീൻ ഏബിൾ ടു സോൾവ് ദാറ്റ്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്യൂർലി ഫ്രീ ഫ്രം ദീസ് ഡയമെൻഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാഡ് എ പ്രസന്റ് കോൾ ക്രൈസിസ്, റൈറ്റ്? ഈ അടുത്തുണ്ടായ കോൾ ക്രൈസിസ് എന്തായിരുന്നു? കോളിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ, കോൾ സപ്ലൈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. പറ്റാതിരുന്ന സമയത്ത് പല പവർ പ്ലാന്റുകളും നമുക്ക് ഷട്ട് ഡൗൺ ഇടേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ അവരുടെ റിസർവുകൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടാകുന്ന റിസർവുകൾ വളരെ ലോ ലെവലിലോട്ട് പോയി എന്നുള്ളതാണ്. സോ ഇപ്പോഴും നമുക്ക് എനർജി എന്നുള്ളത് നമുക്ക് പൊട്ടൻഷ്യൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ എനർജി സർപ്ലസ് ആണെന്ന് പറയുമെങ്കിൽ പോലും there are at times we go for an energy crisis. Now നമ്മളുടെ എനർജിയുടെ 2021 ഡാറ്റ ഒന്ന് നോക്കാം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. 2013 ഇന്ത്യ ഒരു പവർ സർപ്ലസ് നേഷൻ ആവുന്നത് എന്നാണ് പറയുന്നത്. പവർ സർപ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു പീക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉണ്ട്. വൈകുന്നേരം ഒരു 6 മണി 7 മണി ആ ഒരു സമയമൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. എല്ലാവരും ലൈറ്റ് ഒക്കെ ഓൺ ആക്കുന്ന, ഫാൻ ഓൺ ആക്കുന്ന ആ ഒരു സമയം. ഇന്ത്യയുടെ പീക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഏകദേശം ഒരു 190 ഗിഗാവാട്ട് ആണ്. ഇന്ത്യയുടെ പ്രസന്റ് ഇൻസ്റ്റാൾഡ് ജനറേഷൻ കപ്പാസിറ്റി ഈസ് അറൌണ്ട് 379 ഗിഗാവാട്ട്. ഇത് ഇൻസ്റ്റാൾഡ് ജനറേഷൻ കപ്പാസിറ്റിയാണ്. അതിനർത്ഥം ഇന്ത്യ എല്ലായ്പ്പോഴും 379 ഗിഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഈ 379 എപ്പോഴും ഏകദേശം ഒരു 100 ഗിഗാവാട്ടൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ മെയിൻ്റെനൻസോ ആ ഒരു രീതിയിൽ അങ്ങ് പോകും. എപ്പോഴും ഒരു 90 to 120 at any point of time ടെക്നിക്കൽ റിലേറ്റഡ് ഇഷ്യൂസ് കാരണം അത് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവാറില്ല, യൂസ് ചെയ്യപ്പെടാറില്ല. പിന്നെ ഉള്ളതിന്റെ പോർഷൻ തന്നെ ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി നമുക്കറിയാം കൺസിസ്റ്റന്റ് അല്ല. ഇപ്പോ സോളാർ ആണെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വിൻഡ് എനർജി ആണെന്നുണ്ടെങ്കിൽ വിൻഡ് പ്രോപ്പർ ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഉള്ള കപ്പാസിറ്റി തന്നെ ഈ 379 എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ആണ്. കൃത്യമായുള്ള റോ മെറ്റീരിയലുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒഡീഷയിലൊക്കെ എല്ലാ വർഷവും സൈക്ലോൺ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ വർഷവും സൈക്ലോൺ ഉണ്ടാവാറുണ്ട്. അല്ലെ ഈ സൈക്ലോണൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ പല പവർ ജനറേഷൻ സ്ട്രക്ചറുകളെയും അല്ലെങ്കിൽ പവർ പ്ലാന്റുകളെയും എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ റീസെന്റ് കണ്ടുള്ള കോൾ ക്രൈസിസ് പോലെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോഴും നമുക്ക് ആ പവർ പ്ലാന്റ് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നില്ല. സോ നമുക്ക് 379 ഗിഗാവാട്ട് ഒക്കെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതൊരു യൂട്ടിലൈസബിൾ കപ്പാസിറ്റി അപ്രോക്സിമേറ്റ്ലി ഒരു 190-200 ഗിഗാവാട്ട് ഒക്കെ വരുന്നുള്ളൂ. സോ ഈ ഗവൺമെന്റ് പറയും 2026-27 കൂടിയിട്ട് വിൽ ടേക്ക് അവർ ഇലക്ട്രിസിറ്റി ജനറേഷൻ കപ്പാസിറ്റി ടു അറൌണ്ട് 620 ഗിഗാവാട്ട് എന്നാണ് പറയുന്നത്. സോ ഈ 620 ഗിഗാവാട്ടിൽ ഏകദേശം ഒരു 238 ഗിഗാവാട്ട് വിൽ ബി കോൾ. ദ മേജർ പോർഷൻ ഇസ് കോൾ ഇറ്റ്സെൽഫ്. ദിസ് ഈസ് അയേണിക്കൽ. ഇനിയും നമ്മൾ കാണും ഗവൺമെന്റ് ഇപ്പോഴും കോളിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോളിന്റെ ഇമ്പോർട്ട് ഇംപ്രൂവ് ചെയ്യാനാണ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ വെൻ ദ ഗവൺമെന്റ് സേസ് ദാറ്റ് വി ആർ മൂവിങ് മോർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്രീൻ എനർജി, റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയുമ്പോൾ പോലും ഗവൺമെന്റ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇറ്റ്സ് എ ഡൈക്കോട്ടമസ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഏകദേശം ഒരു 25 gigawatt is coming from gas, 63 from hydro, all these type of things. You can have a look at this data when you get the slides. Now, another important sector is the telecom sector and its growth. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് ടെലികോം സെക്ടർ. ഇഫ് യു ലുക്ക് അറ്റ് ദ ഇയർ 2020-21 ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസസ് ആണ്, സോഫ്റ്റ്വെയർ സർവീസസ്. സോ ഈ സോഫ്റ്റ്വെയർ സർവീസസ് ഈ ടെലികോം എന്നുള്ളൊരു സെക്ടറിനെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ ഹൗ വിൽ ദ സോഫ്റ്റ്വെയർ സർവീസസ് വർക്ക്? ദേ വിൽ നോട്ട് ബി ഏബിൾ ടു വർക്ക്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോർ ദ പാസ്റ്റ് 3 decades നമ്മൾ ഇന്ത്യയിലെ ഫിക്സഡ് ലൈൻ ഫോണുകളും മൊബൈൽ ഫോൺ പെനിട്രേഷൻസും ഒക്കെ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്നോളജി മിഷൻസ് ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഐ തിങ്ക് നോ.
I'll No, give you sir. okay, I'll give you notes on that. സോ ഇന്ത്യ ഇന്ന് നമ്മൾ ഒരു നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ നോളജ് ഇക്കോണമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയാറുണ്ട് ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്നൊക്കെ പറയാറുണ്ട്. സോ അങ്ങനെ ഒരു ഇക്കോണമിയിലോട്ട് നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ടെലികോം പോലുള്ള സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Now, let's have a historical look at how the infrastructure facilities has evolved in India. Infrastructure in India, even ഇന്നത്തെ independence in India, even in the pre-British India or pre-colonial India, infrastructure was recognized as a state responsibility. When you study ancient India and all, Ashoka used to spend on trade റൂട്ടുകളുടെ ഇംപ്രൂവ്മെന്റിനും അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ അവിടുത്തെ വഴികളിലെ വിഹാരാസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ അവര് തന്നെ പഴയ രാജാക്കന്മാര് തന്നെ ഈ ട്രേഡ് റൂട്ടുകളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അവര് തന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചറുകൾ നടത്താറുണ്ടായിരുന്നു. റീസെന്റ് എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഷേർഷാ സൂരി ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും വലിയ റോഡുകളിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡൊക്കെ ഈ ഷേർഷാ സൂരിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെടുന്ന റോഡാണ്. അതിനുശേഷം ദാറ്റ്സ് അബൌട്ട് ദ പ്രീ കൊളോണിയൽ തിങ്സ്. ദർ ആർ ഡിഫറെന്റ് തിങ്സ്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള NCERT വായിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ആ കാലങ്ങളിൽ അന്നത്തെ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ അന്നത്തെ കിങ്ഡംസ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകളുടെ പല മെൻഷനുകൾ കാണും. കീപ് നോട്ട് ഓഫ് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് വന്ന സമയത്ത് 1853 അവർ ഇന്ത്യയിൽ റെയിൽവേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെയിൽവേസും പിന്നെ പല സ്ഥലങ്ങളിൽ അവര് റോഡുകള്, ബ്രിഡ്ജസ്, ഈവൻ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പോലും ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്ട് ആണ്. സോ ഇങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ടുവേർഡ്സ് എ പീരിയഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാൻ പോകുന്ന സമയത്ത് there were different discussions. India decided to go for the 5-year planning after independence. അപ്പോൾ ഏതൊരു രീതിയിലുള്ള 5-year പ്ലാൻ ആണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ള രീതിയിൽ പല ഡിബേറ്റുകളും ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ അണ്ടറിൽ 1938 ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇന്ത്യയുടെ പ്ലാനിങ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇതാണ് ഇന്ത്യക്ക് ഐഡിയലായുള്ള പ്ലാനിങ് എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് വെച്ചത് ആശയം. പക്ഷെ അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് അന്നത്തെ കോർപ്പറേറ്റുകളായുള്ള ടാറ്റ, ബിർള പോലെയുള്ള ആളുകളൊക്കെ ഒരു ബോംബെ പ്ലാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് 1944. പക്ഷെ ആരൊക്കെ ആവട്ടെ എന്തൊക്കെ പ്ലാനും പറയുന്നത്, ഈവൻ നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വന്നിട്ടുള്ള മഹാലനോബിസ് പ്ലാൻ ഒക്കെ ആവട്ടെ, എല്ലായിടത്തും ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കമ്പോണന്റ് ആയിരുന്നു. ആൻഡ് ദി ഗവൺമെന്റ് സ്പെൻഡ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. 1990-കൾക്ക് ശേഷം നമ്മൾ ഇവിടുത്തെ സ്ഥിതിവിശേഷത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ബിക്കോസ് 90-കൾക്ക് ശേഷം നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ട് പല സെക്ടറുകളും നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇന്ന് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്. അപ്പൊ ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. അവിടെയാണ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പോലെയുള്ള മോഡലുകൾ മുന്നോട്ട് വരുന്നത്. ദാറ്റ് PPP മോഡൽസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ് ഐ ടേക്ക് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഏരിയ ഫോർ UPSC. സോ ഇങ്ങനെയുള്ള എക്കണോമിക് റിഫോംസിന് ശേഷം ഈ പുതിയ ഫിനാൻസിങ് നീഡുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ മോഡലുകൾ, BOT പോലെയുള്ള മോഡലുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരികയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡെക്കേഡിൽ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ നോക്കുന്നതിന് പുതിയ പദ്ധതികൾ നമ്മൾ കാണുന്നുണ്ട്. നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട്, റൂറൽ ഏരിയാസ് റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. ഐ ഗിവ് യു എ നോട്ട്സ് ആസ് വെൽ. ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുന്ന ഒരു നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. യെസ് എന്തോ. സോ ഇതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ അതുപോലെ തന്നെ റീസെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമ ജ്യോതി യോജന, സൗഭാഗ്യ, സഹജ് ബിജിലി, സൗഭാഗ്യയുടെ എക്സ്പെൻഷൻ എന്തായിരുന്നു? ഹർഗർ സഹജ്. Can you expand സൗഭാഗ്യ for me? സൗഭാഗ്യ സ്കീം, സഹജ് ബിജിലി ഹർഗർ യോജനയാണോ? അങ്ങനെയാണോ വരുന്നത്? അങ്ങനെയാന്ന് തോന്നുന്നു. സോ എല്ലാ വീടുകളിലോടും ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ. നൗ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി എക്കണോമിക് സർവേ. 2021 എക്കണോമിക് സർവേ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. അടുത്ത വർഷത്തെ എക്കണോമിക് സർവേ വരുന്ന സമയത്ത് എവറി ഇയർ എക്കണോമിക് സർവേ ദ സെക്കൻഡ് വോളിയം വിൽ ഹാവ് എ ചാപ്റ്റർ കോൾഡ് ആസ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. സോ നെക്സ്റ്റ് ഇയർ are your classes going to be offline അതോ ഓൺലൈൻ തന്നെ ആയിരിക്കും? December 9th ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, in that case
I don't think I'll be able to take economic survey. Online on economic survey discussion in the regular, I'll be taking economic survey discussion. In that case, if I am taking, I'll give a chapter, I'll give an excessive emphasis on that chapter. So, industry and infrastructure topic, it's not a static topic. Completely dynamic, completely current affair oriented topic. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എക്കണോമിക് സർവേയിലൊക്കെ വായിക്കുന്ന സമയത്ത് പേ അറ്റൻഷൻ ടു ഈച്ച് ആൻഡ് എവറി വേർഡ് ആൻഡ് സ്കീം ദാറ്റ്സ് മെൻഷൻഡ് ഇൻ ദി എക്കണോമിക് സർവേ. മുൻകാലങ്ങളിൽ നടപ്പിലാക്കപ്പെടുന്ന പല സ്കീമുകളുടെയും മെൻഷൻ ഇപ്പോൾ നോർമലി വാട്ട് പീപ്പിൾ ഡു ഈസ് പീപ്പിൾ റീഡ് ദ ജിസ്റ്റ് ഓഫ് ദി എക്കണോമിക് സർവേ. പക്ഷെ ഈ ചാപ്റ്ററിനൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡോണ്ട് റീഡ് ദ ജിസ്റ്റ് ഓഫ് ദി എക്കണോമിക് സർവേ, റീഡ് ദ ചാപ്റ്റർ ഫ്രം ദി എക്കണോമിക് സർവേ ഇറ്റ്സെൽഫ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ്. ആകെ ഒരു ചാപ്റ്റർ എത്ര ഉണ്ടാവും? ഒരു 30-40 പേജ് ഉണ്ടാവും. ആ 30-40 പേജിൽ തന്നെ കുറെ ഡയഗ്രാംസും അതും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എഫക്റ്റീവ്ലി ഒരു 15-20 പേജിന്റെ കണ്ടന്റേ വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഫോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫോണ്ടുകളായിരിക്കും, സ്പേസിങ് വളരെ കുറവായിരിക്കും, ഒരു പേജിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. പക്ഷെ എക്കണോമിക് സർവേയിലൊക്കെ എന്ന് വെച്ചാൽ ഒരു പേജിലൊക്കെ വളരെ കുറച്ച് കണ്ടന്റ് ഉണ്ടാവുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് ഫോർ ദിസ് ചാപ്റ്റർ റീഡ് ദി എക്കണോമിക് സർവേ ഇറ്റ്സെൽഫ്. ഈ വർഷത്തെ എക്കണോമിക് സർവേയുടെ ഇൻഡസ്ട്രി ആൻഡ് ഇന്നോവേഷൻ ചാപ്റ്റർ ഞാൻ ഓൾറെഡി സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. When the next year's economic survey comes, please read that chapter as well. Now, survey thought, what is a survey's approach? Survey പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടുന്നത്ര ഇല്ല എന്നുണ്ടെങ്കിൽ the economy operates at a sub-optimal level, or lower than optimal ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ മെയിൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ GDP ആൻഡ് വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് പൊട്ടൻഷ്യൽ GDP. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ GDP ഡിറ്റർമിൻ ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. സോ സർവേ മേക്സ് എ വാലിഡ് ഒബ്സർവേഷൻ ദാറ്റ് ഇന്ത്യ ഇക്കോണമിയിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ സബ് ഒപ്റ്റിമൽ ലെവലാണ്. സോ വി നീഡ് ടു സ്കെയിൽ ഇറ്റ് അപ്പ്, അതർവൈസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു അച്ചീവ് അവർ പൊട്ടൻഷ്യൽ GDP. അല്ലെ നമ്മളിപ്പോ $5 trillion ഇക്കോണമി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ $5 trillion ഇക്കോണമി ആവണമെന്നുണ്ടെങ്കിൽ there has to be a large amount of infrastructural investment that's coming. Now there is effect of this strong backward and forward linkage. What is this backward and forward linkage? ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ബാക്ക്വേർഡ് ലിങ്കേജ്, ഫോർവേഡ് ലിങ്കേജ്. എന്താണ് ബാക്ക്വേർഡ്? ഇൻഫ്രാസ്ട്രക്ചറിന്റെ കണ്ടക്സ്റ്റിൽ ബാക്ക്വേർഡ് ലിങ്കേജും ഫോർവേഡ് ലിങ്കേജും എന്ന് പറയാൻ പറ്റുമോ? അതായത് ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലവും അതിന്റെ പിന്നെ ഫർദർ പ്രോസസിംഗുമായിട്ടുള്ള ഒരു ലിങ്കേജ്. Okay, can you specifically try to segregate or give me an example of a backward linkage and give an example of a forward linkage in infrastructure sector? Simply put, a road construction project ആവട്ടെ, road construction fund എവിടുന്ന് വരുന്നു? That funding or the credit or the bank credit is an example of a backward linkage. So for infrastructure sector to survive, we need to have a strong funding mechanism, strong supply of raw materials, a good managerial team, all these things. What all should be predating or preceding an infrastructure creation? Adana backward linkages എന്ന് പറയുന്നത്. Now, what about forward linkages? Forward linkages എന്ന് വെച്ച് കഴിഞ്ഞാൽ once this infrastructure is in place, many people will use these services, transportation ഉണ്ടാവും, economic benefitകളൊക്കെയാണ്. Those things are the forward linkages. Or finally how you put it on, if you are doing for a toll ഒക്കെ പിരിക്കുന്നുണ്ടെങ്കിൽ those things are associated with the forward linkages. So ഈ എല്ലാ ഡയമെൻഷനുകളിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് ഇനീഷ്യൽ ഫണ്ടിങ്, പോസ്റ്റ് ഫണ്ട് റിക്കവറി, ഇതിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള സെക്ടറുകളിൽ ലിങ്കേജുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. Now and also keep a mention over here, the next topic that I'll be taking is the topic of inclusive economic growth or inclusive growth. ഇതിൽ സർവേ പറയുന്ന ഒരു ഒബ്സർവേഷൻ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ക്വിൻറ്റെസെൻഷ്യൽ ഫോർ മോർ റാപ്പിഡ് ആൻഡ് ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്ത്. UPSC എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻക്ലൂസീവ് ഗ്രോത്തിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച പല കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. വാട്ട് ഈസ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? വിൽ ഫോർമലി ഹാവ് എ ലുക്ക് അറ്റ് ഇൻ ടുഡേസ് ക്ലാസ് ഇറ്റ്സെൽഫ്.
So survey പറയുന്ന infrastructure is very important for an economy to have an inclusive growth. Now let's have a look at this national infrastructure pipeline. എന്താണ് ഈ national infrastructure pipeline? What is NIP? സെൻട്രൽ Yes, ഗവൺമെന്റിന്റെ go on. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് അത് പ്രൈവറ്റ് സെക്ടറുമായിട്ട് കുറച്ചൊരു കൊളാബറേഷനിൽ ഒരു ഇത്ര കാലത്തേക്ക് അവർക്ക് ലീസിന് കൊടുത്തിട്ട് ആ പീരീഡ് കഴിയുമ്പോൾ ഗവൺമെന്റിലേക്ക് തന്നെ ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഓണർഷിപ്പ് വരുന്ന രീതിയിൽ അല്ലെ? No, you are speaking about the national monetization pipeline. സോറി സർ, മാറിപ്പോയതാ. Okay. National infrastructure pipeline കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് എ മെക്കാനിസം, എ കൊളാബറേറ്റീവ് മെക്കാനിസം where different government ministries, departments, all the stakeholders come together to make sure something happens. So national infrastructure pipeline കൊണ്ട് ഉദ്ദേശിക്കുന്നത് it's a collaborative mechanism where you are thinking about improving the infrastructural investment in your economy. ഒരു 2020 മുതൽ 2025 വരെയുള്ള പീരിയഡിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 111 lakh crore 111 ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത്. which is something like $1.5 trillion. ഇന്നത്തെ നമ്മളുടെ GDP തന്നെ ആകെ ഒരു $2.7 trillion ഉള്ളൂ. അതിന്റെ പകുതി കൂടുതലായത്. അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമുക്ക് വേണം. അതിന് വേണ്ടുന്ന ഗവൺമെന്റ് എൻവിസേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് NIP എന്ന് പറയുന്നത്. So NIP is actually a collaborative approach. There will be the central government doing some funding, state government doing some funding, and also the private sector also doing some funding. It will be a PPP model ആയിരിക്കും വർക്ക് ചെയ്യുക. And the major sectors are energy, road, urban infrastructure, railways, all these things. Now, this is what the government is expecting to shell out each year. ഓരോ വർഷത്തിലാണ് 2020, 2021, 22, 23, 24, 25. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ വർഷവും എത്ര ലക്ഷം കോടിയാണ് ഓരോ പ്ലേയേഴ്സും. The violet color stands for the center, the red color stands for the states, and the green color stands for the privates. ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെ റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് ബാക്കി യു ക്യാൻ ലുക്ക് ഓവർ യുവർ സെൽഫ്. സോ ഫിനാൻഷ്യൽ ഇയർ 2021 സെൻട്രൽ ഗവൺമെന്റ് ഈസ് എക്സ്പെക്ടിങ് ടു സ്പെൻഡ് അറൌണ്ട് 8.4 lakh crore. കേന്ദ്ര സർക്കാരിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 8.4 ലക്ഷം കോടിയാണ് ഇതിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെയ്യുന്നത്. അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വിൽ ഡു എ സ്ലൈറ്റ്ലി ഹയർ പെർസെന്റേജ് which is 8.6 lakh crore. സെൻട്രൽ ചെയ്യുന്നതിനുള്ള കുറച്ച് കൂടുതലാണ് സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ, followed by a significant contribution but lower than the centers and the state contribution, which is around 4.5 lakh crore by the private players. So this is the larger idea. Okay. ഇനി ഏറ്റവും കൂടുതൽ ഫണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനർജി ഇറ്റ്സ് കമ്മിങ് 24%, റോഡ്, അർബൻ ട്രാൻസ്പോർട്ട്, റെയിൽവേസ്. ഈ 4 സെക്ടറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. This snippet is exactly from the economic survey. Now, what is a funding pattern? Central government do 39% funding ചെയ്യും, private sector ഒരു 21% funding വരും, state government 40% funding വരും. But actually ഏറ്റവും highest amount of funding വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ നിന്നാണ്. Now let's come to this thing which is called as the monetization or the national monetization pipeline. This is a very debated thing. This has been in news recently, and this is what Milu was referring to, right? So one second, let me connect my charger. So basically, what is the idea of this monetization? Like national monetization pipeline എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അസറ്റ് മോണിറ്റൈസേഷൻ എന്നോട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Monetization basically means make money out of something without selling. അതാണ് larger idea of monetization. Is that clear? Yes, sir. Very simple example പറയാന്നുണ്ടെങ്കിൽ നമ്മളുടെ നാഷണൽ ഹൈവേസിന്റെ ഒക്കെ സൈഡിൽ പല അഡ്വർടൈസ്മെന്റ് ബോർഡുകൾ ഉണ്ടാവാറുണ്ട്. സോ ഈ അഡ്വർടൈസ്മെന്റ് ബോർഡുകളിൽ അഡ്വർടൈസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഓരോരുത്തർക്ക് കൊടുക്കുന്ന സമയത്ത് ദോസ് പീപ്പിൾ വിൽ ബി പേയിങ് ടു ദി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. Isn't that so? So that is also a way of monetization. ഒരു റൈറ്റ്സ് കൊടുത്തിട്ട് അവിടുത്തെ അഡ്വർടൈസിങ് റൈറ്റ്സ് കൊടുത്തിട്ട് മോണിറ്റൈസ് ചെയ്യാണ്.
സോ ഇപ്പൊ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ്ലൈൻ സ്റ്റേ ഫോക്കസ്ഡ് അറ്റൻഷൻ ബിക്കോസ് ദിസ് ഹാസ് ബീൻ ഇൻ ന്യൂസ് ആൻഡ് ദിസ് ഈസ് വെരി ഡിബേറ്റഡ് ദീസ് ഡേയ്സ്. സോ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ്ലൈൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫറിംഗ് ദ റവന്യൂ റൈറ്റ്സ് ടു പാർട്ടീസ്. ഫോർ എക്സാമ്പിൾ, ഒരു റോഡ് നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു റോഡ് പ്രൊജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ റോഡ് പ്രൊജക്റ്റ് ഒരു പ്രൈവറ്റ് പ്ലെയറിന് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. ഇത് കൊടുക്കുന്ന സമയത്ത് ഈ ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടുന്ന ആള് തുടക്കത്തിൽ ഒരു അപ്ഫ്രണ്ട് മണി കൊടുക്കും, ഒരു ഫിക്സഡ് എമൗണ്ട്. എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു പൈസ ഗവൺമെന്റിന് കൊടുക്കാം. അപ്പൊ തുടക്കത്തിൽ ആ ഒരു പൈസ ഗവൺമെന്റിന് കിട്ടും. ഗവൺമെന്റിന് കുറച്ച് ഇമ്മീഡിയറ്റ് എക്സ്പെൻസ് അതുകൊണ്ട് തീർന്നു പോകും. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, ഒരു അപ്ഫ്രണ്ട് മണി കൊടുക്കണം. അതിനുശേഷം ഓരോ വർഷവും അവരുടെ റവന്യൂ എത്രയാണ്, അതായത് ആ റോഡിൽ നിന്ന് അവർ ടോൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ടോട്ടൽ കളക്ഷൻ എത്രയാണ്, ആ കളക്ഷന്റെ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജും എന്ത് കൊടുക്കണം, ഇവരെ ഗവൺമെന്റിന് കൊടുക്കണം. അതുപോലെ തന്നെ there is a commitment of investment in the assets. This is the most troubling and the most debated point over here. ഒരു ഫിക്സഡ് മണി കൊടുക്കണം, റവന്യൂ ഷെയർ കൊടുക്കണം, and commitment of investment in the asset. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ അസറ്റ് ആരുടെ കയ്യിലാണുള്ളത്, പ്രൈവറ്റിന്റെ കയ്യിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഓവർ ദ പീരിയഡ് ഓഫ് ദിയർ ഓപ്പറേഷൻ ദേ ഷുഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ബട്ട് വിൽ ദിസ് ഹാപ്പൻ? ദാറ്റ്സ് എ ലാർജസ്റ്റ് കൺസേൺ. വിൽ ഹാവ് എ ലുക്ക് ഓവർ ഓൾ ദീസ് തിങ്സ്. സോ പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. Have you heard about something called as the real estate investment trust or the infrastructure investment trust in InvITs and REITs? കേട്ടിട്ടുണ്ടോ? എന്താണ് ജോസഫെ ഇൻവിറ്റ്സും REITസും? REITs എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ്സ് തന്നെ ഉള്ളത്. അതായത് ഇപ്പം ചില ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് പബ്ലിക്കിന്റെ തന്നെ ഷെയർ ഹോൾഡിംഗ് ഇത്ര ലോട്ട് വെച്ച് പൈസ ഇടും. ഓക്കെ, ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് മേടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി മേടിക്കണം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. നമ്മൾ എന്തുകൊണ്ടാണ് ഏതൊരു സെക്ടറിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? അതിന് സർട്ടൻ പ്രോപ്പർട്ടീസ് കാരണമാണ്. വൈ ഡു വി ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്? അതിന്റെ ഒരു റെസീലിയൻസ് ഒക്കെ കാരണമാണ്. സോ ഓരോന്നിനും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള റീസൺസ് ഉണ്ടാവും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള സെക്ടറിന്റെ ഒരു സുപ്പീരിയർ പ്രോപ്പർട്ടീസ് കാരണം റിയൽ എസ്റ്റേറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. And let's assume I'm living in a city like Mumbai or Bangalore. എൻ്റെ കയ്യിൽ ആകെ 2 ലക്ഷം രൂപയുണ്ട്. 2 ലക്ഷം രൂപ കൊണ്ട് എനിക്ക് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ നാട്ടിൽ തന്നെ നടത്താൻ പറ്റുന്നില്ല. പിന്നെ ഒരു മെട്രോ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പറ്റുമോ? ഇമ്പോസിബിൾ, റൈറ്റ്? But I need to get the benefits of this real estate investment. So there is this real estate investment trust. അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എൻ്റെ പൈസ കൊടുക്കുകയാണ്. So what this group of people will do is, ഇതുപോലെ എന്നെ പോലെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, എന്നാൽ സ്വന്തമായിട്ട് ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇവരുടെ കയ്യിൽ നിന്ന് പൈസ പൂൾ ചെയ്തിട്ട് ഇവരൊരു മ്യൂച്വൽ ഫണ്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫണ്ടിനെ കൃത്യമായിട്ട് ഏതൊക്കെ സെക്ടറുകളിലാണ് വേണ്ടത്, അല്ലെങ്കിൽ നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ദിസ് ഈസ് വാട്ട് എ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഡു. ക്ലിയർ ആണോ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെന്റൽ പ്രോപ്പർട്ടീസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാത്തിലും ഉണ്ട്. റെന്റൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, പർച്ചേസിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു കേസാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. സോ റിയൽ എസ്റ്റേറ്റ് ഇതിന് പകരം ഇൻഫ്രാസ്ട്രക്ചറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. സോ ദീസ് പീപ്പിൾ ആർ ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഈ ട്രസ്റ്റുകളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്കൊരു റിയൽ എസ്റ്റേറ്റ് ഇവരുടെ ഷെയർ മേടിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ വളരെ ട്രാൻസ്പാരന്റ് ചെയ്യാൻ പറ്റും. സോ കീപ്പിംഗ് ദിസ് ഇൻ കണ്ടക്സ്റ്റ്, ലെറ്റ്സ് ഗോ ടു ദി നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ. സോ എന്താണ് ഗവൺമെന്റ് ഈ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിൽ പറയുന്നത്? ഗവൺമെന്റ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് is speaking about brownfield projects. What is brownfield versus greenfield? What is brownfield versus greenfield? ബ്രൗൺഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിനെ നമ്മൾ പർച്ചേസ് ചെയ്യോ അല്ലെങ്കിൽ ലീസ് ചെയ്യോ ചെയ്യുന്നതിനാണ് ബ്രൗൺഫീൽഡ് എന്ന് പറയുന്നത്. അല്ല, ബ്രൗൺഫീൽഡ് പർച്ചേസോ ലീസോ വേണ്ട എക്സിസ്റ്റിംഗ് പ്രൊജക്ടിനെയാണ് നമ്മൾ ബ്രൗൺഫീൽഡ് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന പ്രൊജക്ടുകളെയാണ് നമ്മൾ ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ലാർജർ ഐഡിയ. സോ NMPയുടെ ഒരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കുറച്ച് പ്രൊജക്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ബ്രൗൺ ഫീൽഡ് പ്രൊജക്ടുകൾ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് പ്രൈവറ്റ് സെക്ടറിനെ അതിലോട്ട് എൻഗേജ് ചെയ്യുന്നു ഇൻ ദി ഓപ്പറേഷൻ ഓഫ് ദോസ് ടു അൺലോക്ക് വാല്യൂ. അതായത് ഇതിൽ ഒരു ലോക്ക്ഡ് വാല്യൂ ഉണ്ട്, ആ വാല്യൂവിനെ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളിവിടെ ഓണർഷിപ്പ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ റവന്യൂ റൈറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് ഈ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ലാർജർ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ, നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന് കുറച്ച് ഇത് കിട്ടും, അപ്ഫ്രണ്ട് പേയ്മെന്റ് ഒക്കെ കിട്ടും. ഈ പൈസ ഉപയോഗിച്ചിട്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലേ. അപ്പൊ ഇത് ലീസിന് കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന് ഒരു 100 കോടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ 100 കോടി ഉപയോഗിച്ചിട്ട് പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ, നമ്മുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈനിൽ പറയുന്ന 111 ലക്ഷം കോടിയിൽ ഏകദേശം 39% കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ്. അതിന്റെ ഒരു പോർഷൻ റേസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടിയാണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രികളുടെ അണ്ടറിൽ അല്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളുടെ അണ്ടറിൽ വരുന്ന പ്രൊജക്ടുകളെ മാത്രമേ നമ്മൾ ഇപ്പോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സ്റ്റേറ്റിന്റെ ഒന്നും ഇപ്പൊ വന്നിട്ടില്ല എന്നുള്ളതാണ്. Now, these are brownfield projects, so they are de-risked from execution risk. എന്താണ് de-risked from execution risk എന്നോട് ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ അത് ഫെയിലായി പോവാൻ, അല്ലെങ്കിൽ പല പ്രൊജക്ടുകളും അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജുകളിൽ ഫെയിലായി പോവാറുണ്ട്. അങ്ങനത്തെ റിസ്കുകൾ ഇവിടെ ഇല്ല. എക്സിക്യൂഷൻ റിസ്കുകൾ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് റിസ്ക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് therefore should encourage private investment. So risk factor for the private players is relatively lower. Now, monetization ആണ് പറയുന്നത്. You are not selling it, but you are transferring it for a time period. Now, ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു കമ്മിറ്റ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി അസറ്റ്സ്. ഹൗ ഡു യു ക്വാളിഫൈ, അല്ലെങ്കിൽ ഇവരെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഉറപ്പുവരുത്തുക? ദർ ഇസ് നോ വേ, അല്ലെങ്കിൽ പലപ്പോഴും ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് ഇസ് പ്രൈവറ്റ് പ്ലെയർ ഇസ് ഇൻവെസ്റ്റ്. സോ അവരൊരു ഓണർഷിപ്പ് മേടിച്ചു, ഓണർഷിപ്പ് അല്ല, ഇതിന്റെ മാനേജ്മെന്റ് റൈറ്റ്സ് മേടിച്ചു. മേ ബി ഒരു 40 ഇയർ 50 ഇയറിനൊക്കെ ഒരു അസറ്റിന്റെ റൈറ്റ്സ് ഇവർ മേടിച്ചു. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കാരണം അതിൽ നിന്നുള്ള റിട്ടേൺസ് ഇവർക്ക് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇവരുടെ ഈ റൈറ്റ്സ് പീരിയഡ് തീരുന്നതിന്റെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും വാട്ട് വുഡ് ഹാപ്പൻ? അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ വളരെ പുവർ കണ്ടീഷനിൽ അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യതകൾ ഇവിടെ ഉണ്ട്. സോ വെൻ ദീസ് ഹാപ്പൻസ്, നമ്മൾ റൈറ്റ്സ് ആണ് കൊടുക്കുന്നത്, ഓണർഷിപ്പ് അല്ല. ബട്ട് അവസാനം ഗവൺമെന്റിന് തിരിച്ചു കിട്ടുന്ന സമയത്ത് ഇത് യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റൈസേഷൻ ഓർ ദ സെല്ലിംഗ് ആൻഡ് ദ റൈറ്റ്സ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. മോണിറ്റൈസേഷൻ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ്. ഇറ്റ് വിൽ ഹാവ് ടു സീ. ലെറ്റ്സ് സീ. ഇനി there is an excellent article which came up very recently in Hindu, which is by T.T. Ramohan, IIM Ahmedabad professor ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ I'm going to have a critical analysis over there. അദ്ദേഹം പറയുന്നത് it's all about execution. ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദി ക്ലോസസ് ഓഫ് ദി അഗ്രിമെന്റ്. ഇപ്പൊ നമ്മൾ ഇതുവരെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടേ ഉള്ളൂ. അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, വാട്ട് ഈസ് ദ പ്രോസസ്, അല്ലെങ്കിൽ എന്തായിരിക്കും അഗ്രിമെന്റിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ. ഗവൺമെന്റിന് കണ്ടീഷൻസ് വെക്കാം, ഈ പീരിയഡിൽ നിങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ടേക്ക് ദ അസറ്റ് ബാക്ക് എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് വെക്കാനൊക്കെ പറ്റും. പക്ഷെ will that happen or not is something that has to be seen. ആ ഒരു ആർട്ടിക്കിൾ കൂടി കഴിഞ്ഞിട്ട് at the end of the discussion I will take doubts, okay, because കുറെ കാര്യങ്ങൾ ഈ ഡിസ്കഷൻ തീരുമ്പോൾ അങ്ങ് ക്ലിയർ ആയി പോയിക്കോളും. പിന്നെ ഇത് ബ്രൗൺ ഫീൽഡ് ഡീറിസ്ക്ഡ് അസറ്റുകളാണ്. ആൻഡ് ഓൾസോ ദിസ് വിൽ ബി ദ പ്രൊജക്ട്സ് ദാറ്റ് ഗീവ് എ സ്റ്റേബിൾ റവന്യൂ സ്ട്രീം. നമുക്ക് അസ്യൂം ചെയ്യാം 2 പ്രൊജക്റ്റുകൾ, ഒരു റോഡ് ഉണ്ട്, മറ്റൊരു റോഡ് ഉണ്ട്. ഫസ്റ്റ് റോഡ് നല്ല ട്രാഫിക് ഉള്ള റോഡാണ്, അവിടെ നല്ല ഹൈ ടോൾ കളക്ഷൻ ഒക്കെ വരുന്ന റോഡാണ്. സെക്കൻഡിൽ ഒട്ടും ടോൾ കളക്ഷൻ ഒന്നുമില്ല, അതുപോലെ ട്രാഫിക് ഒന്നും ഇല്ലാത്ത റോഡാണ്. Which one will the private sector prefer? First one. So private players will be interested in only those projects which have a stable revenue stream. In that case, ഈ നല്ല പ്രൊജക്ടുകൾ മാത്രം സെല്ലായി പോകും, അല്ലെങ്കിൽ മോണിറ്റൈസേഷനിൽ ലീസ് ചെയ്ത് പോകും. പക്ഷെ what about the other things?
ഈ നഷ്ടമുള്ള സാധനങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ കിടക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ എൻ ഏരിയ ഓഫ് കൺസേൺ. സോ അതുകൊണ്ടാണ് പലപ്പോഴും ഗവൺമെന്റ് പല പ്രൊജക്ടുകളും ഇതുപോലെ ഓണർഷിപ്പ് റൈറ്റുകളോ അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം, ഒരു ലോസ് മേക്കിംഗ് ഉള്ള സാധനം ഒരുമിച്ച് ക്ലബ് ചെയ്ത് കൊടുക്കും. So that also, everything is in execution. How this thing is to be executed. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രസന്റ് ഗവൺമെന്റിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ they come up with very beautiful ideas, but the beauty is lost when it comes to execution. This could also be an example of that. Could also ഒന്നെങ്കിൽ വിജയിക്കാം അല്ലെങ്കിൽ ഫെയിലിയർ ആവാം, but depends upon execution. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട്, this will be structured partnership with defined contractual framework with strict key performing indicators and performance standards. ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യണം, ഇങ്ങനത്തെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വി ആർ സ്പീക്കിംഗ് അബൌട്ട് എ വെരി ലോങ് ടൈം, 30 വർഷം 40 വർഷം 50 വർഷത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗവൺമെന്റിന് പോലും no one knows what is going to be the prospects after 30 years or 40 years 50 years. അങ്ങനെയാവുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും ലോങ് ടേമിലുള്ള റിട്ടേൺസും സ്റ്റാൻഡേർഡും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുക? That's another concept. All this type of concepts exist over here. Government national infrastructure pipeline prakaram central government investment has to be approximately 43 lakh crore. അതിന്റെ ഒരു 14% NMP വഴി പ്രൊക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ് ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ദ ബേസിക് ഗവൺമെന്റ് ഒബ്ജക്റ്റീവ്. സോ ദിസ് വിൽ ബി എംപ്ലോയ്മെന്റ്. ഈ NMP വഴി നമ്മളെ NIP വഴി വരുന്ന പ്രൊജക്ടുകളിൽ എംപ്ലോയ്മെന്റ് ക്രിയേഷൻ, ഈസ് ഓഫ് ലിവിംഗ്, ഇൻക്ലൂസീവ് ഗ്രോത്ത് പോലുള്ള പല ഡയമെൻഷനുകളും കവർ ചെയ്യുന്നുണ്ട്. So the projects will not be just economic, but more than economic എന്നുള്ളതിനേക്കാൾ ഉപരി economic and social infrastructure projects, hospitals, schools, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കവേർഡ് ആയിരിക്കും. Now let's have a critical overview of this thing. There is an article, if you haven't read or feels like reading it again, you can go over it. It's national monetization, asset monetization execution is the key. That's the article page. Asset monetization execution is the key. TT Ramohan eduthiya article aanu. I'm doing an analysis of that article over here. Now, privatization, you sell something, but dissimilar to privatization, in asset monetization you don't sell anything. That's good. പക്ഷേ what the government can do is monetize ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റിന് കുറച്ച് അധികം ഫണ്ട് കിട്ടും. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് വേറെ പുതിയ ഗ്രീൻ ഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. This is the projects or under the national monetization pipeline to come up in mainly 3 sectors: the roads, railways, power, and also in sectors like airport, ports, telecom, stadiums, power transmission, all these things. Now, let's say ഒരു എന്തെങ്കിലും ഒരു ഗവൺമെന്റ് പ്രൊജക്ട്, ഒരു പോർട്ട് ആവട്ടെ, എയർപോർട്ട് ആവട്ടെ, ഒരു സ്റ്റേഡിയം ആവട്ടെ, റോഡ് ആവട്ടെ, എന്തും ആവട്ടെ, ഒരു ഗവൺമെന്റ് ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റിന് ഇതിന് വലിയ റവന്യൂ ഒന്നും കിട്ടുന്നില്ല. ഇത് ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ട് എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് കാരണമായിരിക്കാം. ചിലപ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേജ് ഡെവലപ്മെന്റിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കാം. അങ്ങനെയാണെന്നൊരു പ്രൈവറ്റ് പ്ലെയർ നോക്കിയിട്ട് കാണുകയാണ്, ഗവൺമെന്റിന് ഇപ്പൊ കിട്ടുന്ന റവന്യൂ ലെറ്റ്സ് അസ്യൂം ഇറ്റ്സ് ഓൺലി 10 crore പെർ ഇയർ. 10 crore മാത്രമേ ഉള്ളൂ നമുക്ക് അസ്യൂം ചെയ്യാം. ഗവൺമെന്റ് നോക്കുമ്പോൾ കാണുകയാണ് ഇവിടെ 10 അല്ല, പ്രൈവറ്റ് സെക്ടർ ഒരു പ്ലെയർ കാണുകയാണ് ഇവിടെ 30 കോടിക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എനിക്കൊരു 30 കോടിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അയാൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ he may go to the government and lease it for maybe a particular amount, 30 crore. ഗവൺമെന്റിന് എന്ത് കൊടുക്കാം? ഗവൺമെന്റിന് ഇവർ പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു 15 കോടി തരാം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് 10 കോടി മാത്രമാണ്, പക്ഷെ ഞങ്ങൾ 15 കോടി വർഷാവർഷം തരാം നിങ്ങൾ ഈ പ്രൊജക്ട് ഞങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ പ്രൈവറ്റ് പ്ലെയറിന് കിട്ടുന്നത് 30 കോടിയാണ്. സോ ഗവൺമെന്റിനും അത് നല്ലതാണ്, കാരണം ഗവൺമെന്റിന് ആദ്യം കിട്ടിയിരുന്നത് 10 കോടിയായിരുന്നു, അതിനേക്കാൾ ഒരു 5 കോടി കൂടുതൽ കിട്ടുന്നുണ്ട്. പ്രൈവറ്റ് പ്ലെയറിനും ഒരു 15 കോടി കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. രണ്ടുപേർക്കും നല്ലതാണ്. കാരണം എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് കാരണം എക്സിസ്റ്റിംഗ് പ്രൊജക്ടിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹയർ ഫിനാൻസസ് റീപേ ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. രണ്ടുപേർക്കും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് there is another possibility. ഓൾറെഡി ഗവൺമെന്റിന് വളരെ റിവാർഡിംഗ് ആയുള്ള പ്രൊജക്റ്റ് ആണ് നോക്കാം. ഒരു BOT പ്രൊജക്ട്, നല്ല ട്രാഫിക് ഒക്കെ ഉള്ള റോഡിലുള്ള ഒരു ടോൾ ഓപ്പറേഷൻ. ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സിന് വളരെയധികം റിട്ടേൺസ് കിട്ടാൻ സാധ്യതകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ ദേ ഇൻവെസ്റ്റ്? നോ. ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ നല്ല പൈസ കിട്ടുന്ന സമയത്ത് ദേ വിൽ നോട്ട് ഇൻവെസ്റ്റ്. സോ ദിസ് ഇസ് ഡിസിമിലർ ടു ദി ഏർലിയർ കേസ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് അസ്യൂം ദ ഗവൺമെന്റ് ഇസ് ഗെറ്റിംഗ് 20 crore പെർ ഇയർ. അപ്പൊ ലെറ്റ്സ് അസ്യൂം 5 കൊല്ലം കൊണ്ട് ഗവൺമെന്റിന് 100 കോടി കിട്ടുമെന്നാണ് ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ്.
സോ ഈ പ്രൈവറ്റ് പ്ലെയർ പറയാണ് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇപ്പൊ തന്നെ ഒരു 50 കോടി തരാം, ബാക്കി അഗ്രിമെന്റ് കുഡ് ബി ഡിഫറെന്റ് ടൈപ്സ്. സോ 5 വർഷം കൊണ്ട് 100 കോടിയാണ് ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദ പ്രൈവറ്റ് പ്ലെയർ ഇസ് സേയിങ് ഈസ് ദാറ്റ് ഇപ്പൊ ഒരു 50 കോടി തരാം, പിന്നെ ഓരോ വർഷവും ഓരോ 10 കോടി വെച്ച് തരാം എന്ന് പറയുന്നു. പക്ഷെ ഇതിൽ നിന്നുള്ള റിട്ടേൺസ് ഒരു 20 കോടിയൊന്നും 100 കോടിയൊന്നും ആവില്ല മൊത്തം. ഒരു ഗവൺമെന്റ് വെറുതെ ഒന്നും ചെയ്യാതെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഗവൺമെന്റിന് 150 200 കോടി കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും. പക്ഷേ ഗവൺമെന്റ് ഡിസ്ട്രസ് കാരണം ഈവൻ ഞാൻ പ്രൈവറ്റൈസേഷൻ ഡിബേറ്റ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായത് വാല്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തൽക്കാലം ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ വ്യക്തികളൊക്കെ ഇറ്റ് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് സൗണ്ട് ക്രെഡൻഷ്യൽസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സൗണ്ട് എക്കണോമിക് ഫണ്ടമെന്റൽസ്. സോ ദാറ്റ് പ്രിൻസിപ്പിൾ ഹോൾസ് ഹിയർ ആസ് വെൽ. ഇപ്പൊ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഗവൺമെന്റിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടുകളും മോണിറ്റൈസ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പോയിന്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, വൈ ഇസ് ദർ എ കേസ് ഫോർ മോണിറ്റൈസേഷൻ? ദി പ്രൈവറ്റ് പ്ലെയറിന് ഗവൺമെന്റിനെക്കാളും എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോസ്റ്റ് കുറവായിരിക്കും. ആ കോസ്റ്റ് കുറവാകുന്ന സമയത്ത് ഇറ്റ്സ് ഗുഡ് ഫോർ ദി കസ്റ്റമേഴ്സ്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അത് ഒരു കോസ്റ്റ് ബെനിഫിറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഈവനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് 50 രൂപ ടോൾ ചാർജ് ചെയ്യേണ്ട സമയത്ത് പ്രൈവറ്റിന് ചിലപ്പോൾ എന്ത് ചെയ്താൽ മതി, 40 രൂപ ടോൾ ചാർജ് ചെയ്താൽ മതി. ഈ ഒരു എഫിഷ്യൻസി കാരണം കസ്റ്റമേഴ്സിന് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ആണ് നമ്മുടെ ക്രക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടത്, സ്പീക്കിംഗ് ഔട്ട് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്, ഈവൻ ഒരു ബ്രൗൺ ഫീൽഡ് പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ പോലും ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരേണ്ടതായിട്ട് വരും. ആർക്കായിരിക്കും കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഹയർ ആയിരിക്കുക? Will it be for the government or will it be for the privates? Cost of fund, higher cost of fund. Okay, why do you think so, Nandulal? സാർ അത് ഇനീഷ്യൽ ഫണ്ട് കൂടുതൽ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് അല്ലേ? അപ്പൊ ഞാൻ കേട്ടില്ല. സാർ ഇനീഷ്യൽ ഫണ്ട് എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് അല്ലേ? അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇനീഷ്യൽ ഫണ്ട് എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഒരു ഇൻക്രിമെന്റൽ ഫണ്ട്, അതായത് ഗവൺമെന്റിന് ഒരു കോടി ഇനി റേസ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രൈവറ്റിനും ഇനി മാർക്കറ്റിൽ നിന്ന് 1 കോടി റേസ് ചെയ്യണം. ആർക്കായിരിക്കും അത് ചീപ്പർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Who will get funds at a cheaper rate of interest? Will it be the private sector or will it be the government? ലീസിംഗിനാണെങ്കിൽ ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ് അല്ലേ അതിനകത്ത് കൂടുതൽ ഫണ്ട് അല്ല ഇറക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ലെറ്റ്സ് കീപ് ഓൾ ദോസ് തിങ്സ് അസൈഡ്. ഒരു ഗവൺമെന്റിന് ഒരു 10 കോടി വേണം. ഈ പ്രൊജക്ട് ഒന്നുമില്ല, ഗവൺമെന്റിന് ഒരു 10 കോടി വേണം. ഒരു പ്രൈവറ്റ് പ്ലെയറിന് ഒരു 10 കോടി വേണം. ആർക്കായിരിക്കും ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ 10 കോടി കിട്ടുക? ഗവൺമെന്റിനല്ലേ? അവര് തിരിച്ചടച്ചുവെന്ന് സംശയമുണ്ട്. അവര് ലോ പ്രോഫിറ്റിൽ കൊടുക്കും, ലോ റേറ്റിൽ അവര് ഫണ്ട് കൊടുക്കും. പക്ഷെ ഗവൺമെന്റ് ആണെങ്കിൽ എന്താണെങ്കിലും ഉറപ്പുണ്ടല്ലോ റീപേബിൾ ആണ്. അപ്പം ഒന്നുകൂടി പറഞ്ഞ അഭിശങ്കർ, ഞാൻ കൃത്യമായിട്ട് കേട്ടില്ല, തുടക്കത്തിലെ പോയിന്റ് കേട്ടില്ല. അപ്പം അവര് ലോ റേറ്റിൽ അവര് ചാർജ് ചെയ്യുള്ളൂ. കാരണം അവര് തിരിച്ചടയ്ക്കണമെന്നൊരു പ്രൈവറ്റിന്. കാരണം പബ്ലിക്കിനാവുമ്പം ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ഹൈ റേറ്റിൽ ഇട്ടാലും അവര് ഉറപ്പായിട്ടും എവിടെന്നെങ്കിലും മറിച്ചാണെങ്കിലും കൊടുക്കുമെന്ന് ഉറപ്പുണ്ടല്ലോ. ഓക്കെ, someone else was saying ഗവൺമെന്റിനാണ് എന്നുള്ളത്. അതെ സർ, കാരണം ഗവൺമെന്റ് അഷ്യൂർഡ് റിട്ടേൺസ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൂട്ടിയില്ലെങ്കിലും നമുക്ക് ലോങ് ടേമിൽ ഫുൾ റിക്കവറി നടത്താൻ പറ്റും. പക്ഷെ പ്രൈവറ്റിന് ഷോർട്ട് ടേമിൽ നമ്മൾ ഹൈ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഡിഫോൾട്ട് ചെയ്യുമോ എന്നുള്ള പേടി കാരണം നമ്മൾ ഷോർട്ട് ടേമിൽ കൂടുതൽ തിരിച്ച് കിട്ടാനായിട്ട് നോക്കും. Okay, so this is one basic premise of investment. Where there is higher risk, the returns will also be higher. For example, ഈ ഒരു കേസിൽ ഗവൺമെന്റ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. ആരാണ് ഡിഫോൾട്ട് ചെയ്യാനുള്ള സാധ്യത? പ്രൈവറ്റോ ഗവൺമെന്റ്? പ്രൈവറ്റ് ആണ്. ഗവൺമെന്റ് ഒരു കാരണവശാലും ഡിഫോൾട്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ when the default possibilities are lower, you will get the funds at a cheaper rate of interest. കാരണം ഇവിടെ actually when you study econometrics and all, we have something called value at risk.
സോ റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്പെക്റ്റഡ് വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺസും ഹയർ ആയിരിക്കും. സോ പ്രൈവറ്റ് സെക്ടറിന് യു തിങ്ക് ലൈക്ക് ദിസ്, ഞാനൊരു ബാങ്കാണ്, എൻ്റെ അടുത്ത് 2 പേര് വരികയാണ്. ഒന്ന് ഗവൺമെന്റ് ആണ്, ഒന്ന് ഒരു പ്രൈവറ്റ് ആളാണ്. ഇപ്പൊ ഗവൺമെന്റ് ചോദിക്കുന്ന പൈസ, ഗവൺമെന്റിന് ഇവിടെ 10 കോടി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും എനിക്ക് കിട്ടും. ഇവിടെ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് പ്രൈവറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ. സോ ഡോണ്ട് യു തിങ്ക് ഈ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലല്ലേ കൊടുക്കുക? Isn't that logical, Abhishankar, Joseph? Yes, sir. ശരിയാ. Okay. So that's how financial institutions think. Okay. So അതുകൊണ്ട് തന്നെ ഈവൻ ഇഫ് ദ പ്രൈവറ്റ് പ്ലെയർ, ഇപ്പൊ നമ്മൾ ഈ NMPയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് പ്രൈവറ്റ് പ്ലെയർ എഫിഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് ഹയർ ആയിരിക്കും. അപ്പൊ ഈ എഫിഷ്യൻസി ഗെയിൻസിനെ ഓവർകം ചെയ്യാൻ ഈ കോസ്റ്റ് ഓഫ് ഫണ്ട് ഹയർ ആയതുകൊണ്ട് ഒരു പക്ഷേ അവർ എത്ര എഫിഷ്യന്റ് ആയി കഴിഞ്ഞാലും ഗവൺമെന്റിന്റെ അത്ര ചീപ്പറായിട്ട് ചിലപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഗവൺമെന്റിന് കുറച്ച് ഇൻഹറന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരാള് ഒരു എൻറ്റിറ്റി ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് there could be 2 types of finances. One is equity capital and the other one is a debt capital. ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുക്കുന്ന ഫണ്ടാണ്. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷെയർസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വേണമെന്നിട്ട് ഒരു പ്രൊജക്റ്റിന്റെ 100% ലോൺ നടത്താൻ പറ്റും. കാരണം ഗവൺമെന്റ് ക്രെഡിബിലിറ്റി ഉണ്ട്, ഗവൺമെന്റ് അത് തിരിച്ചടക്കുന്ന ഉറപ്പാണ്. അത്രയധികം ക്രെഡിബിലിറ്റി ഒരു കോർപ്പറേറ്റ് സെക്ടറിനും ഇല്ല. അപ്പൊ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡെപ്റ്റിന്റെ അളവ് കുറവായിരിക്കും. All considering all these factors, even if the operating cost of a private sector is lower, there finally ഈ ഒരു ക്യാപിറ്റൽ എന്നുള്ള എലമെന്റും കൂടി വരുമ്പോൾ അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഹയർ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ എപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പോലും ഗവൺമെന്റിന് പ്രൈവറ്റ് സെക്ടറിന് ആ ഒരു എഫിഷ്യൻസി ബെനിഫിറ്റുകൾ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, another problem is that പ്രൈവറ്റ് പ്ലേയേഴ്സ് എപ്പോഴും നല്ല റിട്ടേൺസ് ഉള്ള വെൽ യൂട്ടിലൈസ്ഡ് പ്രൊജക്റ്റുകളാണ് പ്രിഫർ ചെയ്യുക റാദർ ദാൻ ദി അണ്ടർ യൂട്ടിലൈസ്ഡ്. ബിക്കോസ് അവിടെ ഈ വെൽ യൂട്ടിലൈസ്ഡ് പ്രൊജക്റ്റുകളിലുള്ള ക്യാഷ് ഫ്ലോസും റിട്ടേൺസും വളരെയധികം ഹയർ ആണ് കമ്പയർഡ് ടു ദി അണ്ടർ യൂട്ടിലൈസ്ഡ് ഫണ്ട്സ്. അതുകൊണ്ട് തന്നെ വാട്ട് കുഡ് ഹാപ്പൻ ഈസ് പ്രൈവറ്റ് ഇൻസെന്റീവ്, പ്രൈവറ്റ് ഇൻട്രസ്റ്റുകളും പബ്ലിക് ഇൻട്രസ്റ്റുകളും അലൈൻഡ് ആവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അസറ്റ് മോണിറ്റൈസേഷനിൽ പ്രൈവറ്റ് ഒരു പ്ലെയർ വന്നിട്ട് ബിഡ് ചെയ്യുക എങ്ങനത്തെ ആയിരിക്കും? ഓൾറെഡി ഡെവലപ്ഡ് ആയുള്ള പ്രൊജക്റ്റ് ആയിരിക്കും. പക്ഷെ ഗവൺമെന്റ് ബില്ല് ചെയ്യുന്നത് ഓൾറെഡി ഡെവലപ്ഡ് ആയുള്ള പ്രൊജക്റ്റിന് ഒരു പ്രൈവറ്റ് ഓപ്പറേറ്റർ വേണം, അല്ലെങ്കിൽ നല്ല റിട്ടേൺസ് ഉള്ള പ്രൊജക്റ്റിന് പ്രൈവറ്റ് ഓപ്പറേറ്റർ വേണം എന്ന് അവർക്ക് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അത്ര അധികം റിട്ടേൺസ് ഇല്ലാത്തതിനായിരിക്കും അവരെന്ത് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഒരു പ്രൈവറ്റ് ബിഡർ. ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് എക്സിസ്റ്റ്. Now what happens in the long run? ലോങ് റണ്ണിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോബ്ലം ഓഫ് വാലുവേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റോഡിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ടോൾ കളക്ഷൻ എത്രയാ നമുക്കറിയാം. അത് വെച്ചിട്ട് ഒരു 4 or 5 അല്ലെങ്കിൽ മാക്സിമം ഒരു 7-8 വർഷത്തേക്കുള്ള ടോള് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ടോൾ കളക്ഷൻ എന്താണെന്ന് ആരെ കൊണ്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് തിങ്സ് വിൽ ഗോ ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടത്തുന്നുണ്ട്. ആ ഡിസാസ്റ്റർ നടന്നിട്ട് ആ ഏരിയ ഡെസേർട്ടഡ് ആയി. അവിടെയുള്ള പ്രൊജക്ടിന്റെ ആ റോഡ് പിന്നെ ആരും യൂസ് ചെയ്യുന്നില്ല. അവിടുന്ന് റവന്യൂ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും. ദി ഓപ്പോസിറ്റ് കുഡ് ഓൾസോ ഹാപ്പൻ. അവിടെ എന്തെങ്കിലും വളരെ പോസിറ്റീവായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും എക്കണോമിക് ആക്ടിവിറ്റിയും ഗ്രോത്ത് ഒക്കെ വന്നതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെയുള്ള ട്രാഫിക്കും കാര്യങ്ങളും സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യാനും മതി. നമ്മളുടെ എസ്റ്റിമേറ്റുകളിൽ നിന്ന് വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആസ് എ ടൈം പീരിയഡ് ഇൻക്രീസസ്. സോ ഇതൊരു പ്രോബ്ലം ആണ്. ഗവൺമെന്റ് ഇപ്പൊ ഒരു റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഇത്രയായിരിക്കും എന്നുള്ള വാല്യുവേഷനിൽ നോക്കിയിട്ടാണ്. പക്ഷെ ആരെ കൊണ്ടും ഒരു ഇത്രയും ലോങ് ടേം ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ എക്കണോമെട്രിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മോഡലുകൾ ഉണ്ട്, ഇങ്ങനത്തെ ഫോർകാസ്റ്റിംഗ് മോഡലുകളൊക്കെ. പക്ഷെ ഏതൊരു മോഡൽ ചെയ്ത് കഴിഞ്ഞാലും ഒരു 10 വർഷത്തിൽ കൂടുതലൊക്കെ അപ്പുറത്തോട്ട് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും തെറ്റും, ബ്ലണ്ടർ ആയി പോകും എന്നുള്ളത് തന്നെയാണ്. സോ ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് എക്സിസ്റ്റ് ഓവർ ഹിയർ. സോ ഇൻ കേസ് ഗവൺമെന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ട്രാഫിക് അവിടെ ഭാവിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ബെനിഫിറ്റ് ആണ്. ഇറ്റ് ഈസ് എ വിൻഫോൾ ഗെയിൻ. എന്താണ് ഈ വിൻഫോൾ ഗെയിൻ? ദിസ് ടേം കുഡ് ബി ഇമ്പോർട്ടന്റ് ഫോർ പ്രിലിംസ്. വാട്ട് ഈസ് മീൻ ബൈ വിൻഫോൾ ഗെയിൻസ്?
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ നമ്മൾ വാങ്ങിയപ്പം എക്സ്പെക്ട് ചെയ്യാതിരുന്ന സാധനം. സിംപ്ലി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് നമ്മൾ വിൻഫോൾ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ലോട്ടറി അടിക്കുക, ഒറ്റ സമയത്ത് നമ്മൾ അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഭയങ്കര പൈസ കിട്ടുകയാണ്. ഓൾ ദിസ് ടൈപ്പ് ഓഫ് തിങ്സിനെയാണ് നമ്മൾ വിൻഫോൾ ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൈവറ്റ് ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ ട്രാഫിക് കൂടിയതുകൊണ്ട് ഇവർ എക്സ്പെക്ട് ചെയ്യാത്ത വലിയൊരു ബെനിഫിറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതേസമയം ഇവർ വിചാരിക്കുന്ന അത്ര ട്രാഫിക് വരുന്നില്ല, ഇവർ നഷ്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി പോസിബിൾ അവരുടെ ടോള് വളരെയധികം റേസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഡു യു ഹാവ് എ മെക്കാനിസം, ഈ കോൺട്രാക്റ്റിൽ ഇവർ ടോള് റേസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചെക്സ് ആൻഡ് ബാലൻസുകൾ ഉണ്ടോ? ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ ദാറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ് ഓവർ ഹിയർ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന ഒരു നമ്മൾ മോണിറ്റൈസേഷൻ, ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താ? പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ടോളൊന്നും ചാർജ് ചെയ്യാത്ത പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന റോഡുകൾ പോലും ഗവൺമെന്റ് ഇനി മോണിറ്റൈസേഷന് കൊടുക്കാം എന്നുള്ള ഫിയേഴ്സ് അല്ലെങ്കിൽ അപ്രഹെൻഷൻസ് അവിടെയുണ്ട്. ഇത് എത്രത്തോളം ക്രെഡൻഷ്യൽസ് ഉണ്ട് നമുക്കറിയില്ല, ബട്ട് അതൊക്കെ ഗവൺമെന്റ് ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇഫ് ദാറ്റ് ഹാപ്പൻസ്, ദി എൻഡ് കൺസ്യൂമേഴ്സ് ലൈക്ക് അസ്, ദ സിറ്റിസൺസ് ആർ ഗോയിങ് ടു പേ ഫോർ ഓൾ ദീസ് തിങ്സ്. പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ സിറ്റിസൺസ് ഒരു ഹയർ ടോള് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റിന് ഹയർ റവന്യൂ കിട്ടുന്നു. ദ ഗവൺമെന്റ് വിൽ ഇൻവെസ്റ്റ് ദിസ് ഇൻ പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ്, ഓൾ ദീസ് തിങ്സ്. അങ്ങനെ എക്കണോമിയിൽ ഒരു ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഗെയിനും എഫിഷ്യൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഓൾ ദിസ് ഇസ് കണ്ടീഷണൽ. ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഒരു റോഡിന് വേണ്ടിയിട്ട് ഒരു മോണിറ്റൈസേഷൻ, ഒരു ബിഡിങ് നടത്തുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് ബിഡ് ചെയ്യുന്നു, എന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് ബിഡറിന് കൊടുക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഹയസ്റ്റ് ഒരുപാട് ആളുകൾ വരുന്നു എന്നുള്ളത് എന്ത് ഉറപ്പ്? യു ഡു നോട്ട് ഹാവ് എനി അഷുറൻസ്. ഇപ്പോ നമ്മൾ എയർ ഇന്ത്യയുടെ ഒക്കെ ബിഡ് കണ്ടതാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്ന് ബിഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് എത്ര ആളുകൾ വരും, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് എ കോമ്പറ്റേറ്റീവ് ഓപ്ഷൻ പ്രോസസ് ഡസ് നോട്ട് ഹാപ്പൻ, ഗവൺമെന്റിന് കിട്ടുന്ന വാല്യുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇംപ്രോപ്പർ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ലോങ് ടേം പ്രൊജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 40 വർഷം 50 വർഷം കഴിഞ്ഞിട്ട് ഗവൺമെന്റ് തിരിച്ചു കിട്ടുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ യൂസ്ലെസ് കണ്ടീഷൻ. സോ ഹിയർ അസറ്റ് മോണിറ്റൈസേഷൻ വെർച്വലി അമൗണ്ട്സ് ടു സെയിൽ. രാംമോഹനൊക്കെ അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ അസറ്റ് മോണിറ്റൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റൈസേഷന്റെ മറ്റൊരു പേര് മാത്രമാണ്, അല്ലെങ്കിൽ ഷുഗർ കോട്ടഡ് പ്രൈവറ്റൈസേഷൻ ആണ് അസറ്റ് മോണിറ്റൈസേഷൻ എന്നാണ് പല ക്രിട്ടിക്കുകളും പറയുന്നത്. നൗ ഇതിനേക്കാളും സുപ്പീരിയർ ആയുള്ള മറ്റൊരു റൂട്ടാണ് ദ ഇൻവിറ്റ്സ് ഓർ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് വഴിയുള്ള റൂട്ട് എന്ന് പറയുന്നത്. സോ ഒരു പ്രൊജക്ട് അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ റവന്യൂ കിട്ടാൻ തുടങ്ങിയതിനു ശേഷം വാട്ട് ക്യാൻ ബി ഡൺ ഈസ്, ഇതിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ദ ഷെയർസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഓപ്പറേഷൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദിസ് ഇൻവിറ്റ്സ്. സോ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു റോഡിന്റെ ഓപ്പറേഷന്റെ മേ ബി 40% or 50% ഓപ്പറേഷൻ ഇൻവിറ്റ്സിന് കൊടുക്കുന്ന സമയത്ത് സ്റ്റിൽ എഫക്റ്റീവ്ലി ഇത് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും കൺട്രോൾ ഉണ്ടാവുക. ഇത് നേരത്തെ പോലെയല്ല. നേരത്തെ പറഞ്ഞ കേസിൽ കംപ്ലീറ്റ് കൺട്രോൾ പ്രൈവറ്റ് പ്ലെയറാണ്. ഇവിടെ ഗവൺമെന്റിന്റെ തന്നെയായിരിക്കും കൺട്രോൾ ഉണ്ടാവുക. ഈ ഇൻവിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുള്ള ആരാണ്? നിങ്ങളെ പോലെ എന്നെ പോലെയുള്ള സാധാരണ ആളുകളാണ് ഉണ്ടാവുക. അവര് വന്നിട്ട് ഇവിടെ ടോള് ഡിസൈഡ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, എനിവൺ ഹാവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് ഇൻ ദിസ് ക്ലാസ്? മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുള്ള ആരെങ്കിലും ഉണ്ടോ? Okay, when you invest in a mutual fund, you don't know എവിടെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് നമ്മളുടെ ഫണ്ട് പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ഇൻവിറ്റിന് പൈസ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഏത് റോഡുകളിലോ ഏത് സ്പോട്ടുകളിലോ ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളതെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും എഫക്റ്റീവ്ലി കൺട്രോൾ ഉണ്ടാവുക. സോ ഗവൺമെന്റിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും, അതേസമയം ഗവൺമെന്റിന് കുറച്ച് ഫണ്ടും കിട്ടും. ദിസ് ഈസ് എ സുപ്പീരിയർ റൂട്ട്. നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ ഔട്ട്റൈറ്റ് റൈറ്റ്സ് കൊടുക്കുന്നതിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ദിസ് ഇൻവിറ്റ് റൂട്ട്. Okay, now what are the takeaways from here? So with regard to asset monetization, ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഗവൺമെന്റിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ഫണ്ട് പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ റിലേറ്റീവ്ലി വളരെ കുറവാണ് എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ഹു ഹാസ് ടു ഡു ദിസ്. ഗവൺമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം റിട്ടേൺസ് വരുന്നത്. So if there is no other way, the government should go for monetization. And if they are going for monetization, InvITs ആയിരിക്കണം the preferred routes rather than the PPP route. Because InvITsന് ഈ പറയുന്ന ബെനിഫിറ്റുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് അണ്ടർ യൂട്ടിലൈസ്ഡ് അസറ്റുകളാവണം മോണിറ്റൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ
ഓൾറെഡി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഓവർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള അസറ്റുകൾ നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ പോകരുത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ എക്സിക്യൂഷൻ. കൃത്യമായിട്ടുള്ള എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്, പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് we need an independent authority as well. Any doubts? സാർ ഇൻവെറ്റും ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നമ്മളോ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് പോലെ മേടിക്കാൻ പറ്റും. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ദേ ക്യാൻ ലിസ്റ്റ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്സ്, അവിടെ നിന്ന് മേടിക്കാം. ഓക്കെ, പക്ഷെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ SIP പോലല്ലേ പോകുന്നത്, ഇൻവെറ്റ് പക്ഷെ അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണല്ലോ, സിമിലർ മെക്കാനിസം ആണ്. ചെറിയ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടാവുള്ളൂ. മെക്കാനിസം ഈസ് വെരി സിമിലർ. കാരണം ഈ REIT ഒക്കെ നമുക്ക് ലോട്ട് അനുസരിച്ചല്ലേ 200 എണ്ണം വാങ്ങിക്കണം, അപ്പൊ അതുപോലെ ആകാൻ ചാൻസ്. പക്ഷെ അതിലും റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെയല്ലേ വരുന്നത്? ഡിവിഡൻഡ് റിട്ടേൺസ് അല്ലേ? ആണോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഐ ഹാവ് ടു ലുക്ക് ഇൻടു ദാറ്റ്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം റിട്ടേൺസിന്റെ കാര്യം. Any other doubts? One second. മോണിറ്റൈസേഷൻ എന്തെങ്കിലും ഡൗട്ട്? യെസ് നിഖിലേ. സാർ, ഈ പബ്ലിക്കിന് നമ്മൾ ഈ ഷെയർ മാർക്കറ്റിനേക്കാളൊക്കെ നല്ലത് ഈ മ്യൂച്വൽ ഫണ്ട് ആണല്ലോ കൂടുതലും? മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് കുറയുമ്പോൾ ഒബ്വിയസ്ലി റിട്ടേൺസും കുറവായിരിക്കും. കാരണം മ്യൂച്വൽ ഫണ്ട്സ് ആവുന്ന സമയത്ത് അവിടെ ഒരു എഫിഷ്യന്റ് മാനേജേഴ്സ് ഉണ്ടാവും. ദേ വിൽ ഡു ദ ഇൻവെസ്റ്റ്മെന്റ് ഫോർ യു. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വി ഡു നോട്ട് നോ അബൌട്ട് ദീസ് തിങ്സ് പ്രോപ്പർലി. ഇറ്റ്സ് ഹൈലി പോസിബിൾ ദാറ്റ് വി റൺ ഇൻ ടു ലോസസ്. പക്ഷെ അതേസമയം വലിയ റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ടിൽ ബിയോണ്ട് എ പോയിന്റ് നമുക്ക് റിട്ടേൺസ് ഉണ്ടാവില്ല. ദേ ഡു ദ ഡൈവേഴ്സിഫിക്കേഷൻ. മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറുടെ കയ്യിൽ 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സ്ഥലത്ത് 10 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു 100 സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും മുകളിലുണ്ട് എന്നുള്ളതിലായിരിക്കും. അതുകൊണ്ട് തന്നെ റിട്ടേൺസും ബിയോ എക്സ്ട്രീം റിട്ടേൺസ് ഉണ്ടാവില്ല, പക്ഷെ വലിയ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയില്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക്കും കൂടുതലാണ്, റിട്ടേൺസും കൂടുതലാണ്. Okay. Now, if that's clear, then we'll have a look at ഈ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ പറയുന്ന ഒരു സ്കീമാണ് ദ സ്കീം ഇൻ ദ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. എന്താണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഓക്കെ, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് ഉണ്ട്. ലെറ്റ്സ് അസ്യൂം ഓൾറെഡി ഒരു 100 കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ പ്രൊജക്ടിന് നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ഒരു 100 കോടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ഫണ്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പോഴും അതിന് കുറച്ച് ഷോർട്ട് ഫോളുകൾ ഉണ്ട്. ഒരു 20-30 കോടിയും കൂടി അഡീഷണൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ലാഭകരമാക്കി മാറ്റാൻ പറ്റും. സോ ഇതിനെ ലാഭകരമാക്കാൻ അല്ലെങ്കിൽ വയബിൾ ആക്കാൻ വേണ്ടുന്ന ഈ എമൗണ്ട്, അതിനെയാണ് നമ്മൾ വയബിലിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ സ്കീമിൻ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റർ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല, കഴിഞ്ഞു, ഉള്ളത് മുഴുവൻ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ടും അയാൾക്ക് ഇത് ലാഭകരമാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 100% ഓപ്പറേഷണൽ കോസ്റ്റ് റിക്കവറി ഉണ്ട്. അതായത് ഇവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ് അത് ഈ പ്രൊജക്റ്റിന് റിക്കവറബിൾ ആയിരിക്കണം. പിന്നെ ഇവർക്കുള്ളത് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഇവർക്ക് കിട്ടുന്നില്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഗവൺമെന്റ് കൊടുക്കും. അതാണ് VGF സ്കീം ഓർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഗവൺമെന്റ് ഇതിൽ ഈ ഒരു സബ് സ്കീം ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ സെക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, വാട്ടർ സപ്ലൈ, ഇതുപോലെയുള്ള പ്രൊജക്ടുകൾക്കൊക്കെയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊടുക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി ഐഡിയ ഓഫ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. ഇത് പല സെക്ടറുകളുണ്ട്, ലോജിസ്റ്റിക്സ്, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്, പല സെക്ടറുകളിൽ ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. നൗ
ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് റോഡ് എന്ന് പറയുന്നത്. റെയിൽവേസ് ഒക്കെ പല ആളുകളും പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും റെയിൽവേസിന് ഇല്ലാത്ത ഒരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നുള്ള ഒരു ഫിനോമിന അല്ലെങ്കിൽ പെക്യുലാരിറ്റി റോഡ്സിനുണ്ട്. 2019 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്തും ഏകദേശം നമ്മുടെ GVയുടെ 4.6% വരുന്നത് റോഡ് ട്രാൻസ്പോർട്ടിൽ നിന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ട്രാൻസ്പോർട്ടിന്റെ 67% നടക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ട് വഴിയാണ്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ എല്ലാ സിസ്റ്റംസും റോഡ്സ് ഈവൻ എയർപോർട്ട്സോ അല്ലെങ്കിൽ റെയിൽവേസോ അല്ലെങ്കിൽ മെട്രോസോ ഒന്നും ഇല്ലാത്ത ഏരിയാസ് നമുക്ക് ഇന്ത്യയിലുണ്ട്. പക്ഷെ റോഡുകൾ ഇല്ലാത്ത ഏരിയാസ് ഇല്ല. കാടുകളുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഏതില്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആവുന്നത് എല്ലാത്തിനെയും ലിങ്ക് ചെയ്യുന്ന എയർപോർട്ടുകളെയും റോഡുകളെയും അവിടെ നിന്ന് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് റോഡ്സിനുള്ളത്. നൗ ഗവൺമെന്റിന്റെ ഈ റോഡ് പ്രൊജക്റ്റിലുള്ള ഒരു 1 സെക്കൻഡ് ഗവൺമെന്റിന്റെ ഒരു അജണ്ടയാണ് ട്രാൻസ്ഫോമിങ് ഇന്ത്യസ് മൊബിലിറ്റി. ഇന്ത്യയുടെ മൊബിലിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ മെയിൻ സിറ്റീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കൺജഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ട്. റോഡിന്റെ കപ്പാസിറ്റി കുറവാണ്. ഓൾ ദിസ് ടൈപ്പ് ഓഫ് തിങ്സ് എക്സിസ്റ്റ്. സോ ദേ ഫോക്കസ് ഓൺ ദ 3 C's: ക്ലീൻ, കൺവീനിയന്റ്, കൺജഷൻ ഫ്രീ. ക്ലീൻ ആയിരിക്കണം. ക്ലീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് വെഹിക്കിളുകളിലോട്ടൊക്കെയുള്ള ഒരു ഷിഫ്റ്റ്. ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് മാത്രമുള്ള ഷിഫ്റ്റ് അല്ല, നമ്മൾ ഈ മെട്രോസ് പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് പോലുള്ള കാര്യങ്ങളിലോട്ടൊരു ഷിഫ്റ്റ്. ക്ലീൻ ആയിരിക്കണം, കൺവീനിയന്റ് ആയിരിക്കണം. ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഫോർ എക്സാമ്പിൾ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് കൺവീനിയൻസിലാണ്. പക്ഷെ ഡൽഹി മെട്രോ പോലെയുള്ളത് നോക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഏറ്റവും കൺവീനിയന്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഡൽഹി മെട്രോ ആണ്. അതുപോലെയുള്ള കൺവീനിയന്റ് ആയിട്ടുള്ളതിലോട്ട് നമ്മൾ പോകണം. ആൻഡ് ഓൾസോ കൺജഷൻ ഫ്രീ. ക്ലീൻ, കൺവീനിയന്റ്, കൺജഷൻ ഫ്രീ. സോ ഇവിടെ ഇതിന്റെ ഈ ഒരു പോളിസിയുടെ അണ്ടറിൽ 4 പില്ലേഴ്സ് ആണ് ഗവൺമെന്റ് കവർ ചെയ്യുന്നത്. ഒന്ന് കണക്ടിങ് ഭാരത്, രാജ്യത്തെ മുഴുവൻ കണക്ട് ചെയ്യുക. ബിൽഡിംഗ് സേഫ്, അഡിക്വേറ്റ്, ഹോളിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. സേഫ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ. രാജ്യമെമ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി ഓൾ വെതർ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് ഇതിന്റെ ഫസ്റ്റ് പില്ലർ. പിന്നെ ഒപ്റ്റിമൈസ് ട്രാവൽ ഫുട് പ്രിന്റ്. So this is where this concept of smart cities and data analytics, all these things come into the picture. So കൃത്യമായിട്ട് പീക്ക് ടൈമിലെ ട്രാഫിക്, നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്ന സമയം, വൈകിട്ട് ഓഫീസിൽ തിരിച്ചു വരുന്ന സമയം, ഓഫീസ് വിടുന്ന, സ്കൂൾ വിടുന്ന സമയം, സ്കൂൾസ് കോളേജസ് ഒക്കെ വിടുന്ന ഒരു സമയം, അതാണല്ലോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സമയം. അപ്പൊ അവിടെ ട്രാഫിക് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള മെക്കാനിസംസ് ഉണ്ടാവുക. ഏതൊക്കെ റൂട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുക എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ തിരിച്ചുവിടാനുള്ള വഴികൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് ഗുഡ് ട്രാൻസ്പോർട്ട്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പീക്ക് ട്രാഫിക് ടൈമുകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഗുഡ്സ് വണ്ടികൾ പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ റോഡുകളിലോട്ട് അല്ലെങ്കിൽ മെയിൻ റോഡുകളിലോട്ട് വരുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തുക. ഓൾ ദീസ് തിങ്സ്. ഇതാണ് ഒപ്റ്റിമൈസിങ് ട്രാവൽ ഫുട് പ്രിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊമോട്ട്സ് സീംലെസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഫോർ എക്സാമ്പിൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സീംലെസ് ആക്കുക, കൺവീനിയന്റ് ആക്കുക. ഷെയർഡ് മൊബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്. നോട്ട് ഓൾവേസ് മെട്രോസോ പബ്ലിക് ട്രാൻസ്പോർട്ടോ ആയിക്കൊള്ളണമെന്നില്ല. ചെറിയ നമ്മളുടെ റിക്ഷാസ് പോലെയുള്ള കാര്യങ്ങൾ പോപ്പുലറൈസ് ചെയ്യുക. ബട്ട് ദർ ഹാസ് ടു ബി കൺവീനിയന്റ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ റിക്ഷാസിൽ വരുന്ന പ്രോബ്ലം, എസ്പെഷ്യലി ഫീമെയിൽസ് ഒക്കെ ആവുന്ന സമയത്ത് പല രീതിയിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ റിക്ഷാസിലൊക്കെ അനുഭവിക്കാറുണ്ട്. ഓൾ ദീസ് തിങ്സ് ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ്. അഡോപ്റ്റ് ഗ്രീൻ മോഡ്സ് ആൻഡ് ടെക്നോളജീസ്. നമ്മൾ ഈ നോൺ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടുകൾ, ഇലക്ട്രിക് വെഹിക്കിൾസ്, അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഫുൾ ഉള്ളത് CNG ഓട്ടോറിക്ഷാസ് ഒക്കെയാണ്, അല്ലെങ്കിൽ CNG ടാക്സീസ്. ഇതുപോലുള്ള ഗ്രീൻ ടെക്നോളജീസ് കൊണ്ടുവരണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗോ ഫോർ പ്രോപ്പർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്. ആളുകൾക്ക് കൃത്യമായുള്ള സ്കിൽസ് കൊടുക്കുക, എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് സ്കിൽസ് ഇൻ ദ സെൻസ് ദാറ്റ് ഇതുപോലെയുള്ള ഈ ഡാറ്റ അനലിറ്റിക്സിൽ പോലെയുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ, സ്കിൽഡ് എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് പോസിബിലിറ്റീസ് എക്സിസ്റ്റ് ഓവർ ദർ. പിന്നെ അതുപോലെ തന്നെ ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ യൂസിങ് ഡാറ്റ ടു പ്രെഡിക്റ്റ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഓൾ ദീസ് തിങ്സ്. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഡാറ്റ പ്രകാരം നമുക്ക് അറിയണം ഏത് സമയത്ത് ഏത് റൂട്ടിൽ ബ്ലോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെ കൂടുതൽ വണ്ടി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്ന നമ്മളുടെ ട്രാഫിക് സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രീൻസ് ഈ റോഡിൽ ഇത്ര സമയം നമ്മൾ ഗ്രീൻ ലൈറ്റ് കൊടുക്കുന്നു. അത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ അതങ്ങനെ മാറുന്ന ഒരു ഡൈനാമിക് ആയിട്ട് മാറുന്ന ഒരു കാര്യം. അതൊരു ഫിക്സഡ് ആണ്, 18 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് 60 സെക്കൻഡ്. പക്ഷെ ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ്
റോഡിലുള്ള ട്രാഫിക്, അതായത് ഈ ഒരു ഏത് ലൈനിലാണ് കൂടുതൽ ട്രാഫിക് ഉള്ളത്, അതിന്റെ ട്രാഫിക്കിന്റെ സെൻസ് ചെയ്തിട്ട് കുറച്ചുകൂടി അവർക്ക് കുറച്ചധികം സമയം ഗ്രീന് കൊടുക്കുക. ആ ഒരു രീതിയിലുള്ള മെക്കാനിസംസ് കൊണ്ടുവരിക. ആൻഡ് ഫോർ ഓൾ ദിസ് വി നീഡ് ബ്രോഡ് ബേസ്ഡ് ഗവേണൻസ്. ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്, പല മിനിസ്ട്രികൾ തമ്മിലുള്ള കൊളാബറേറ്റീവ് ഗവേണൻസ് കൊണ്ടുവരണം. ആൻഡ് ultimately, for any measure of this sort to be successful, we need public awareness. This is a larger idea that the governments put forward. So road transport ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസിന് വരുന്ന സമയത്ത് ഇതിൽ പറയുന്ന മാക്സിമം പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഗവൺമെന്റിന്റെ റോഡ് മാപ്പ് ആണ്. വാട്ട് ഷുഡ് ഇന്ത്യസ് മൊബിലിറ്റി, ഹൗ ഷുഡ് ഇന്ത്യസ് മൊബിലിറ്റി ബി ട്രാൻസ്ഫോംഡ് ഇൻ ദ റീസെന്റ് കണ്ടെക്സ്റ്റ്. ഓക്കെ, now we should be able to promote our public transport, not only metros but also the buses. So ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ബസ് ഫ്ലീറ്റ് ഇസ് വെരി ലോ. അതായത് 1000 പേർക്ക് എത്ര ബസ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആകെ 1.2 ബസ്സസ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയെ പോലെ വളരെ സിമിലർ ആയുള്ള മറ്റ് ഇക്കോണമീസ് നോക്കിയ തായ്ലൻഡ്, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ 8.6, 6.5 അത്രയും ബസ്സസ് ഉണ്ട്. അതിൽ പല രാജ്യങ്ങളും, ഇപ്പൊ ഓസ്ട്രേലിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ബസ് കുറവാണ്. പക്ഷെ അതിനർത്ഥം ഓസ്ട്രേലിയയിൽ വളരെ അതിനേക്കാളും സുപ്പീരിയർ ആണ്. പല ഡെവലപ്ഡ് രാജ്യങ്ങളിലും ബസ്സുകൾ കുറവായിരിക്കും, പക്ഷെ അവിടെ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള റെയിൽ ട്രാൻസ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇന്ത്യയിൽ രണ്ടുമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഡൈക്കോട്ടമസ് സിറ്റുവേഷൻ. മാത്രമല്ല ഇന്ത്യയിൽ ഈ ബസ് ഫ്ലീറ്റ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ സ്ക്യൂഡ് ആണ്. ചില സ്റ്റേറ്റുകളിൽ അത്യാവശ്യം, ഇപ്പൊ ചണ്ഡീഗഡ് പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ഉള്ള ഒരു സിറ്റിയാണ്. പക്ഷെ അതേസമയം ബീഹാറിലെയും ഒഡീഷ, ബീഹാർ നോക്കിയ 0.02 ബസ്സസ് പെർ 1000 പോപ്പുലേഷനും ചണ്ഡീഗഡിൽ 4.7 ബസ്സസ് പെർ പോപ്പുലേഷനും. ഓൾ ദീസ് things, disparities exist between the states. And also you can have a look at this thing as well, electric vehicle sales and penetration across the globe. I'll share this document. This is a very good document. This is all from one single government document, Transforming India's Mobility. ഇതിൽ ഒരുപാട് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഇതില് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് 2016 ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ സെയിൽസ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പെനട്രേഷൻ, അതായത് ടോട്ടൽ ട്രാൻസ്പോർട്ടിന്റെ എത്രത്തോളം ശതമാനം ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. 2016 കണക്കാണ്. അതിനേക്കാളും ഇന്ത്യ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിൽ നോക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ചൈനയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് സെയിൽസ് ഒക്കെ നടക്കുന്നത് ചൈനയിലാണ്. വേർ ഡസ് ഇന്ത്യ സ്റ്റാൻഡ്? സെയിൽസ് വളരെ നോമിനൽ ആയിട്ടുള്ള സെയിൽസ് മാത്രമല്ല, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള പെനട്രേഷൻ മാത്രമാണ്. ഇപ്പോഴാണ് പിന്നെയും, എങ്കിലും ഇറ്റ്സ് നോട്ട് നെവർ കമ്പയർ ടു ദി international standards and all these things. So we should be trying to more improve our electric vehicle penetration, all these type of things. Okay, now this is again from the economic survey. ഇതിൽ കൊടുത്തിട്ടുണ്ട് എത്രയാണ് നമ്മളുടെ റെയിൽവേസ്, റോഡ്, വാട്ടർ, എയർ ട്രാൻസ്പോർട്ട്, ഓരോ ട്രാൻസ്പോർട്ടിന് ഷെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. So you look at these things. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് why do people use transportation facilities? എന്തിനായിരിക്കും? ഒന്ന് പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് ഫ്ലൈറ്റിന് വേണ്ടി സാധനങ്ങളെ കയറ്റി വിടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ടോട്ടൽ ഫ്ലൈറ്റിന്റെ അപ്രോക്സിമേറ്റ്ലി 15-16% വരുന്ന റെയിൽവേസ് എന്നാണ്. ഏകദേശം ഒരു 67% അല്ലെ 65-67% വരുന്നത് റോഡ് ട്രാൻസ്പോർട്ടിൽ നിന്നാണ്. വാട്ട് അബൌട്ട് വാട്ടർ ട്രാൻസ്പോർട്ട്? വെരി നെഗ്ലിജിബിൾ, റൈറ്റ്? ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ട്. പക്ഷെ ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിനെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഇസ് എൻ ഏരിയ ഓഫ് ഇൻഎഫിഷ്യൻസി വി ഷുഡ് ബി ഫോക്കസിംഗ് ഓൺ? അതുകൊണ്ടാണ് നമ്മൾ ഈ നാഷണൽ വാട്ടർ വേസിലേക്ക് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഒരുപാട് പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതും. ആൻഡ് ഓൾസോ നമ്മൾ റെയിൽവേസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആണ് പ്രോബ്ലം ഓഫ് ക്രോസ് സബ്സിഡൈസേഷൻ. ഇപ്പോൾ ഏറ്റവും എയർവേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് റോഡ് എന്ന് പറയുന്നത്. ഏറ്റവും ചീപ്പർ വാട്ടർ ആണ്, പിന്നെ റെയിൽവേസ് ആണ്, പിന്നെയാണ് റോഡ്. റെയിൽവേസിന്റെ കോമ്പോസിഷനും ഇവിടെ റിലേറ്റീവ്ലി കുറവാണ്. എന്തുകൊണ്ടാ? വി ഹാവ് ദിസ് തിങ് കോൾഡ് ആസ് ക്രോസ് സബ്സിഡൈസേഷൻ. ഇന്ത്യയില് പാസഞ്ചർ സെഗ്മെന്റ് ഓഫ് ദ റെയിൽവേസ് നമ്മൾ സബ്സിഡൈസ് ചെയ്തിട്ടും, അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ക്രോസ് സബ്സിഡൈസേഷൻ? What is the idea of cross subsidization? നമ്മള്
KSEB കറണ്ട് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി പൈസ കുറവാണ്, റെസിഡൻഷ്യൽ ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ അല്ല കൊമേഴ്ഷ്യൽ ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരിടത്ത് പൈസ കുറച്ച് കൊടുത്തിട്ട് അതിന്റെ നഷ്ടം നികത്താൻ വേണ്ടി മറ്റൊരിടത്ത് കൂട്ടുന്ന ഒരു സംവിധാനം, അതിനെയാണ് നമ്മൾ ക്രോസ് സബ്സിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റെയിൽവേസിൽ ഈ ഒരു സംവിധാനം ഉണ്ട്. അതായത് റെയിൽവേസിൽ ഫ്രൈറ്റ് ഭയങ്കര ഹൈ ചാർജഡ് ആണ്, അതേസമയം പാസഞ്ചർ സെഗ്മെന്റ് ഭയങ്കര ലോ ചാർജഡ് ആണ്. സോ ഈ ക്രോസ് സബ്സിഡൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്ലൈറ്റിന്റെ കോസ്റ്റ് ഇതിൽ കൂടുതലായതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, ഫ്ലൈറ്റ് റെയിൽവേ വഴി മൂവ് ചെയ്യാതെ ഫ്ലൈറ്റ് റോഡ് വഴി മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഈവൻ ഇൻഎഫിഷ്യന്റ് ആയിട്ട് പോലും, അല്ലെങ്കിൽ ഇത്രയധികം ആക്ച്വലി വി ഷുഡ് ബി ട്രൈയിങ് ഈ ഫ്ലൈറ്റിനെ എങ്ങനെയെങ്കിലും റെയിൽവേസിലോട്ടും മറ്റ് മോഡുകളിലോട്ടും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ റോഡുകളിൽ വളരെയധികം കൺജഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു വലിയ ട്രെയിലർ ലോറി വന്നിട്ട് വഴി കുടുങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രാഫിക് ലോക്കായി. സോ ഈ ഒരു മോഡൽ ഷിഫ്റ്റ്, ഇതിനെയാണ് നമ്മൾ മോഡൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു മോഡിൽ നിന്ന് മറ്റൊരു മോഡിലോട്ടുള്ള ഷിഫ്റ്റ്. ദ മോഡൽ ഷിഫ്റ്റ് ഓഫ് ദി ഫ്ലൈറ്റ് സെഗ്മെന്റ് ഇസ് സംതിങ് ദാറ്റ് വി ഷുഡ് ബി ആക്റ്റീവ്ലി ട്രൈ. പാസഞ്ചർ സെഗ്മെന്റിൽ നമുക്ക് ഒരുപാടൊന്നും ഈ വാട്ടർവേസിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വാട്ടർവേസിന്റെ കണക്ടിവിറ്റി വളരെയധികം ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ഏരിയാസിൽ മാത്രമേ പാസഞ്ചർ സെഗ്മെന്റിൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ്ലീസ്റ്റ് ദ ഫ്ലൈറ്റ് സെഗ്മെന്റ് വി ക്യാൻ തിങ്ക് അബൌട്ട് ഓൾ ദീസ് ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ഡയമെൻഷൻസ്. ക്ലിയർ? Okay, I'll give a small break over here. Now it's 11:32. Take a 5-minute break. We'll start back at 11:37.
ഇത് ഈ ബാച്ചിൽ ഇപ്പൊ ഉള്ളത് ഏതൊക്കെ മന്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളാണ്? തുടക്കത്തിൽ തുടങ്ങിയവരുടെയൊക്കെ തീർന്നിട്ടുണ്ടാവില്ലേ? അല്ല, എക്കണോമി എല്ലാവരുടെ ഒരുമിച്ചാണല്ലേ? വാട്ട് അബൌട്ട് അതർ പേപ്പേഴ്സ്? പോളിറ്റി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഏൻഷ്യന്റ്, മെഡീവിയല്, പിന്നെ ഓക്കെ. എല്ലാം ഓൺലൈൻ, ഇനി 9-ാം തീയതി തൊട്ട് ഓഫ്ലൈൻ ആണോ? എല്ലാം 9-ാം തീയതി തൊട്ട് ഓഫ്ലൈൻ ആക്കുവാന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഫൈൻ. ഇന്നിപ്പോ എത്ര ഡേറ്റ്? ടുഡേ ഡിസംബർ 2 സാർ. 2 അല്ലേ? ഓക്കെ. നമുക്കിനി ഒരു ക്ലാസ്സും കൂടിയേ കാണുള്ളൂ. ഐ വിൽ ബി ടേക്കിംഗ് ദാറ്റ് ഓൺലൈൻ ഓൺലി. Okay, we'll start. So, study well because running out of time. June 2 എങ്ങാണ്ടല്ലേ എക്സാം? ജൂൺ 5 അല്ലേ? 5-6. So it's like only 5-6 months. So speed up everything. So now classes ഈ മാസം കൊണ്ട് തീരും അവിടെ എല്ലാ സബ്ജക്ട്സും? ഇനി ഏതൊക്കെ തീരാനുള്ളത്? എന്താ? ജിയോഗ്രഫി ഒക്കെ തീരാനുണ്ട്. ഓക്കെ ഓക്കെ. എത്തിക്സിന്റെ ഓക്കെ, എത്തിക്സ് ഒക്കെ പെട്ടെന്ന് തീരും. എത്തിക്സിനൊന്നും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട ഈ ഒരു സമയത്ത്. എത്തിക്സ് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. സോ കോർ സബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യുക ലാർജ്ലി. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ സിവിൽ ഏവിയേഷൻ. So aviation, India aviation market one of the leading fastest growing segment ആണ്. So look at data, financial year 14 to 2020 ലോട്ട് മാറുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ ഏവിയേഷനിൽ we have seen a drastic change. ഏകദേശം 61 മില്യൺ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് എന്നുള്ളതിൽ നിന്ന് 137 മില്യൺ എന്നുള്ള രീതിയിലുണ്ട്. അറൌണ്ട് 14% പെർ ആനം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ 2025 ആകുമ്പോഴേക്കും ലോകത്തിലെ തന്നെ 3rd ലാർജസ്റ്റ് ഓവറോൾ ഏവിയേഷൻ മാർക്കറ്റ് ആവുന്നൊക്കെയായിരുന്നു എക്സ്പെക്ട് ചെയ്യപ്പെട്ടിരുന്നത്. നൗ യു വിൽ ഹാവ് ടു സീ വാട്ട് ഹാപ്പൻസ്. ഇപ്പൊ COVID-19 വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത സെക്ടറുകളിൽ ഒന്നാണ് ഏവിയേഷൻ സെക്ടർ. നൗ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് സെക്ടർ ഈസ് സംതിങ് ദാറ്റ് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. നൗ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സ്കീമാണ് ദ ഉഡാൻ സ്കീം. UDAN stands for Uday Desh Ka Aam Nagrik. So this is typically or colloquially called as the RCS or the Regional Connectivity Scheme. Ministry of Civil Aviation implemented the scheme. The basic objective എന്താണെന്ന് വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് റീജിയണൽ ഏവിയേഷൻ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. To provide affordable, economically viable and profitable air travel on regional routes to the common man even in special towns. Okay? ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ആക്ച്വലി ഡൺ ഈസ് ഈ ഒരു സ്കീമിലെ അൺസർവ്ഡ് ആൻഡ് അണ്ടർസർവ്ഡ് എയർപോർട്ട്സ് ആർ സെലക്ടഡ്. റിലേറ്റീവ്ലി നമ്മൾ അതിങ്ങനെ സെർവ് ചെയ്യപ്പെടാത്ത, നെഗ്ലക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അധികം ഓപ്പറേഷൻ ഇല്ലാത്ത, ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇല്ലാത്ത എയർപോർട്ടുകളുണ്ട്. അൺസർവ്ഡ് എയർപോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം, അതായത് അണ്ടർസർവ്ഡും അൺസർവ്ഡും ഉണ്ട്. അണ്ടർസർവ്ഡ് ആർ ദോസ് വിച്ച് ഡു നോട്ട് ഹാവ് മോർ ദാൻ 1 ഫ്ലൈറ്റ് എ ഡേ. ഒന്നിൽ കൂടുതൽ ഫ്ലൈറ്റ് ഇല്ലാത്തതിനെയാണ് നമ്മൾ അണ്ടർസർവ്ഡ് എന്ന് പറയുന്നത്. അൺസർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഓപ്പറേഷൻ ഇല്ലാത്ത ഇതിനെയാണ്. അപ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ഈ സ്കീമിന്റെ അണ്ടറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RCS 1, 2, 3 പല സ്റ്റേജുകളിലാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. സോ ഈ ഓരോ സ്റ്റേജുകളിലും ചില എയർപോർട്ടുകളെ, ഈ അൺസർവ്ഡ് അണ്ടർസർവ്ഡ് എയർപോർട്ടുകളെയും എയർ സ്ട്രിപ്പുകളെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഇൻസെന്റീവ് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ മാക്സിമം അവര് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സർവീസ് നടത്താൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഇവർ സർവീസ് നടത്താത്തത്? അവർക്ക് ബേസിക്കലി പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ടാണ് ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് സർവീസ് നടത്താത്തത്. സോ ഗവൺമെന്റ് പറയാണ്, ഇഫ് യു ആർ ഓപ്പറേറ്റിംഗ് ഫ്രം ദിസ് പെർട്ടിക്കുലർ എയർലൈൻസ് ടു ദിസ് പെർട്ടിക്കുലർ ഒരു അൺസർവ്ഡ് അണ്ടർസർവ്ഡിലോട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് 2500 രൂപ, ഒരു മണിക്കൂറിന്റെ ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ 2500 രൂപ. ഈ ഒരു രീതിയിൽ ഒരു ഫിക്സഡ് റേറ്റ് മാത്രമേ നിങ്ങൾ ചാർജ് ചെയ്യാം. അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് നഷ്ടം വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? യു കം ടു അസ്, വി വിൽ പേ യു, ദ ഗവൺമെന്റ് വിൽ പേ യു. അങ്ങനത്തെ ഒരു മെക്കാനിസമാണ്. ടെക്നിക്കൽ ഡീറ്റെയിൽസിലോട്ട് പോകേണ്ടെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് ഈസ് ഇൻസെന്റിവൈസിംഗ് ദ പ്രൈവറ്റ് എയർ ട്രാൻസ്പോർട്ടേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി അൺസർവ്ഡ് ആൻഡ് ദി അണ്ടർസർവ്ഡ് എയർപോർട്ട്സ് are being used. This is the larger idea over here. Now, when you come to the ports and shipping, you know why this segment is very important.
World trade depends upon the port and the shipping sector. This is the backbone of international shipment of goods and services. So, നല്ല port infrastructure ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ what will happen is നമ്മളുടെ cost of international shipping will be lower and also the waiting periods at the ports will be lower. ഇന്ത്യയുടെ പോർട്ടുകളിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈം കൂടുതലാണ്. ടേൺ അറൗണ്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്തെങ്കിലും കാർഗോ അൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അൺലോഡ് ചെയ്ത് തിരിച്ചു വരേണ്ടത് ഒരു സമയം, അല്ലെങ്കിൽ ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ലോഡ് ചെയ്ത് തിരിച്ചു വരേണ്ട സമയം ഭയങ്കര കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ കൃത്യമായുള്ള പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. So better port infrastructure will mean that the turnaround time and the waiting period will be relatively lower. And if you look at the data for India, India's total transport in 95% by volume, total international trade in total international trade in 95% is happening by sea route. By volume ആണ്. By value നോക്കുകയാണെന്നുണ്ടെങ്കിൽ this becomes 68%. Because ബാക്കി 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ്ലി എങ്ങനെയാണ് നടക്കുന്നത്? നെഗ്ലിജിബിൾ, വളരെ ചെറിയൊരു പോർഷൻ റോഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട് ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളിലോട്ട്. പക്ഷെ ലാർജ് പോർഷൻ ഈ ബാക്കി 5% മാക്സിമം നടക്കുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. പക്ഷെ എയർ ട്രാൻസ്പോർട്ട് പ്രകാരം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ലാർജ്ലി ഹൈ വാല്യൂഡ് പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ചെറിയ പ്രപ്പോർഷൻ ആയിട്ട് പോലും, വോളിയം ബൈ ചെറിയ പ്രപ്പോർഷൻ ആയിട്ട് പോലും വാല്യൂല് നോക്കുന്ന സമയത്ത് വലിയ പ്രപ്പോർഷൻസ് വരുന്നത്. Now, ഈ പോർട്ടിലേക്ക് മോഡേണൈസേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ദ സാഗർമാല പ്രോഗ്രാം. സാഗർമാല എന്താണ് സാഗർമാല? സാഗർമാല ഇസ് ബേസിക്കലി എ പോർട്ട് ഓറിയന്റഡ് ഡെവലപ്മെന്റ് ബേസ്ഡ് പ്രൊജക്റ്റ് ആണ്. സോ സാഗർമാലയുടെ അണ്ടറിൽ ഏകദേശം 500ഓളം പ്രൊജക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 4 പില്ലറുകളിലായിട്ടാണ് സാഗർമാല ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. അതിലൊരു നമ്പേഴ്സ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഡോണ്ട് കെയർ ഫോർ ദി നമ്പേഴ്സ്. പോർട്ട് മോഡേണൈസേഷൻ പ്രൊജക്ട്, എക്സിസ്റ്റിംഗ് പോർട്ടുകളുടെ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, മോഡേണൈസ് ചെയ്യുക, അതാണ് സാഗർമാലയുടെ ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് പോർട്ട് കണക്ടിവിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് അസ്യൂം ദിസ് ഈസ് എ പോർട്ട്, ദിസ് ഈസ് സം ഏരിയാസ് ക്ലോസ് ടു ദി പോർട്ട്. ഈ പോർട്ടിൽ നിന്ന് ഒരു 200-300 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഫാക്ടറി ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ഈ ഫാക്ടറിയിൽ നിന്ന് ഈ പോർട്ടിലോട്ട് എത്തിക്കാനുള്ള ഗതാഗത മാർഗങ്ങൾ, റെയിൽവേസ്, റോഡ്സ് പോലുള്ള കാര്യങ്ങൾ വളരെ മോശമായിരിക്കും. We do not have proper facilities. ഇത് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോർട്ട് മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല. യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഫ്രം യുവർ ഹിൻഡർലാൻഡ്സ്. അതാണ് പോർട്ട് കണക്ടിവിറ്റി പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഈ പോർട്ടുകളിലോട്ട് നിങ്ങളുടെ ഗുഡ്സും ഒക്കെ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, റോഡ്, റെയിൽവേ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ്സ് എ സെക്കൻഡ് കമ്പോണന്റ്. That is port-led industrialization. പോർട്ടുകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോറുകളുടെ ഡെവലപ്മെന്റ്, ലൈക്ക് ദ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിങ്ങിന്, അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകളൊക്കെ പറഞ്ഞു, പോർട്ടുകളെ ഓറിയന്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ. ഇന്ത്യയിലെ മിക്കവാറും സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ, ഈവൻ കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലും ഒരു പോർട്ടിനെ കേന്ദ്രീകരിച്ചിട്ടാണ് വരുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താ? എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കമ്പോണന്റ് ആണ്. അതിന് ഒരു ഡെവലപ്ഡ് പോർട്ട് ഈസ് വെരി വൈറ്റൽ. നൗ പിന്നീട് വരുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളാണ്. സോ ഒരു പോർട്ട് ബേസ്ഡ് ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഒരു ഡയമെൻഷൻസ് കൂടി നമ്മൾ നോക്കണം. വി നീഡ് ടു ബി ഏബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് പീപ്പിൾ ഇൻ ദിസ് ഏരിയ are developed, they are also able to contribute to the development of those areas. അങ്ങനത്തെ തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ. അവിടുത്തെ ആളുകളുടെ സ്കിൽ സെറ്റുകൾ, എഡ്യൂക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊജക്റ്റുകളുണ്ട്. So these are the 4 dimensions under, or the 4 pillars under the Sagarmala project. The government recently launched the program, the New India New Railway Initiative. So ipo namakkariyam government ipo private പ്ലേയേഴ്സിനെയും ട്രെയിൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ന്യൂ ഇന്ത്യ ന്യൂ റെയിൽവേ ഇനീഷ്യേറ്റീവിൽ ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഈ PPP മോഡ് വഴി ഒരു ഓപ്പറേഷനാണ് എൻവിസേജ് ചെയ്യുന്നത്. പ്രൈവറ്റ് പ്ലേയേഴ്സിനെയും റെയിൽവേസ് ഓപ്പറേറ്റ് ചെയ്യാൻ അട്രാക്ട് ചെയ്യാൻ ചെയ്യുന്നത്. So this is what is the government expecting? Around 30,000 crores of investment from the private sector. That's what the government is expecting. So government investment ചെയ്യും, പ്രൈവറ്റ് സെക്ടർ ഏകദേശം 30,000 കോടിയോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതാണ് നമ്മൾ ഈ ന്യൂ ഇന്ത്യ ന്യൂ റെയിൽവേ ഇനീഷ്യേറ്റീവിൽ എൻവിസേജ് ചെയ്യുന്നത്. സോ ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PPP മോഡലാണ്. The responsibility of financing, procuring
operating and the maintenance of the trains, and freedom of pricing will be for the private players. ഈ private operator ട്രെയിനുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ complete operation കാര്യങ്ങൾ, even the pricing will be under the hands of the private players. This is going to be a problematic area because government ഈ pricing ഗവൺമെന്റിന് യാതൊരു രീതിയിലുള്ള കൺട്രോൾസും ഇല്ല എന്നുണ്ടെങ്കിൽ over the period of time the private trains are going to increase. ഇപ്പോൾ വളരെ nominal number of ട്രെയിനുകളേ ഉള്ളൂ, so people don't care that much even if they overcharge. പക്ഷേ over the period of time this is going to increase. So അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവർ ഓവർചാർജ് ചെയ്യുന്ന സമയത്ത് it's going to be a problem. It's going to create disparities, all this type of things. For example, അവർ ഓവർചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ and if they are providing better services, the people in the upper streams of or the of economic mobility അല്ലെങ്കിൽ economically well off ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. So this type of segregation ഉള്ള possibilities ഒക്കെ ഇവിടെ റൈസ് ചെയ്യാൻ പറ്റും. So it is going to be a bidding process to be completed by 2021, and 2023-24 കൂടി substantial amount of private players or private ട്രെയിനുകൾ വരുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. So that's basically about the new Indian New Railway initiative. Okay. These are very theoretical things. ഒരുപാട് analytical സ്കോപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് I am going fairly fast over here. Clear അല്ലേ? മനസ്സിലാവുന്നില്ലേ? Yes, sir. Okay. Now the government has also launched something called as a Kisan Rail. So Kisan Rail's objective എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾക്ക് ബെറ്റർ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന വലിയൊരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ ഇന്ത്യയിൽ കൃത്യമായുള്ള കോൾഡ് സ്റ്റോറേജുകളോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത്. സോ കിസാൻ റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020-21 ബജറ്റിൽ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. സോ അണ്ടർ ദിസ് വാട്ട് ദ ഗവൺമെന്റ് ഈസ് സേയിങ് ഈസ് ദാറ്റ് റെഫ്രിജറേറ്റഡ് ആയുള്ള കോൾഡ് സ്റ്റോറേജുകൾ പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ട്രെയിനുകൾ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് ആ ട്രെയിനുകളുടെ പർപ്പസ് എന്തായിരിക്കും, ഈ പെറിഷബിൾ പ്രൊഡക്റ്റുകൾ, ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ മിൽക്ക്, മീറ്റ്, ഫിഷ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലോട്ട് സീംലെസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പൊ ഫാമേഴ്സിന് ഇത് എളുപ്പമാണ്. ജസ്റ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മതി, റെയിൽവേ സ്റ്റേഷനുകളിലോട്ട് എത്തിച്ചാൽ മതി. ദേ ക്യാൻ ട്രാൻസ്പോർട്ട് ഇറ്റ് ടു എനി പാർട്ട് ഓഫ് ദി നേഷൻ. ആൻഡ് ഇപ്പോ നമ്മൾ ഫാം ലോസ് റിപ്പീൽ ചെയ്തു. Had the farm laws not been repealed, അല്ലെങ്കിൽ we don't know whether this will come back after the elections or not. So farm laws repeal ചെയ്ത് കഴിഞ്ഞാൽ you can sell to anyone എന്നുള്ളതാണ്. You do not have to take it through the APMCs. So അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെയുള്ള, let's assume I am a horticultural crop producer, ഒരു എന്തെങ്കിലും ഒരു പച്ചക്കറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ പ്രൊഡക്റ്റിന് നല്ല വില തരാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാൾ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ ഈ കിസാൻ റെയിൽ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ജസ്റ്റ് എനിക്കിതിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട് പാർസൽ ചെയ്യുന്നത് പോലെ നമ്മളുടെ പെറിഷബിൾ പ്രൊഡക്റ്റുകൾ വളരെ സേഫ് ആയിട്ട് പെറിഷ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്കീം കിസാൻ റെയിൽ. പിന്നെ ഗവൺമെന്റ് ഒരു നാഷണൽ റെയിൽ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നാഷണൽ റെയിൽ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സിസ്റ്റിംഗ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പലയിടത്തും ഇന്നും കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇന്നും സിംഗിൾ ലൈനാണ്. ഡബ്ലിംഗ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഡബ്ലിംഗ് കംപ്ലീറ്റ് ആവാത്ത ഏരിയാസ് ഉണ്ട്. സോ ഈ 2030 കൂടിയിട്ട് നമ്മളുടെ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യാം. നമുക്ക് 2050 വരാൻ പോകുന്ന ഒരു ട്രാഫിക് റിക്വയർമെന്റുകൾ എത്രയാണ് എന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ഈ ട്രാഫിക് റിക്വയർമെന്റുകൾക്ക് അനുസരിച്ചിട്ടുള്ള റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴേ 2030 കൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നാഷണൽ റെയിൽ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ കംപ്ലീറ്റ് റെയിൽ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽ റിലേറ്റഡ് എന്നുള്ള മാത്രമല്ല നമ്മൾ ടോട്ടൽ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെയില്, റോഡ്, പിന്നെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിലോട്ട് മാപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാനും കൂടി നാഷണൽ റെയിൽ പ്ലാനിലോട്ടുണ്ട്. ഇപ്പൊ റെയിൽവേസിൻ്റെത് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും, ബിക്കോസ് റെയിൽവേസിൽ അത്യാവശ്യം കൃത്യമായുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഹൗ ക്യാൻ യു ബ്രിങ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്? ഇപ്പൊ എവിടെയൊക്കെയാണ് റോഡുകൾ ഉള്ളത് എന്നുള്ളത് സർക്കാരിന് പോലും കൃത്യമായിട്ട് അറിയില്ല. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ചലഞ്ച്. ബട്ട് ഇഫ് ദിസ് കംസ് ഔട്ട്, ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ആംബിഷ്യസ് ആൻഡ് എ വെരി യൂസ്ഫുൾ പ്രൊജക്ട് ആസ് വെൽ. ഓക്കെ. സോ അവിടെ നിന്ന് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നുള്ള ഏരിയാസിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ദ ഗവൺമെന്റ് ഈസ് ഫോക്കസിങ് ഓൺ ദ റെയിൽ പ്ലാൻ ഈസ് സ്ട്രാറ്റജൈസിങ് എ മോഡൽ ഷിഫ്റ്റ് ടു റെയിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഫ്ലൈറ്റിന്റെ ഒക്കെ വലിയൊരു പോർഷൻ നമ്മൾ ഈ ക്രോസ് സബ്സിഡൈസേഷൻ ഒക്കെ കാരണം റോഡ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് എഫിഷ്യന്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ.
സോ അതിനെ റോഡിൽ നിന്ന് റെയിൽവേസിലോട്ട് നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം, ആ ഒരു മോഡൽ ഷിഫ്റ്റിന്റെ പോസിബിലിറ്റീസും കൂടി നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ ദി ഗവൺമെന്റ്സ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പ്രസന്റ്ലി ടോട്ടൽ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടിൽ റെയിൽവേസിന്റെ ഷെയർ ആകെ 27% മാത്രമേ ഉള്ളൂ. ബാക്കി റോഡൊക്കെ വഴിയാണ് നടക്കുന്നത്. അപ്പൊ ഈ 27 നിന്ന് 45 എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. സോ മോഡൽ ഷിഫ്റ്റ് ടു റെയിൽ 27 to 45. പിന്നെ അതുപോലെ തന്നെ മാപ്പിംഗ് ദ ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ക്രിയേറ്റിംഗ് ദ ഇൻഫ്രാസ്ട്രക്ചർ to meet the requirements of 2050. Clear alle? Okay, now telecom sector. Telecom is like നമ്മുടെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ടർ ആണ്. സോ ഈ ഒരു സെക്ടറിൽ we have this jam trinity, right? Jan-Dhan, Aadhaar, mobile, all these things. നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ ബാങ്കിങ് പോലുള്ള കാര്യങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യാവുന്നുണ്ട്. നമ്മുടെ പല DBT പോലുള്ള അല്ലെങ്കിൽ പല സബ്സിഡി സ്കീമുകളും ഒക്കെ നമ്മൾ മൊബൈൽ വെച്ചിട്ടൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓൾ ദീസ് തിങ്സ് ഈ ടെലികോം സെക്ടർ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മറ്റേ ബാങ്കിങ് കറസ്പോണ്ടൻസ് സ്കീമുകളുണ്ട്. വീട്ടില് ആളുകൾ വന്നിട്ട് നമ്മൾ ഏതോ ഒരു സീരീസിൽ ഇപ്പൊ കരിക്കിന്റെ സീരീസിലാന്ന് തോന്നുന്നു, മറ്റേ ഇതെന്താ വാക്കിംഗ് ATM അങ്ങനെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ വീടുകളിൽ നമുക്ക് പൈസ കൊണ്ടുവരുന്ന മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള ക്ലാസ് ടോപ്പിക് ഡിസ്കസ് ചെയ്ത്, ഫെർട്ടിലൈസർ സബ്സിഡി എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഊർവരക എന്നുള്ള പുതിയ പോർട്ടലിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ ഫെർട്ടിലൈസേഴ്സിന് സബ്സിഡി കൊടുക്കുന്ന സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ മാറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, റൂറൽ ഏരിയാസിൽ ഒരു ഫാർമറിന് നമ്മളെ ഒരു ഫെർട്ടിലൈസറിന്റെ പാക്കേജ് കൊടുക്കുന്ന സമയത്ത് ആധാർ ബേസ്ഡ് അല്ലെങ്കിൽ അവരുടെ ഫിംഗർ പ്രിന്റ് ബേസ്ഡ് ഓതറൈസേഷൻ വേണം. അതിന് POS മെഷീനുകളും നമ്മുടെ ഇന്ന് റേഷൻ കടകളിലൊക്കെയുള്ള പോലെ മെഷീനുകൾ അവിടെയുണ്ട്. പക്ഷേ ഈ മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം. ഇന്ത്യയിലെ റൂറൽ ഏരിയാസിന്റെ വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. സോ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ ഭാരത് നെറ്റ് പോലുള്ള പ്രൊജക്ടുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഭാരത് നെറ്റ് സ്കീം. വെരി സിമ്പിൾ സ്കീമാണ്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ സ്പെസിഫിക്സ് ഓഫ് ദാറ്റ് സ്കീം. So go into what is Bharat Net schemes or the National Optic Fiber Network is, all these type of things. So the government is thinking about addressing the issue of digital divide. And then digital divide. What is digital divide? സാറേ ഡിജിറ്റൽ ആക്സസിബിലിറ്റി ഇല്ലാത്തല്ലേ, ഒരു സെക്ടറിനുണ്ട് ഒരു സെക്ടർ ഇല്ലാത്ത അവസ്ഥയല്ലേ ഉദ്ദേശിക്കുന്നത്? Yes, അതാണ് ഡിജിറ്റൽ ഡിവൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So isn't that an obstacle for inclusive growth? Yes, sir. So that's definitely an obstacle for inclusive growth. അടുത്ത നമ്മുടെ ടോപ്പിക് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. അതിലുള്ള പല ഡയമെൻഷനുകളാണ് ഈ പറയുന്നതൊക്കെ. സോ ഇൻക്ലൂസീവ് ഗ്രോത്തിൽ ഒരു കൃത്യമായ ഡിജിറ്റൽ ആക്സസ് ഇല്ലാത്ത അല്ലെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്തിനുള്ള ഒരു വിലങ്ങുതടിയാണ്. Now going by 2020 data, India's overall tele density is 86.6%. Tele density എന്ന് ഉദ്ദേശിക്കുന്നത് number of telephone connections per populations. 86.6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 86.6 ആളുകൾക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വാട്ടെവർ എന്തെങ്കിലും ഒരു ഫോം ഓഫ് ടെലിഫോൺ കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ഡിസ്പാരിറ്റി വരുന്നത് വെൻ യു ലുക്ക് അറ്റ് ദ റൂറൽ വേഴ്സസ് അർബൻ എന്നുള്ളതാണ്. റൂറൽ ഏരിയാസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെലി ഡെൻസിറ്റി വെറും 15 ആണും അർബൻ ഏരിയാസിൽ ഇത് 139 ആണ്. ഇന്ന് മിക്കവാറും ആളുകൾക്ക്, കേരളത്തിലൊക്കെയുള്ള മിക്കവാറും ആളുകൾക്ക് രണ്ട് സിം ഉണ്ട്, 2 ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ 2 സിം എന്തായാലും ഉണ്ട്. സോ ഈ ഒരു 2 സിം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ ആവറേജിനെ മുകളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ എവറി വൺ ഹാവ് ആക്സസ്. I don't know whether I will take internal security for you. ഇനിയിപ്പോൾ ഓഫ്ലൈൻ ആവുന്ന സ്ഥിതിക്ക് ഞാനായിരിക്കില്ല എടുക്കുക. സോ നമ്മൾ ഇന്റേണൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ് സൈബർ സെക്യൂരിറ്റി. അവിടെ സൈബർ ഡിവൈഡ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഇന്ത്യയിൽ യാതൊരു രീതിയിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അറൌണ്ട് 14-15% ഓഫ് ആളുകൾക്ക് ഒരു ഡിജിറ്റൽ ഒരു കണക്ടിവിറ്റി ഇല്ല. ഒരു ലാൻഡ് ഫോൺ പോലും കണക്ടിവിറ്റി ഇല്ലാത്ത ആളുകളുണ്ട്. സോ ദിസ് ഇസ് എ സ്റ്റേറ്റ്. ഇപ്പൊ ഈവൻ 2020 കണക്കുകളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വളരെ
പ്രോപ്പർ ആയിട്ടുള്ള നെറ്റുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അറൌണ്ട് ഒരു ബിലോ 20% ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വെറും ഒരു ഫീച്ചർ ഫോണിൽ ജീവിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് കഫേകളിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസുകളിലോ മാത്രമുള്ള കണക്ടിവിറ്റിയാണ്. സോ ഓൾ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്പാരിറ്റീസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പൊ നമ്മളുടെ ഒരു ടെലികോം പോളിസിയുടെ അല്ലെങ്കിൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയാസിലോട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയായിരിക്കണം. അല്ലാതെ അർബൻ ഏരിയാസിൽ മാത്രം പുതിയ ഫെസിലിറ്റീസ് 3G മാറ്റി 4G വന്നു, 4G വന്ന് 5G വന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. റൂറൽ ഏരിയാസിൽ 2G പോലും ഇല്ലാത്ത സമയത്ത് അർബൻ ഏരിയാസിൽ 5Gയും 6Gയും വന്നത് കൊണ്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. സോ inclusivity is a very important component over here. Now, another important aspect of our infrastructure is the petroleum and the natural gas. So, ലോകത്തില് US-ഉം ചൈനയും കഴിഞ്ഞാൽ 3rd ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ ഇന്ത്യയാണ്. ലോകത്തിന്റെ എനർജി കൺസംഷന്റെ 5.8% ഇന്ത്യയാണ് കൺസ്യൂം ചെയ്യുന്നത്. ബട്ട് പെർ ക്യാപിറ്റ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വളരെ താഴോട്ടാണ് വരുന്നത്. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ US ലീഡിംഗ് യൂസർ ആണ്. വാട്ട് ഇസ് US പോപ്പുലേഷൻ? 30-something crores. What is India's population? 137 crores. So that difference definitely over there. പക്ഷെ ഇന്ത്യയുടെ എനർജി പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ എനർജി കൺസംഷൻ ബാസ്കറ്റിൽ മേജർ പ്രൊപ്പോർഷൻ 2 കാര്യങ്ങളാണ്: കോൾ ആൻഡ് ക്രൂഡ് ഓയിൽ. സോ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താ? ഈ കോൾ ആവട്ടെ ക്രൂഡ് ഓയിൽ ആവട്ടെ, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വളരെ ഡിസ്മലാണ്. ക്രൂഡ് ഓയിൽ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ലിമിറ്റഡ്. ഇപ്പോൾ ആസാമിലെ ദിഗ്ബോയ് അല്ലെങ്കിൽ മുംബൈ ഹൈ, അങ്ങനെ വളരെ കുറച്ച് ഏരിയാസിൽ നമുക്ക് ക്രൂഡ് ഓയിലിന്റെ അവൈലബിലിറ്റി ഉള്ളൂ. ദാറ്റ്സ് എ പ്രോബ്ലം. പക്ഷെ അപ്രോക്സിമേറ്റ്ലി 30 to 34 മെട്രിക് മില്യൺ ടൺ. കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോളൊക്കെ ഉണ്ട്, പക്ഷെ അത് നോൺ കോക്കിംഗ് കോളാണ്. അതൊരു ഹൈ ക്വാളിറ്റി കോൾ അല്ല ഇന്ത്യയിലുള്ളത്. സോ നമ്മൾ ഈ സ്റ്റീൽ പോലെയുള്ള അയൺ ആൻഡ് സ്റ്റീൽ പോലുള്ള ഇൻഡസ്ട്രികളിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമായുള്ള കോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ആ ഹൈ ക്വാളിറ്റി കോക്കിംഗ് ക്വാളിറ്റി കോൾ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു സീരിയസ് ഏരിയ ഓഫ് ലിമിറ്റേഷൻ ആണ്. Now, have you heard about this thing called as a strategic petroleum reserve? SPR കേട്ടിട്ടുണ്ടോ? This is important. Yes. എന്താണ് SPR? അതായത് എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഇന്ത്യയിൽ റിസർവ് ആയിട്ട് വെച്ചേക്കുന്ന പെട്രോളിയം സോഴ്സുകളെ നമ്മൾ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വളരെ ഡിസ്മലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ ഷോക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി പോസിബിൾ ദാറ്റ് ഇന്റർനാഷണൽ ഇമ്പോർട്ട്സ് ഓഫ് ദി ക്രൂഡ് ഓയിൽ മേ ബി നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ്. അതുകൊണ്ട് അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ISPRL, ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ എൻറ്റിറ്റി ഉണ്ട്. അവർ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ട് ദേ ആർ ഡൂയിങ് ഈസ്, ഈ അണ്ടർഗ്രൗണ്ട് കെവേണുകളായിട്ട് പ്രസന്റിൽ 3 സ്ഥലങ്ങളിൽ, phase 1 വിശാഖപട്ടണം, മാംഗ്ലൂർ, പഡൂർ എന്ന് വെച്ചാൽ കർണാടകയിലെ ഒരു സ്ഥലമാണ്. ഈ 3 സ്ഥലത്തും വിശാഖപട്ടണത്തിൽ ഒരു 1.33 മില്യൺ മെട്രിക് ടൺ, മാംഗ്ലൂരിൽ ഒരു 1.5 MMT, പഡൂരിൽ ഒരു 2.5. സോ മൊത്തം ഒരു 5.33 മില്യൺ മെട്രിക് ടൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പെട്രോളിയം. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും നമ്മളുടെ ഒരു പെട്രോളിയം വരുന്നത് നിന്ന് കഴിഞ്ഞാൽ, സോഴ്സുകൾ വരുന്നത് നിന്ന് കഴിഞ്ഞാൽ ഒരു 10-14 ഒരു അപ്രോക്സിമേറ്റ്ലി 2 ആഴ്ചകളും ഡൊമസ്റ്റിക് റിസർവുകൾ ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടുകളിൽ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി അറൌണ്ട് 5.33 മില്യൺ ടൺ ആണ്. അടുത്ത ഘട്ടമായിട്ട് ഗവൺമെന്റ് 2 കൂടുതൽ കൺസ്ട്രക്ട് ചെയ്യും. ലൊക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ലൊക്കേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം. സോ ചണ്ഡീഗഡ്, ഒഡീഷയിലെ ചണ്ഡീഗഡിൽ ഒരു 4 മില്യൺ മെട്രിക് ടണ്ണും കർണാടകയിലെ പഡൂരിൽ ഒരു 2.5 മില്യൺ മെട്രിക് ടണ്ണും കൂടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി നൗ ഓൾറെഡി ഒരു 5.33 ഉണ്ട്, ഇനി ഒരു 6.5 മില്യൺ മെട്രിക് ടണ്ണും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ലാർജർ ഐഡിയ ഓഫ് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ്. ക്ലിയർ അല്ലേ? കോള് ജോഗ്രഫിയിൽ എടുത്തതാണോ? കോൾ മൈനിങ്, ഓൾ ദീസ് തിങ്സ് geography തുടങ്ങിയിട്ടോ സർ? Okay. You will be coal, the qualities of coal, the Gondwana coal, the tertiary coal, what type of coal we have in India, the coking coal, non-coking coal, അതൊക്കെ ജോഗ്രഫിയിൽ എടുക്കും. ബിക്കോസ് കോള്, ഇന്ത്യയിൽ കോൾ ഉണ്ട്, പക്ഷേ എല്ലാ കോളും ഒരുപോലെയല്ല. We do not have this 2 type, Gondwana coal ഉണ്ട്, tertiary coal ഉണ്ട്. അത് ഏത് പീരിയഡ് ഓഫ് ഫോർമേഷൻ എന്നുള്ളതിന്, ഗോണ്ട്വാന പീരിയഡ്, ടെർഷ്യറി പീരിയഡ് ഏത് പീരിയഡിലാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്
അതിന്റെ പ്രോപ്പർട്ടീസിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കോൾ ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഹൈ ക്വാളിറ്റി കോൾ അല്ല നമുക്കുള്ളത്. ഓക്കെ, പവർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പക്ഷെ പവറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് റീസെന്റ് പവറിന്റെ സെക്ടറിൽ നോക്കുന്ന സമയത്ത് നമ്മൾ വി ആർ സീയിങ് എ സബ്സ്റ്റാൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഡിമാൻഡ് സൈഡിലും സപ്ലൈ സൈഡിലും നമ്മൾ വലിയ ട്രാൻസ്ഫോർമേഷൻ കാണുന്നു. ഡിമാൻഡ് സൈഡിൽ വി ആർ ഫേസിങ് ദിസ് ഇഷ്യൂ ഓഫ് യൂണിവേഴ്സൽ ഇലക്ട്രിഫിക്കേഷൻ. ഇന്ന് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന പ്രകാരം നമ്മൾ ഇന്ത്യയുടെ എല്ലാ വില്ലേജുകളും ഇലക്ട്രിഫൈഡ് ആണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇലക്ട്രിഫൈഡ് ആണ്. ഇലക്ട്രിഫൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വില്ലേജിൽ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇലക്ട്രിഫൈഡ് ആണ് എന്നാണ്. അതുപോലെ തന്നെ നമ്മളുടെ സൗഭാഗ്യ പോലുള്ള സ്കീം പ്രകാരം എല്ലാ വീടുകളും ഇലക്ട്രിഫൈ ചെയ്യാനുള്ളതാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ദാറ്റ് സംതിങ് ദാറ്റ് വെരി കോമിക്കൽ. ഇലക്ട്രിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ബൾബ് ഉണ്ടാവും, ഒരു ബൾബ് ഉണ്ടെങ്കിൽ ഇലക്ട്രിഫിക്കേഷനാണ്. ആ ബൾബ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. ആ കൊടുത്ത ബൾബ് തീർന്നു കഴിഞ്ഞാല് പിന്നെ അവരത് മാറ്റുന്ന പോലുമില്ല. Then still they are in light. That's the sad side of the story that exists in many parts of India. That's on the demand side നടക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സൽ ഇലക്ട്രിഫിക്കേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കൂടുന്നുണ്ട്. പക്ഷെ സപ്ലൈ സൈഡിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. സപ്ലൈ സൈഡിൽ നമ്മൾ ഇത്രയും കാലം ക്രൂഡ് ഓയിൽ, കോള് പോലെയുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നാണ് ലാർജ്ലി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ റിന്യൂവബിൾ എനർജിയിലുള്ള ഷിഫ്റ്റ് പോകുന്നുണ്ട്. സോ സപ്ലൈ സൈഡിലും ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. സോ പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാണേണ്ടുന്ന ഈ ഒരു എനർജി ഡെഫിസിറ്റില് ഈവൻ നമ്മളുടെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് പോലും യെസ് LPG കണക്ടിവിറ്റി ആണ് ഉദ്ദേശിച്ചത് നന്ദു. വെരി ട്രൂ. വെരി ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഗവൺമെന്റ് ഒരു ഉജ്ജ്വല സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. ഞാൻ ആക്ച്വലി അതിന്റെ ഒരു പോളിസി റിവ്യൂ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് സിലിണ്ടർ യു ഗെറ്റ് എ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഫോർ ഫ്രീ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഗവൺമെന്റ് ഇറ്റ്സ് നോട്ട് ബേസിക്കലി ഫ്രീ അല്ലല്ലോ, തുടക്കത്തിൽ ഇൻസ്റ്റലേഷൻ അല്ലേ നടക്കുന്നുള്ളൂ. സോ പിന്നീട് ആളുകൾക്ക് ഇത് റീഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. റീഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ സെറ്റിങ്ങും കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഈവൻ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള പോലും ആ സബ്സിഡൈസ്ഡ് പ്രൈസ് കൊടുക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി പോലും ഇന്ത്യയിൽ പല ഹൗസ് ഹോൾഡുകൾക്കും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നെ ആ സ്കീമിൽ വേറെയും ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്, ഒരുപാട് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വീടായി കഴിഞ്ഞാൽ പുക വേണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഹിന്ദു കൾച്ചറിലൊക്കെ സ്മോക്കിന് കുറച്ചൊരു ഡിവൈൻ റോൾ വരുന്നില്ലേ? സോ അവിടെ നമ്മൾ ഈ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് വീട്ടിൽ ഈ പുക വരുന്നില്ല. ഇപ്പൊ രാവിലെ സ്മോക്ക് വരാതിരിക്കുന്ന സമയത്ത് ഒരു കൾച്ചറലി ഒരു ഒരു പ്യൂരിഫിക്കേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ ഡയമെൻഷൻസ് കാരണം പല ആളുകളും ഇത് യൂസ് ചെയ്ത് അങ്ങനത്തെ പല ഡയമെൻഷനുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് തിങ് ഡെഫിനറ്റ്ലി ഹാപ്പൻസ് ഓൺ ദി LPG ഡയമെൻഷൻ. നൗ പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഡിമാൻഡ് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ നമ്മൾ എനർജി എഫിഷ്യൻസിയും എനർജി ഇന്റൻസിറ്റിയും കൂടുന്നുണ്ട്. എനർജി ഇന്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇറ്റ്സ് ബേസിക്കലി നമുക്ക് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എനർജി വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്രത്തോളം, ഫോർ എക്സാമ്പിൾ നമ്മൾ കോളിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര യൂണിറ്റ് കോൾ വേണം? അതാണ് എനർജി ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലോവർ ദി എനർജി ഇന്റൻസിറ്റി ദ ബെറ്റർ ഇറ്റ് ഈസ്. അതായത് കുറച്ച് കോള് മതി എന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പൊ റീസെന്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി ഇന്റൻസിറ്റി കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ എനർജി എഫിഷ്യൻസി കൂടുന്നുണ്ട്. ദാറ്റ്സ് എനർജി എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്കീം ഉണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് സ്കീം. ദിസ് ഇസ് കോൾഡ് ആസ് ദ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി എന്നുണ്ട്, അത് എനർജി ഇന്റൻസിറ്റീസ് ഓൺ ദി പ്രൊഡക്ഷൻ സൈഡ്. മിനിമം റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് എനർജി ഇന്റൻസിറ്റി പ്രൊഡക്ഷൻ സൈഡ് അല്ലെങ്കിൽ സപ്ലൈ സൈഡിലാണ്. എനർജി എഫിഷ്യൻസി ഇസ് ഓൺ ദ സപ്ലൈസ് ഇസ് ഓൺ ദ ഡിമാൻഡ് സൈഡ്. ഫോർ എക്സാമ്പിൾ, പണ്ട് നമ്മൾ നമ്മുടെ ഫ്ലൂറസെന്റ് ബൾബുകളോ അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പുകളോ യൂസ് ചെയ്യുന്നതിന് പകരം ഇന്ന് നമ്മൾ LED ബൾബുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പണ്ട് കിട്ടിയതുപോലെ തന്നെ ലൈറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ എനർജി റിക്വയർമെന്റുകൾ കുറവാണ്. അതുപോലെ തന്നെ ഈ പലപ്പോഴും ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലാണ്. സോ മെനി ഓഫ് യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ലാറി ബേക്കർ. കേട്ടിട്ടുണ്ടോ ലാറി ബേക്കർ? ആർക്കിടെക്ട്. സോ
ഈ ലോ കോസ്റ്റ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളാണ് ലാറി ബേക്കർ. സോ എന്റെ കംപ്ലീറ്റ് ക്യാമ്പസും ഞാൻ നിന്ന ഹോസ്റ്റലൊക്കെ ലാറി ബേക്കറിന്റെ കൺസ്ട്രക്ഷൻ ആണ്. സോ ലാറി ബേക്കറിന്റെ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റും ഫാനും ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും റൂമിൽ ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചവും കാറ്റും ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ലാറി ബേക്കറിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. സോ അതുപോലെയുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ബിൽഡിംഗ് കോഡുകളൊക്കെ ഉണ്ട്. ഈ ബിൽഡിംഗ് കോഡുകളിൽ പറയുന്നത്, ഇപ്പൊ പുതിയ വരുന്ന ഗ്രീൻ കോഡുകളൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യണം, ബിൽഡിങ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം, നാച്ചുറൽ വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റിങ്ങും യൂസ് ചെയ്യുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തുള്ള ലൈറ്റിംഗ് റിക്വയർമെന്റുകളൊക്കെ കുറക്കാൻ പറ്റും. സോ ഓൾ ദീസ് തിങ്സ്, ഇതൊക്കെയാണ് നമ്മുടെ നാഷണൽ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഡിമാൻഡ് സൈഡിൽ എങ്ങനെ നമുക്ക് എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. സോ ഓൾ ദീസ് തിങ്സ് നമ്മളിപ്പോ എനർജി ഇന്റൻസിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ആവുന്നുണ്ട്. Now let's have a very brief look at the mineral sector. Mineral sector എന്ന് പറയുമ്പോൾ we have this Mines and Mineral Development and Regulation Act of 1975. 2015 അതിൽ നമ്മൾ കുറച്ച് അമെൻമെന്റുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സോ നൗ ഇന്ത്യയിലുള്ള മിനറൽ ഓപ്ഷൻ, മിനറൽ ലൈസൻസ്, ഇപ്പൊ മിനറൽ കൺസെഷൻസ്. വാട്ട് ഈസ് ദിസ് മിനറൽ കൺസെഷൻ? ഇപ്പൊ നമുക്ക് മിനറൽ ബ്ലോക്കുകൾ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ബോക്സൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു മിനറൽ ആയിരിക്കാം. ആ മിനറൽ ആർക്കൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്ത് അവിടുന്ന് എക്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡു ഇറ്റ് ആസ് എൻ ഓപ്ഷൻ. ഓപ്ഷൻ ഇസ് ദ ബെസ്റ്റ് മെക്കാനിസം, റൈറ്റ്? ഡു യു റിമെമ്പർ, ഞാൻ ബാങ്കിങ് എന്നുള്ള ക്ലാസ് എടുത്ത സമയത്ത് നമ്മളൊരു NPA ക്രൈസിസ് പറഞ്ഞ സമയത്ത് നമ്മുടെ കോൾ ബ്ലോക്ക് അലൊക്കേഷനിലെ സ്കാമിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? It was quite some time back. I must have said, I have definitely said, ഇന്ത്യയിൽ ഇപ്പൊ NPA ക്രൈസിസിലുള്ള വലിയൊരു റോള് നമ്മുടെ കോൾ ബ്ലോക്ക് സ്കാമിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോൾ ബ്ലോക്ക് സ്കാമിന്റെ റോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ എനർജി അല്ലെങ്കിൽ കോൾ ബ്ലോക്ക് ഓപ്ഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുത്തു. ദാറ്റ് ഈസ് എ പ്രോബ്ലം. സോ ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ട്രാൻസ്പാരൻസി ഉണ്ട്, ബെസ്റ്റ് ബിഡർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ള പ്രോബ്ലമാറ്റിക് ആണ്. അതുകൊണ്ടാണ് ഈ MMDRAയിൽ നമ്മൾ എന്തെങ്കിലും അമെൻമെന്റ് വരുത്തിയിട്ട് ഇനി നമ്മൾ ഓപ്ഷൻ വഴിയാണ് പോകുന്നത്. സോ ഓപ്ഷനിങ് വിൽ ബ്രിങ് ഇൻ ട്രാൻസ്പാരൻസി ആൻഡ് ഗവൺമെന്റ് വിൽ ഗെറ്റ് ബെറ്റർ റിട്ടേൺസ്. ആൻഡ് എക്സ്പ്ലോറേഷൻ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നമ്മൾ നാഷണൽ മിനറൽ എക്സ്പ്ലോറേഷൻ ട്രസ്റ്റ്, ഒരു NMET എന്നുള്ള ട്രസ്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി അങ്ങോട്ടുള്ള ലീസ് ഇറ്റ്സ് ഫോർ എ യൂണിഫോം പീരിയഡ് ഓഫ് 50 years. 50 വർഷത്തെ ലീസാണ് ഇനി അങ്ങോട്ട് കൊടുക്കുന്നത്. All these things are there. And we are establishing a district mineral foundation. So district mineral foundation objective എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്ന്, ഇപ്പൊ എന്റെ ഡിസ്ട്രിക്റ്റിൽ എന്തെങ്കിലും ഒരു മൈനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മൈനിങ്ങിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ആ ഒരു മൈൻ ചെയ്യുന്ന ആളുകൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഈ DMF-ലോട്ട് കൊടുക്കണം. എന്നിട്ട് DMF ആ ഒരു പെർട്ടിക്കുലർ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടുത്തെ ലോക്കൽ ഏരിയാസിലുള്ള ഡെവലപ്മെന്റ്, അവിടെയുള്ള ആളുകൾക്ക്, കാരണം മൈനിങ് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് പൊല്യൂഷൻ അതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ചില ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും അല്ലെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ. നൗ ഇപ്പൊ റീസെന്റ് കോൾ ബ്ലോക്ക് ഓപ്ഷനുകളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. Haven't I explained to you about this captive mining? Captive mining. What is captive mining? Okay, ഇന്ത്യയിൽ ആരാണ് കോള് മൈൻ ചെയ്യുന്നത്? സോറി, സർ, കമ്പനീസ് ആണ് കോൾ മൈൻ ചെയ്തെടുക്കുന്നത്. വാട്ട് കമ്പനീസ്? So which companies? ഓൺ ചെയ്യുന്ന കോളിന്റെ മൈൻ ചെയ്ത്, ഞാൻ പറഞ്ഞ ക്യാപ്റ്റീവ് മൈനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഫൈൻ. സോ പിള്ളേരെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഐ തിങ്ക് യു മസ്റ്റ് ഹാവ് ബീൻ റെഫറിംഗ് ടു ദിസ് റാറ്റ് ഹോൾ മൈനിങ്. മേ ബി റാറ്റ് ഹോൾ മൈനിങ് ആണ് ഉദ്ദേശിച്ചത്, മേഘാലയയിലൊക്കെ നടക്കുന്നത്. ഓക്കെ, സോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോ ബേസിക്കലി വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് കോൾ മൈനിങ് ഇൻ ഇന്ത്യ? സോ ഐ ഗിവ് യു എ ലുക്ക് അബൌട്ട് ദാറ്റ്. സോ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്ന സമയത്ത് ദേ നീഡഡ് കോൾ. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോള് വേണമായിരുന്നു. സോ ഏകദേശം 1774 തൊട്ട് അവർ ഇന്ത്യയിൽ നിന്ന് കോള് മൈൻ ചെയ്യാൻ തുടങ്ങി.
it was a commercial mining. Commercial mining എന്ന് വെച്ച് കഴിഞ്ഞാൽ who is the owner of the coal in the nation? It's the public, or largely the government on behalf of the public, right? ഏതൊരു നാച്ചുറൽ റിസോഴ്സിന്റെയും ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പബ്ലിക് ആൻഡ് ഗവൺമെന്റ് ഹോൾഡ്സ് ഇറ്റ് ഓൺ ദ ബിഹാഫ് ഓഫ് ദി പബ്ലിക്. സോ ഗവൺമെന്റ് ബെസ്റ്റ് ബിഡർക്ക് ഓപ്ഷൻ ചെയ്ത് കൊടുത്തിട്ട് അവര് മൈൻ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ കൊമേഴ്ഷ്യൽ മൈനിങ് എന്ന് പറയുന്നത്. ആരാണ് ഏറ്റവും മികച്ച ബിഡ് കൊടുക്കുക, അവർക്ക് ഇത് കൊടുക്കുന്നു. എന്നിട്ട് അവരൊരു റോയൽറ്റിയും പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അവര് ആ മൈൻ ചെയ്ത കോൾ എടുത്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെല് ചെയ്യും. ദാറ്റ്സ് വാട്ട് കൊമേഴ്ഷ്യൽ മൈനിങ് ഈസ്. ഏകദേശം ഒരു 2 നൂറ്റാണ്ടോളം 1973 വരെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തൊരു മെക്കാനിസം ഇതായിരുന്നു. സോ അങ്ങനെയാണ് ഗവൺമെന്റ്. പക്ഷെ ഈ 1970 ഈ 2 നൂറ്റാണ്ടോളം ഈ മെക്കാനിസം ഉണ്ടായിട്ട് പോലും ഇന്ത്യയിൽ ഒരുപാട് പ്രോബ്ലംസ് ഗവൺമെന്റ് ഒബ്സർവ് ചെയ്യാണ്. ദ പ്രോബ്ലംസ് വാസ് ലൈക്ക് ഒരു 1960s 70s നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് അല്ലെ ഇവർ കോൾ മൈൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ പ്രൊട്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള യാതൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇവർ ചെയ്തിട്ടില്ല. ദിസ് ഈസ് വെരി അയോണിക്കൽ ബിക്കോസ് അന്നത്തെ പ്രൈവറ്റ് മൈനുകളെ ഗവൺമെന്റ് ഏറ്റെടുക്കാനുള്ള വൺ ഓഫ് ദ പ്രൈമറി സോ അന്ന് ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ മൈനിങ് എന്നുള്ള പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് കംപ്ലീറ്റ് മൈൻസിനെ ഗവൺമെന്റ് നാഷണലൈസ് ചെയ്തു. നാഷണലൈസ് ചെയ്തു എന്ന് വെച്ചാൽ ഗവൺമെന്റ് കൺട്രോളിലോട്ട് ഏറ്റെടുത്തു. ഗവൺമെന്റ് കൺട്രോളിൽ ഏറ്റെടുത്തിട്ട് അതിനു മുമ്പ് പ്രൈവറ്റ് പ്ലേയേഴ്സിന് എന്തുണ്ടായിരുന്നു, ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് മൈൻ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ സെല് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി ലൈസൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിവിടെ എന്താ ഗവൺമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് തുടങ്ങുകയാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. എന്നിട്ട് കംപ്ലീറ്റ് മൈനുകളും കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ അണ്ടറിലോട്ട് കൊടുത്തു. കോൾ ഇന്ത്യ ലിമിറ്റഡും അതുപോലെ തന്നെ SCCL സിംഗറേനി കോളിയറീസ് കമ്പനി ലിമിറ്റഡ്, ഈ 2 കമ്പനീസ് ആണ് ഗവൺമെന്റിന്റെ അണ്ടറിൽ കോൾ മൈനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് പറയുന്ന ഏറ്റവും പ്രൈം റീസൺ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു. നൗ നമ്മൾ ഈ നാഷണലൈസേഷൻ ചെയ്തിട്ട് ഏകദേശം 5 ഡെക്കേഡായി. ഇന്ന് ഇന്ത്യയിലുള്ള കോൾ സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡിസ്മൽ, അബ്സല്യൂട്ട്ലി ഡിസ്മൽ. ഇതിനേക്കാളും ബെറ്റർ ഇന്ന് ആളുകൾ പറയുന്നത് കോൾ ഇന്ത്യയുടെ അടുത്ത് കൊടുത്തിട്ട് 5 ഡെക്കേഡായിട്ട് ഇന്ത്യയുടെ കോൾ മൈനുകളിൽ യാതൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും വന്നിട്ടില്ല. അത് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടിരുന്ന ഒരു കോൾ ക്രൈസിസ്, ഇതുപോലുള്ള ക്രൈസിസ് വരില്ലായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ക്രൈസിസ് വന്നു എന്ന് കോൾ ഇന്ത്യ പറയുന്നത്? അല്ല എന്താണ് ഇപ്പൊ ക്രൈസിസ് വരാനുള്ള കാരണം? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ക്രൈസിസ്? ഇപ്പൊ ഒരു കോൾ ക്രൈസിസ് ഉണ്ടായല്ലോ. വാട്ട് വർ ദ റീസൺസ് ഫോർ ദിസ് ക്രൈസിസ്? ഒന്ന്, ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന പീരീഡിൽ ഒരു സ്ലംപ് ആയിരുന്നു. അതായത് കോളിന്റെ ഡിമാൻഡ് കുറവായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ അവർ സപ്ലൈ കട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ ഡിമാൻഡ് കൂടി കഴിഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം നമുക്ക് സപ്ലൈ വന്നില്ല. പിന്നെ മൺസൂൺ സീസൺ അണ്ടർ പ്രിപ്പയർഡ്നെസ് ഉണ്ടായിരുന്നു കോൾ മൈനിങ് ഏരിയാസിന്റെ ഇടയിൽ നിന്ന്. ഓക്കെ, ദീസ് ടു അതർ മേജർ കോൾ ഇന്ത്യ പറയുന്ന കാരണങ്ങൾ ഇതാണ്. സോ യു ലുക്ക്, ഒന്ന് മൺസൂൺ സീസൺ. മൺസൂൺ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് പോയി, ഫ്ലഡിങ് ഓഫ് മൈൻസ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ കോൾ മൈൻസ് ഫ്ലഡ് ചെയ്യപ്പെടുന്നത്? അല്ല. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് വെരി റിക്കറന്റ്ലി. എല്ലാ വർഷവും അല്ലെങ്കിൽ മിക്കവാറും വർഷങ്ങളിലൊക്കെ നടക്കുന്ന ഒരു ഫിനോമിനയാണ്. പക്ഷേ ദേ ഷുഡ് ഹാവ് ബീൻ ബെറ്റർ പ്രിപ്പയർഡ്. പക്ഷെ എല്ലാ വർഷവും റിക്കറന്റ് ആയിട്ട് ഫ്ലഡിങ് നടക്കുന്ന സമയത്തും കോൾ ഇന്ത്യ ഇതിനെ ഫൈറ്റ് ചെയ്യാനുള്ള യാതൊരു മെക്കാനിസംസോ ഇൻവെസ്റ്റ്മെന്റോ നടത്തിയിട്ടില്ല. ദാറ്റ് ഈസ് ഓൺ ദി വൺ ഫ്രണ്ട്. അത് ഫ്രണ്ട് പറയുന്നത് എന്താ, ഇപ്പോ കോളിന്റെ ഡിമാൻഡ് കുറവായിരുന്നു, പെട്ടെന്ന് കൂടിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കോളിന്റെ ഡിമാൻഡ് കുറയുന്ന നമുക്കറിയാം. COVID-19 കാരണം പാൻഡമിക് വന്ന സമയത്ത് ദിസ് ഇസ് എവ്രി വൺ ന്യൂ ദാറ്റ് ദി എക്കോണമി വാസ് ഗോയിങ് ടു റിവൈവ് ബാക്ക്. റിവൈവ് ചെയ്യുന്ന സമയത്ത് പഴയ ലെവലിൽ എനർജി പ്രൊഡക്ഷൻ എത്തും. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദി കോൾ ഇന്ത്യ ടു പ്രൊഡ്യൂസ് ദാറ്റ്. അപ്പൊ അവര് they were not able to പെട്ടെന്ന് കോൾ മൈനിങ് ഇൻക്രീസ് ചെയ്യാനുള്ള മെക്കാനിസംസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. സോ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഫ്രണ്ടില് കോൾ ഇന്ത്യ ഈസ്
something that വേറെയും ഒരുപാട് റീസൺസ്. ഇഫ് യു സ്പീക്ക്, ഐ വാസ് അറ്റൻഡിങ് എ ലെക്ചർ ബൈ പഴയ കോൾ ഇന്ത്യയുടെ ഒരു ചെയർപേഴ്സൺ ഉണ്ട്. പീപ്പിൾ ഫ്രം ഇൻസൈഡ് ദ കോൾ ഇന്ത്യ വിൽ കീപ്പ് ഓൺ ഡിഫെൻഡിങ്. വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് CSR വർക്ക് ചെയ്യുന്നുണ്ട്, റെയിൽവേസിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് കോൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ട് കോൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നഷ്ടത്തിൽ ഓടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ വാട്ട് എവർ ഇറ്റ് ബി, ദർ ഇസ് നോ ഇൻവെസ്റ്റ്മെന്റ് ഹാപ്പനിങ് ആൻഡ് ദിസ് പ്രൈവറ്റൈസേഷൻ ഹാസ് നോട്ട് ബീൻ, നാഷണലൈസേഷൻ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗെറ്റ് ഇറ്റ്സ് ബെനിഫിറ്റ്. നൗ പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കോൾ മൈനേഴ്സ് ഈ ലേബർ അൺസയന്റിഫിക് ആയിട്ടുള്ള കോൾ മൈനിങ് പ്രാക്ടീസുകളാണ്. ദിസ് ഇസ് മോർ ഫോർ യു ജോഗ്രഫി ഡിബൈറ്റ്. വി ഹാവ് ദിസ് ഓപ്പൺ ഷാഫ്റ്റ് മൈനിങ് പോലുള്ള പല ടൈപ്പ് ഓഫ് മൈൻസ് ഉണ്ട്. അപ്പൊ വളരെ അൺസയന്റിഫിക് ആയിട്ടുള്ള മൈനിങ് പ്രാക്ടീസുകളായിരുന്നു നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ പ്രൈവറ്റ് കോൾ മൈനേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലേബർ കണ്ടീഷൻസ് ഒന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല. ലേബർ കണ്ടീഷൻസ് ഈവൻ കോൾ ഇന്ത്യയുടെ പല മൈനുകളിൽ പോലും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഡിസാസ്റ്റർസ് ആയിട്ടുള്ള സിറ്റുവേഷന്. കോൾ ഇന്ത്യ ഒരു ഗവൺമെന്റ് എൻറ്റിറ്റിയാണ്, പക്ഷെ ഇതിൽ വരുന്ന ഒരുപാട് ആളുകൾ കോൺട്രാക്ട് വർക്കേഴ്സ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഈ കോൺട്രാക്ട് വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള സേഫ്റ്റി ഗിയറുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ മൈൻ ഇടിഞ്ഞ ആളുകൾ മരിച്ചു എന്ന് കേൾക്കുന്നത് പലപ്പോഴും ഗവൺമെന്റ് മൈനുകളിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ഇസ് എ ലാർജർ കണ്ടെക്സ്റ്റ്. സോ 1973 തൊട്ട് നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ ഗവൺമെന്റ് കോൾ മൈൻ ചെയ്യും, എന്നിട്ട് സെല്ല് ചെയ്യും, ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് അവിടുന്ന് മേടിക്കുക എന്നുള്ള മെക്കാനിസം ആയിരുന്നു. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ ക്യാപ്റ്റീവ് മൈനിങ് എന്ന് പറയുന്നത്. 1990s ശേഷം വരുന്ന ഒരു മെക്കാനിസമാണ്. ക്യാപ്റ്റീവ് മൈനിങ് എന്താണെന്ന് വെച്ചാൽ ദർ ആർ സെക്ടേഴ്സ് ലൈക്ക് സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി. സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ കോൾ അനിവാര്യമാണ്. സോ ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനി, മേ ബി ടാറ്റ സ്റ്റീൽ, ഡിസൈഡ് ചെയ്യാണ് ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് പറയാണ് ഞങ്ങൾക്ക് കുറച്ച് കോൾ ബ്ലോക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വയം മൈൻ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പൊ ഗവൺമെന്റ് ഇവർക്ക് കോൾ ബ്ലോക്ക് കൊടുക്കുന്നു. പക്ഷെ കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം, യെസ് വി വിൽ ഗീവ് യു കോൾ ബ്ലോക്ക്, ബട്ട് ദ തിങ് ഈസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന കോള് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. യു കനോട്ട് സെൽ ഇറ്റ് ഇൻ ദ മാർക്കറ്റ്. എക്സസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ യു കനോട്ട് സെൽ ഇറ്റ് ഫോർ ദി മാർക്കറ്റ്. സോ ബേസിക്കലി കൊമേഴ്ഷ്യൽ കോൾ മൈനിങ് എന്നുള്ള ഒരു കാര്യം ഇന്ത്യയിൽ ഇത്രയും കാലം ഇല്ലായിരുന്നു. സോ ഈവൻ ദി കൊമേഴ്ഷ്യൽ മൈനിങ് ദാറ്റ് വാസ് ദർ ഹാഡ് എൻഡ് യൂസ് റെസ്ട്രിക്ഷൻ. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് ഒരു 41 കോൾ ബ്ലോക്കുകൾ ഓപ്ഷൻ ചെയ്യാൻ പോകണം ആസ് പാർട്ട് ഓഫ് ദി ആത്മനിർഭർ ഭാരത് അഭിയാൻ. സോ ഒരു എൻഡ് യൂസ് റെസ്ട്രിക്ഷൻസും ഇല്ലാതെ പ്രൈവറ്റ് പ്ലേയേഴ്സിന് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ലിബറലൈസേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ ടെലികോം സെക്ടറിലുള്ള ഈവൻ BSNL പോലും സർവീസ് ഇംപ്രൂവ് ആയി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ കോമ്പറ്റീഷൻ വന്നു. കോൾ എന്നുള്ള സെക്ടറിൽ കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കോൾ ഇന്ത്യ പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒന്നും നടത്താറുള്ളത്. സോ ദിസ് കോൾ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ഇപ്പൊ എന്താണ് റീസെന്റ് വന്നുള്ള മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഫേമുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഡിസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ നേരത്തെ ക്യാപ്റ്റീവ് മൈനിങ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു അപ്ഫ്രണ്ട് പേയ്മെന്റ് കൊടുക്കണമായിരുന്നു. അത്രയൊന്നുമില്ല, അതിനേക്കാൾ ചെറിയ എമൗണ്ടിൽ അപ്ഫ്രണ്ട് പേയ്മെന്റ് കൊടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല ഈ കൊടുക്കുന്ന എമൗണ്ട് ഇവര് റോയൽറ്റി കൊടുക്കണം. ഓരോ വർഷവും ഇവർ കോൾ മൈൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിലോട്ട് പെർട്ടിക്കുലർ എമൗണ്ട് റോയൽറ്റി ആയിട്ട് കൊടുക്കണം. ഈ ആദ്യം കൊടുത്ത എമൗണ്ട് റോയൽറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനർജി സെക്ടറിൽ ഗവൺമെന്റ് 100% FTA പെർമിറ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ ദി ഓട്ടോമാറ്റിക് റൂട്ട്. ആൻഡ് നൗ ഇറ്റ് വിൽ ബി എ റവന്യൂ ഷെയറിംഗ് ബേസിസ്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ഷെയർ, അതായത് ഒരു ടണ്ണ് കോള് നിങ്ങൾ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഗവൺമെന്റിലോട്ട് കൊടുക്കണം. സോ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ മൈൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ സെല് ചെയ്യാൻ പറ്റി കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോ ഈ എല്ലായ്പ്പോഴും എല്ലാ യൂണിറ്റിൽ നിന്നും ഉണ്ടാവുന്ന ഒരു പ്രോഫിറ്റും ലോസും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഓൾ ദിസ് ടൈപ്പ് ഓഫ് തിങ്സ് ഹാപ്പൻ. റവന്യൂ ഷെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടോട്ടലി എത്രയാണ് സെല് ചെയ്യുന്നത് അതിന്റെ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ്, ദാറ്റ്സ് എ സുപ്പീരിയർ മെത്തേഡ്. സോ റവന്യൂ ഷെയറിംഗ് മെത്തേഡും ആണ് ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊക്കെ വഴി ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? കോൾ മൈനിങ് പ്രൊമോട്ട് ചെയ്യാം, കോള് ചീപ്പർ ആക്കാം, കോളിന്റെ അവൈലബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. അതല്ലേ ഗവൺമെന്റ് ചെയ്യുന്നത്? Isn't that so? In that context, what about our environmental concerns? We know that coal is one of the greatest pollutants when it comes to energy sources, right? So what about the angle of sustainability? What about climate change? This is a dilemmatic answer. But energy related ആയിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മെയിൻസ് ആൻസറിൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള കമ്പോണന്റ് അവിടെ റിഫ്ലക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്.
സോ ഇത് നമ്മുടെ സൊല്യൂഷൻ. ഇപ്പൊ കോൾ സെക്ടറിലുള്ള ക്രൈസിസിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ സൊല്യൂഷൻ കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? നമ്മൾ കോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല. എഫക്റ്റീവ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോള് പോലുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെക്കാനിസംസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. Okay. Now, another area where we need infrastructural investment is the housing and the urban infrastructure. So we know that around 2011 സെൻസസ് പ്രകാരം ഏകദേശം 37 കോടിയോളം ആളുകൾ നമ്മുടെ അർബൻ ഏരിയാസിൽ ജീവിക്കുന്നുണ്ട്. These people do not have proper urban infrastructure. ആ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സ്ലമ്മുകളൊക്കെ ഉണ്ടാവും. So slums is not something that's desirable. So 2030 കൂടിയിട്ട് ഒരു 60 കോടി ആളുകളെ എങ്കിലും നമ്മുടെ അർബൻ ഏരിയാസിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ദർ ആർ ഗോയിങ് അപ്പോൾ ഈ ആളുകൾക്ക് കൃത്യമായിട്ട് ഈ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു അർബനൈസേഷൻ ഇസ് നോട്ട് ദാറ്റ് സംതിങ് ഫീസിബിൾ. ഇപ്പൊ നമ്മൾ ഈ അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷൻ വന്നുള്ള സിറ്റീസ് ആണ് ചെന്നൈ പോലുള്ള സിറ്റീസ് ഒക്കെ, ഈവൻ മുംബൈ പോലുള്ള സിറ്റീസ്. ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ചെന്നൈയുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അണ്ടർ വാട്ടേഴ്സ്. സോ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷനും അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും സ്ലമ്മുകളല്ല, പക്ഷെ അവിടെ ആളുകൾക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് വരുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ് ഇതിൽ വരുന്നത്. അത് സോ റീഡ് മോർ അബൌട്ട് ദിസ് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY. അതിൽ തന്നെ പല കമ്പോണന്റുകൾ ഉണ്ട്. അതിൽ ഇൻ സീറ്റു സ്ലം റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്. സ്ലമ്മുകളെ മാറ്റിയിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് ബെറ്റർ ഫെസിലിറ്റീസ് ഉള്ള ആ സെയിം ഏരിയയിൽ തന്നെ ഫ്ലാറ്റുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് PM ആവാസ് യോജനയുടെ ഇത് വരുന്നത്. So read more about the Pradhan Mantri Awas Yojana over here. Now, ഈ വികാസ്പീഡിയ എന്നൊരു സോഴ്സ് ഉണ്ട്, ഗവൺമെന്റ് മെയിൻറ്റൈൻഡ് സോഴ്സ് ആണ്. ഈ വികാസ്പീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്കീമുകളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. സോ ഈ ഗവൺമെന്റ് സ്കീം ഞാനിപ്പോൾ പറഞ്ഞു, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ പറയുന്ന സ്കീമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വികാസ്പീഡിയ വൺ ഗുഡ് സോഴ്സ് ദാറ്റ് യു കൻ ഗോ ഫോർ. ഓൺലി സോഴ്സ് എന്നല്ല, വൺ ഗുഡ് സോഴ്സ് ഫോർ. Now, recently government ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള മറ്റൊരു സ്കീമാണ് അർബൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് ഇത് പ്രധാനമന്ത്രി ആത്മനിർഭർ നിധി എന്ന് പറയുന്നത്, സ്വനിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, സ്വനിധി. സോ ബേസിക്കലി COVID-19 വന്ന സമയത്ത് ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടായിരുന്നു. റോഡ് സൈഡിൽ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ കേരളത്തിലൊന്നും അത്ര പ്രിഡോമിനന്റ് അല്ല, പക്ഷെ നമ്മൾ ഈ വേറെ മെട്രോ സിറ്റികളിലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള സിറ്റികളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ റോഡ് സൈഡ് കാർട്ടുകളിലൊക്കെ പല രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ ഉണ്ടാവും. സോ ഈ ആളുകൾക്ക് കോവിഡ് വന്ന സമയത്ത് ദേ ലോസ്റ്റ് എ ബിസിനസ്. സോ ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ചെറിയ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഒരു 10,000 രൂപയുടെ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഒരു വർഷം എടുത്തിട്ട് തിരിച്ചടച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൈസ ഇല്ലാതെ അവർക്ക് അവരുടെ വെൻഡിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്ട്രീറ്റ് വെൻഡിങ് ആക്ടിവിറ്റി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ്. പറയുന്ന നമ്മൾ കാര്യങ്ങളിലൊക്കെ ഇവിടെയൊക്കെ സ്കീമുകൾ ഉണ്ടാവും. ഇപ്പൊ ഗവൺമെന്റ് പുതിയ സ്കീമുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. സോ ഓൾ ദോസ് സ്കീംസ് യു പ്രിപ്പയർ ഓവർ. സോ നിങ്ങൾ മെയിൻസിന് ആൻസർ എഴുതുന്ന സമയത്ത് അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ ഫ്രെയിം ചെയ്യും വേണ്ടത്. സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഇഷ്യൂ ഈസ്, വാട്ട് ഈസ് ഇഷ്യൂ എന്താണ് അഡ്രസ് ചെയ്യുക, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കുക, കുറച്ച് ഡാറ്റാ പോയിന്റുകൾ കൊടുക്കുക, അതിന്റെ പ്രോസ് കൊടുക്കുക, കോൺസ് കൊടുക്കുക, ആൻഡ് വാട്ട് ഹാസ് ദ ഗവൺമെന്റ് ഡൺ ഓവർ ഹിയർ, ദ ഗവൺമെന്റ് സ്കീംസിനെ മെൻഷൻ ചെയ്യുക, അതിലുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക. എനി ഡൗട്ട്സ്? Okay. Any doubts in the topic? No, sir. Okay, fine. Then we'll go to the next topic, which will be on inclusive growth. So this is actually a very simple topic. Simple എന്ന് പറയാനുള്ള ഒരു കാരണം, this is not a new topic. നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുന്നത്. ആകെ 1-2 കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. So why inclusive growth? Or what is your idea of inclusive growth? എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്കോണമിയുടെ എല്ലാ സെക്ഷൻസ്, സൊസൈറ്റിയുടെ എല്ലാ സെക്ഷൻസിനും ഒരേപോലെ ഡെവലപ്മെന്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, എല്ലാവരുടെയും വെൽഫെയർ അങ്ങനത്തെ. Is it the same as sustainable development?
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്യൂച്ചർ കൺസേൺസ് കൂടുതലാണ്. ഇൻക്ലൂസീവ് ആണെങ്കിൽ ഇപ്പോൾ ഉള്ള സമൂഹത്തിനെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് അബൌട്ട് ഇൻട്രാ ജനറേഷണൽ ഇക്വിറ്റി. സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ സ്പീക്ക് അബൌട്ട് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി. ഇസ് ദാറ്റ് ഫൈൻ? Yes, sir. അല്ലേ? ഓക്കെ. So inclusive growth ഉദ്ദേശിച്ച basic the crude idea is like you are having growth, but you make sure that the benefits of growth are reaching to everyone, even the poorest of the poor. That's your idea about inclusive growth. So even നമ്മള് ഈ സുനിൽ പി ഇളയുടെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ആണ്. Many of the things that he say that I do not agree with. That's true. പക്ഷേ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, പലതിലും പറയുന്ന ഒരു കാര്യം, ഇക്കണോമിയില് ഗ്രോത്ത് വന്നിട്ട് കുറച്ച് ആളുകൾ മാത്രം ബെനിഫിറ്റ് ചെയ്തത് കൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? That does not make any sense, right? There has to be എല്ലാ ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലാർജർ സൊസൈറ്റൽ വെൽഫെയർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. So why do we need inclusive growth? This is on statistics that given by the World Economic Forum. So you look over here. ലോകത്തിന്റെ 68.7% ആളുകൾ ജീവിക്കുന്നത് ലോകത്തിലെ 3% മാത്രം വെൽത്ത് കൊണ്ടാണ്. അവരുടെ കയ്യിലുള്ള വെൽത്ത് 3% വെൽത്താണ് 68% കയ്യിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു 22%, 68 മുതൽ പ്ലസ് ഒരു 22%, അതൊരു 90%. അവരുടെ കയ്യിൽ ആ 22% കയ്യിൽ ഒരു 13% വെൽത്ത്. അതായത് ഏകദേശം ഒരു 92% ആളുകളുടെ കയ്യിലുള്ളത് വെറും 16-17% വെൽത്ത് മാത്രമാണ്. ഈ അടുത്ത എൻഡിലോട്ട് പോയിക്കേ, ലോകത്തിൽ ദ റിച്ചസ്റ്റ് 0.7% എന്ന് പറയുന്ന ഒരാളുകളുണ്ട്. ഈ 0.7 കയ്യിലുള്ളത് 41% വെൽത്താണ്. അതിന്റെ താഴെയുള്ള ഒരു 7.7% കയ്യിലും ഒരു 42% വെൽത്ത് ഉണ്ട്. ഇപ്പൊ എക്കണോമിയിലുള്ള ഏകദേശം ഒരു 83-84% വെൽത്ത് വെറും ഒരു 8% ആളുകളുടെ കയ്യിലാണുള്ളത്. So do you think this is a good situation? This is never an ideal situation. ഇതുകൊണ്ടാണ് നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണം എന്ന് പറയുന്നത്. ഐ ക്യാൻ ഗിവ് യു അനദർ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വെൽ. അവർ വേൾഡ് ഇൻ ഡാറ്റ എന്ന് പറയുന്നത് അവരുടെ ഡാറ്റയാണ്. സോ ഇൻക്ലൂസിവിറ്റി ഈസ് നോട്ട് ഇൻ ടേംസ് ഓഫ് വെൽത്ത്. ഇൻക്ലൂസിവിറ്റി ഈസ് ഇൻ ടേംസ് ഓഫ് എനി ഇൻഡിക്കേറ്റേഴ്സ്. യു ടേക്ക് സംതിങ് ലൈക്ക് മോർട്ടാലിറ്റി. അണ്ടർ 5 ചിൽഡ്രന്റെ മോർട്ടാലിറ്റി, അതായത് 5 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നു. U5MR അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ആണ് നോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് U5MR ഉള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. അതായത് 1000 ആളുകളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതില് ഒരു 21 ആളുകൾ മാത്രമാണ് മരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഗ്ലോബൽ ആവറേജ് അറൌണ്ട് 3.9% ആണ്. പക്ഷെ ഐസ്ലാൻഡ് 0.21, വളരെ കുറവാണ്. ഇറ്റ്സ് വെരി ഇംപ്രസീവ് പെർഫോമൻസ്. പക്ഷെ ഏറ്റവും മോശം ഈ ഒരു ഇൻഡിക്കേറ്ററിൽ പെർഫോം ചെയ്യുന്ന രാജ്യമാണ് സൊമാലിയ. സൊമാലിയയും ഐസ്ലാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. സൊമാലിയയും ഐസ്ലാൻഡും തമ്മിൽ 60 ടൈംസ് ആണ് ഡിഫറൻസ് ഉള്ളത്. സൊമാലിയയിൽ മരിക്കുന്ന 5 വയസ്സിൽ താഴെ മരിക്കുന്ന ആളുകൾ ഐസ്ലാൻഡിൽ മരിക്കുന്നതിനേക്കാളും 60 മടങ്ങ് കൂടുതലാണ് എന്നുള്ളതാണ്. ദിസ് ഇസ് എൻ ഏരിയ ഓഫ് എക്സ്ക്ലൂസിവിറ്റി ഓർ ഡിസ്പാരിറ്റി ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ നേഷൻസ്. ഇനി നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്നുള്ള ഇൻഡിക്കേറ്റർ നോക്കാം. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ജനിക്കുന്ന ഒരാൾ എത്ര വർഷം ജീവിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. സിയറ ലിയോണിലെ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ഈസ് 52 years. 1800 ഗ്ലോബൽ ആവറേജ് 29 വർഷമായിരുന്നു. അതായത് നിങ്ങൾ പലപ്പോഴും തന്നെ 29 വയസ്സായ ആളുകളൊക്കെ ഉണ്ടാവും. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളൊരു UPSC പോലുള്ള നിങ്ങളുടെ ഒരു ഡ്രീമിലോട്ട് അതിനുവേണ്ടി ആസ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ 1800 ജനിച്ച ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രായമാകുമ്പോഴേക്കും അയാൾ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിക്കാനായിട്ട് അല്ല വാർദ്ധക്യത്തിലായിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഗ്ലോബൽ ആവറേജ് ഓഫ് ലൈഫ് എക്സ്പെക്ടൻസി ഇന്ന് 72 ആണ്. പക്ഷേ വളരെയധികം താഴെക്കടയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഇന്ന് 72 ആവുന്ന സമയത്ത് സിയറ ലിയോണിലൊക്കെ 52 മാത്രമേ. പക്ഷെ അതേസമയം ജപ്പാനിൽ അത് 84 ഒക്കെയാണ്. സോ ദാറ്റ്സ് അനദർ ഏരിയ ഓഫ് ഡിസ്പാരിറ്റി ദാറ്റ് എക്സിസ്റ്റ്. പിന്നെയുള്ളത് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ആളുകൾ ശരാശരി എത്ര വർഷം സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. ബുർക്കിന ഫസോ പോലെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ വെറും 1.5 വർഷമൊക്കെയാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. 1800 ഗ്ലോബൽ ആവറേജ് ലെസ് ദാൻ 1 year, ഒരു വർഷത്തിൽ താഴെ നിൽക്കുന്നതായിരുന്നു. അപ്പൊ ബുർക്കിന ഫസോ ഇന്നും ലോകത്തിന്റെ ഒരു 1800 സ്റ്റാൻഡേർഡുകളിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ഗ്ലോബൽ ആവറേജ് ഇന്ന് ലോകത്തിലെ ശരാശരി ഒരാള് 8.4 വർഷം സ്കൂളിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സം ഫോം സ്കൂൾസ് ഓർ കോളേജ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ജർമ്മനിയിൽ ദിസ് ഈസ് ആസ് ഹൈ as 14, 1.5 versus 14. That is another area where the disparity exists.
പിന്നെയുള്ളത് എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇത് 2017 കണക്കുകളാണ്. ഒരു 2017 സ്കൂളിലോട്ട് പോകുന്ന ഒരു കുട്ടി എത്ര വർഷം സ്കൂളിൽ പോകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ ദിസ് ഇസ് ആസ് ഹൈ ആസ് 23 years സ്കൂളിംഗ് പ്ലസ് കോളേജിംഗ് ഒക്കെ അടക്കം. സൗത്ത് സുഡാനിൽ ദിസ് ഇസ് ഓൺലി 4.9. ദാറ്റ് ഇസ് അനദർ ഏരിയ വിത്ത് ദ ഡിസ്പാരിറ്റി എക്സിസ്റ്റ്. നൗ യു ലുക്ക് അറ്റ് ഇതിനെയൊക്കെ പ്രൊപ്പൽ ചെയ്യുന്ന ഈ U5 മോർട്ടാലിറ്റിനെയും ലൈഫ് എക്സ്പെക്ടൻസിനെയും സ്കൂളിങ്ങിനെയും ഒക്കെ പ്രൊപ്പൽ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് ഇൻകം എന്ന് പറയുന്നത്, ദി ആവറേജ് ഇൻകം. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് CAR എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഒരു ആഫ്രിക്ക, യു ട്രൈ ലൊക്കേറ്റിംഗ് ദിസ് ഓൺ ദി ആഫ്രിക്കൻ മാപ്പ്. ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ് ഇത് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്. അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം is $661. ഗ്ലോബൽ ആവറേജിന് $15,000 ഉണ്ട്. യു ലുക്ക് അറ്റ് the richest nation in the world, highest per capita income ഉള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അവരുടെ പെർ ക്യാപിറ്റ ഇൻകം സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ 172 ടൈംസ് ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ദിസ് type of disparity exists around the world. That is why we need something called as inclusive growth. So what is inclusive growth? You must have heard about these things called as the Millennium Development Goals, the Sustainable Development Goals. I didn't get your point. Nandu എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. സർ ഒരു ലൈഫ് എക്സ്പെക്ടൻസിയെക്കാട്ടിലും Can you be louder? സാർ ലൈഫ് എക്സ്പെൻസിയെക്കാട്ടിലും മറ്റേ ആളുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അത് ഒരു നേഷനുണ്ട് നെഗറ്റീവ് ആയിട്ടല്ലേ വരുന്നത്. ഒന്ന് സൗണ്ട് റേസ് ചെയ്യോ, ക്ലിയർ ആവുന്നില്ല. സാർ ലൈഫ് എക്സ്പെക്ടൻസി ഇല്ലേ, അപ്പൊ അതിനെക്കാട്ടിലും ആളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്കല്ലേ ആ ഒരു പ്രാധാന്യമുണ്ട്. ഇൻഡിവിജ്വലിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്കോ? ഇൻഡിവിജ്വലിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് എപ്പോഴാണ്? നമ്മളൊരു നേഷന്റെ പെർസ്പെക്റ്റീവിൽ, ഒരു എക്കണോമിക് അല്ലെങ്കിൽ എഫിഷ്യൻസി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴാണ്. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് 29-ാം വയസ്സിൽ മരിക്കുന്നതാണോ അല്ലെങ്കിൽ അയാൾ 50-ാം വയസ്സിൽ മരിക്കുന്നതാണോ അയാൾ പ്രിഫർ ചെയ്യുന്നത്? സോ ബോത്ത് ആർ ഇമ്പോർട്ടന്റ്. പക്ഷെ ഒന്ന് മറ്റൊന്നിനേക്കാളും സുപ്പീരിയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഹെൽത്ത് ആണോ എഡ്യൂക്കേഷൻ ആണോ ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുന്ന പോലെയാണ്. ബോത്ത് ആർ ഇമ്പോർട്ടന്റ്. സോ വാട്ട് ഇസ് ദിസ് ഐഡിയ ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? വെരി സിമ്പിൾ ഡെഫിനേഷൻ, ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു നോക്കുക. ഇൻക്ലൂസീവ് ഗ്രോത്തുമായിട്ട് എന്തായാലും നിങ്ങൾക്ക് മെയിൻസിൽ ക്വസ്റ്റ്യൻ കിട്ടും. ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ ഇൻട്രൊഡക്ഷനിൽ എഴുതാം. It is the economic growth that creates opportunity for all segments of the population and distributes the dividends of increasing prosperity to every sections of the society. ഈ ഗ്രോത്തിന്റെ ഇൻക്രീസ്ഡ് ഗ്രോത്തിന്റെ അല്ലെങ്കിൽ ഗ്രോത്തിന്റെ ബെനിഫിറ്റുകൾ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും കിട്ടുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ് തിങ് കോൾഡ് ആസ് ദി ഡൗൺവേർഡ് ഇൻഫിൽട്രേഷൻ തിയറി ഓർ ദ ട്രിക്കിൾ ഡൗൺ എഫക്ട്? മോഡേൺ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടാവും എഡ്യൂക്കേഷൻ പോളിസീസ് ഇല്ലേ? എന്താണ് ഈ ഡൗൺവേർഡ് ഇൻഫിൽട്രേഷൻ തിയറി ഓർ ദ ട്രിക്കിൾ ഡൗൺ എഫക്ട്? അതായത് സൊസൈറ്റിയുടെ അപ്പർ സെക്ഷനിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് പതുക്കെ പതുക്കെ സൊസൈറ്റിയുടെ ലോവർ ആയിട്ട് ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പതുക്കെ ഊർന്നിറങ്ങും എന്നുള്ളത്. ട്രിക്കിൾ ഡൗൺ എഫക്ട്. ട്രിക്കിൾ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുകളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അവസാനം താഴെയാണ് എത്തുന്നത് എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ കുറച്ച് ആളുകൾക്ക് നമുക്ക് ബെനിഫിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും താഴെയുള്ള ആളുകൾക്കും എത്തുമെന്നാണ് ഈ പറയുന്ന കാര്യം, ഈ ട്രിക്കിൾ ഡൗൺ എഫക്ട് അഥവാ ഡൗൺവേർഡ് ഇൻഫിൽട്രേഷൻ തിയറി പറയുന്നത്. ബട്ട് ഡു യു തിങ്ക് സച്ച് എ തിയറി ഓർ സച്ച് എ പ്രിൻസിപ്പിൾ ആക്ച്വലി ഹാപ്പൻസ് ഇൻ റിയാലിറ്റി? നോ സർ. ഇല്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സാഡ് സ്റ്റേറ്റ് ഓഫ് ദി ഡേ. സോ നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനെ ഒക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് ടെർഷ്യറി എഡ്യൂക്കേഷനൊക്കെ എംഫസിസ് കൊടുക്കാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു. ടെർഷ്യറി എഡ്യൂക്കേഷനും ഹയർ ബെറ്റർ എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുകളും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ അതിന്റെ ബെനിഫിറ്റുകൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. Still, we have a large, more than 30 crore people who are living under extreme poverty. All these type of things exist, right? So trickle down effect വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള റിയലൈസേഷനിൽ നിന്നാണ് ഇൻക്ലൂസീവ് ഗ്രോത്തിനുള്ള ഡിമാൻഡ് വരുന്നത്. സോ നമ്മൾ ആദ്യം വിചാരിച്ചു ഓക്കെ കുറച്ച് ആളുകൾ എടുത്ത് ഡെവലപ്പ് ചെയ്യാം, സോ അതിന്റെ ബെനിഫിറ്റുകൾ താഴെയുള്ള ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. സോ വി നീഡ് ക്ലിയർ കട്ട് പോളിസീസ് ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. നമ്മുടെ 11th 5-year പ്ലാനിലാണ് നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്തിനെ ക്ലിയർ കട്ടായിട്ട് ആദ്യമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്തിന് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു.
11th 5-year plan definition ഇങ്ങനെയാണ്: a growth process which yields broad-based benefits and ensures equality of opportunity for all. മറ്റൊരു ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ it is a growth that is distributed fairly across society and creates opportunity for all. It's a larger idea. എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. So it can be the equitable growth, or the, I must have said, what is the difference between equity and equality? Don't you remember? Yes, sir. So inclusive growth is something that's equitable, which has intra-generational equity. ഒരു ജനറേഷനിലുള്ള പല ആളുകളും തമ്മിലുള്ള ഇക്വിറ്റി ഉള്ളത്. It is the growth that has a dimension of social justice. Okay, this is all about inclusive growth. Now, how can you make sure there is inclusive growth? Inclusive growth നടക്കണമെന്നുണ്ടെങ്കിൽ growth and development should happen in sectors where the poor people work, which is that in India's case, agriculture, right? നമ്മളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിനേക്കാൾ ഉപരി ആൻസർ ചെയ്യേണ്ടത് ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ്. ഒരു ഗ്ലോബൽ അജണ്ട ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ആൻസർ ഷുഡ് ബി ലാർജ്ലി ടു ദി ഇന്ത്യൻ കണ്ടെക്സ്റ്റ്. സോ സർവീസ് സെക്ടർ പോലുള്ള ഒരു സെക്ടർ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു കഴിഞ്ഞൊരു 2 വർഷം ഒരു അബറേഷൻ ആണ് COVID-19 വന്ന സമയത്ത്. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1990s ശേഷം ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തത് സർവീസ് സെക്ടറാണ്. ഈ സർവീസ് സെക്ടറിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡു യു തിങ്ക് ദർ വിൽ ബി ഇൻക്ലൂസീവ് ഗ്രോത്ത്? No, sir. ഒരിക്കലും ഉണ്ടാവില്ല. സർവീസ് സെക്ടറിൽ എത്ര കുറച്ച് ആളുകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം എക്കണോമിയുടെ 44% ആളുകൾ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ പോലുള്ള സെക്ടറുകളിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടാവുന്നുള്ളൂ. യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് ഗ്രോത്ത് ഇൻ സെക്ടേഴ്സ് വിത്ത് ദ പുവർ പീപ്പിൾ വർക്ക് ആൻഡ് ദ ലാർജർ നമ്പർ ഓഫ് പീപ്പിൾ വർക്ക്. സർവീസ് സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? 50,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് 70,000 ആവും, 1 ലക്ഷം, 1.25 ലക്ഷം ആവും. ദാറ്റ്സ് നോട്ട് our motive, right? Ipo even like government sector grow ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ജോലി അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന ഒരു ബേസ് സാലറി വന്നു 81,000 സംതിങ് അങ്ങാണ്ടാണ് സാലറി എന്ന് പറയുന്നത്. സോ അത് 81,000 90,000 1.5 ലാഖോ ആവുന്നത് കൊണ്ട് there will not be inclusive growth. Those people who are in the services, those people will get the benefits. So that's not the idea of inclusive growth. That's the clear cut idea of exclusive growth. ഇപ്പൊ ഗവൺമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയില് വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഗവൺമെന്റ് സെക്ടറിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നല്ല ബെനിഫിറ്റുകളും സാലറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് അപ്പൊ ഇവിടെ ഗവൺമെന്റ് വളരെ റോങ് ആയിട്ടുള്ള നോഷനാണ് മുന്നോട്ട് വെക്കുന്നത്. സോ വളരെ കുറച്ച് ആളുകൾക്ക് ഞങ്ങൾ ഇവിടെ ഗ്രോത്തും പറ്റിയ പ്രോസ്പെക്റ്റുകളും കൊടുക്കും. ദ എക്സ്ക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ഒരു ഡയമെൻഷനാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. For inclusive growth to happen, there should be growth in all sectors, especially in sectors where the poor people work. Growth should happen in all places, especially in sector areas where the poor people live. For example, backward areas. So growth വരേണ്ടത് മുംബൈ പോലുള്ള ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ഡൽഹി പോലുള്ള ഒരു സിറ്റിയിലോ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിലോ മാത്രമല്ല. അവിടെ വന്നു കഴിഞ്ഞുള്ള പ്രോബ്ലം എന്താ? അവിടെ അങ്ങോട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ സിറ്റികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോളോ ചെയ്യുകയും അവിടുത്തെ സ്ലംസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ദാറ്റ്സ് നോട്ട് വാട്ട് ഷുഡ് ബി ഹാപ്പനിങ്. യു ഷുഡ് ബി ഫോക്കസിങ് അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ദി ബാക്ക്വേർഡ് ഏരിയാസ്. ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് പോലെയുള്ള ഇതുപോലെയുള്ള ഇൻഡസ്ട്രികൾ ബാക്ക്വേർഡ് ഏരിയസിൽ കൊണ്ടുവന്ന അവിടുത്തെ ഡെവലപ്മെന്റ് നോട്ട് ഓൺലി ഓൺ ദി എക്കണോമിക് ഡയമെൻഷൻ, സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് ദിസ് പ്രോഗ്രാം കോൾഡ് ആസ് ദി ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം, ADP? അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളെ സെലക്ട് ചെയ്ത് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി. ഓക്കെ, നീതി ആയോഗ് ഇംപ്ലിമെന്റ് ചെയ്തൊരു പോളിസിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നത് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിന്റെ ബേസിസിൽ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റുകൾ അല്ല ഡിസ്ട്രിക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടുത്തെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ്. സോ ഇതുപോലെയുള്ള സ്കീമുകൾ വന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇനി ഇൻക്ലൂസീവ് ഗ്രോത്ത് will be there only if the growth takes place in sectors which uses the factors of production that the poor people possess. Factors of production നമുക്ക് ലാർജ്ലി നമുക്ക് പറയാൻ പറ്റും ലാൻഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് മാർക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഈ ഡിസ്പാരിറ്റി, മൂലധനം ഉണ്ടാവുന്ന ആളും അല്ലെങ്കിൽ മൂലധനം ഇല്ലാതെ കയ്യിൽ കൊടുക്കാൻ തൊഴിൽ മാത്രമുള്ള ആളും നമ്മുടെ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ ലേബർ മാത്രമേ ഉള്ളൂ, മറ്റൊരാളുടെ കയ്യിൽ അയാളുടെ കുറച്ച് കുറെ പൈസയുണ്ട്, അയാളുടെ കയ്യിൽ കുറെ ലാൻഡും ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളുടെ എക്കണോമിയിലുള്ള റിട്ടേൺസ് ഈ പുവർ പീപ്പിളിന് ബെനിഫിഷ്യൽ ആയുള്ള രീതിയിലായിരിക്കും നമ്മുടെ എക്കണോമി നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്.
അതായത് ഈ മിനിമം വേജ് പോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ അത്യാവശ്യം ഹൈ ആയിരിക്കണം. എസ്പെഷ്യലി ഇപ്പോ മിനിമം വേജ് ആരെയാണ് ബാധിക്കുന്നത്? സ്വന്തമായിട്ട് ഭൂമിയും സ്വന്തമായിട്ട് ഒരുപാട് ആസ്തിയുമുള്ള ഒരു ഓൺടർപ്രണർ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല മിനിമം വേജ് എന്ന് പറയുന്നത്. സോ മിനിമം വേജ് പോലെയുള്ള കാര്യങ്ങൾ, ഒരു ഹൈ മിനിമം വേജ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ എസ്പെഷ്യലി അതും ലേബറിൽ അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗ്രോത്ത് കൊണ്ടുവരണം. വർക്കേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന സമയത്തും അൺസ്കിൽഡ് വർക്കേഴ്സ്, ഈ സർവീസ് സെക്ടറിലൊന്നും ഹൈ എൻഡ് ജോബ് ചെയ്യുന്ന ആളുകളായിരിക്കരുത് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അവർ ഫോക്കസ് ചെയ്യാൻ ലോ സ്കിൽഡ്, ഒരു സ്കില്ലും ഇല്ലാത്ത ആളുകളെ എടുത്തിട്ട് അവർക്ക് ഒരു അത്യാവശ്യം തിരക്കടില്ലാത്ത സ്കില്ലുകൾ കൊണ്ടുവന്നിട്ട് അവരെ ഇൻഡസ്ട്രിയൽ സെക്ടറുകളിലോട്ട് പ്ലേസ് ചെയ്യുക. ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ഗ്രോത്ത് വരുന്നത് ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ടു ഹാപ്പൻ. പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ the prices of the consumption item that the poor people consume should be lower. So this is not what the government is doing these days. So election വന്നപ്പോ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം ഡീസൽ പോലുള്ള പ്രൊഡക്റ്റുകളിൽ ടാക്സ് കുറച്ചത് കൊണ്ട് മാത്രം കാര്യമല്ല. ആളുകൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, there are good dimensions as well as bad dimensions. ഗുഡ് ഡയമെൻഷൻ ഇൻ ദ സെൻസ് COVID-19 വന്ന സമയത്ത് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഒരുപാട് ഫുഡ് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത് ഇറ്റ്സ് എ വെരി കമന്റബിൾ അച്ചീവ്മെന്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് ഓൾ. ആളുകൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, പൂർ പീപ്പിൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ ഓഫ് ഇറ്റ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് വേസ് ത്രൂ വിച്ച് വി ക്യാൻ ഹാവ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇനി ആൻസർ മൈ ക്വസ്റ്റ്യൻ. സോ ഇതിനെ അഗ്രികൾച്ചർ സെക്ടറിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ, ഈ അൺസ്കിൽഡ് ലേബറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫുഡ് പ്രൈസിൽ ഇൻഫ്ലേഷൻ കണ്ടു, ഇതിനൊക്കെ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിന് ഉള്ള ഡിസ്കഷനുകളിൽ പറഞ്ഞു പോയിട്ടില്ലേ? നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡയമെൻഷനുകളും നമ്മൾ ഇത് ടച്ച് ചെയ്തതല്ലേ. ഈവൻ തൊട്ട് മുമ്പ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ ഷുഡ് ഫോക്കസ് ഓൺ ദ റൂറൽ ഏരിയാസ് ഫോർ ദ എലമെന്റ് ഓഫ് ഇൻക്ലൂസിവിറ്റി, റൈറ്റ്? Money and banking പഠിച്ച സമയത്ത് we were exclusively focusing on this dimension of financial inclusion. All these dimensions ഇല്ലേ? സോ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് വളരെ ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിക്കുന്നത്. അപ്പൊ ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ആൻസറുകൾ കൊടുക്കണം. സെക്ടറുകൾ പിക്ക് ചെയ്യാം, അഗ്രികൾച്ചർ പിക്ക് ചെയ്യാം, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പിക്ക് ചെയ്യാം, സ്കിൽ ഡെവലപ്മെന്റ് പിക്ക് ചെയ്യാം. പല പല സെക്ടറുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത്, എവിടേക്ക് എന്തൊക്കെ ചെയ്യണം. അപ്പൊ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആൾക്കും ആൻസർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് അറിയുന്ന ആൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നും അറിയാത്ത ആൾക്ക് മാർക്കൊന്നും കിട്ടില്ല, അത് വേറെ കാര്യം. സോ ക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഇൻക്ലൂസീവ് ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ there are two things that matters. ഒന്ന്, your speed of economic growth and your pattern of economic growth. 1 second. We are speaking about inclusive growth. So inclusive growth വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗ്രോത്ത് വേണം. സോ അറ്റ്ലീസ്റ്റ് ഒരു ഡീസെന്റ് എമൗണ്ട്, ഒരു ഡീസെന്റ് പേസിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടാവുന്നുള്ളൂ. പേസ് മാത്രം പോരാ, പാറ്റേണും ഇമ്പോർട്ടന്റ് ആണ്. പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോസ്റ്റ് 1991 ഗ്രോത്ത് അല്ലെങ്കിൽ പോസ്റ്റ് 1980s എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 80s ഗ്രോത്തിന്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് the growth happened in sectors where people do not work. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഫക്ട് ചെയ്യുന്ന സെക്ടറുകളിലല്ല ഗ്രോത്ത് വന്നത്, സർവീസ് സെക്ടറിലൊക്കെയാണ് ഗ്രോത്ത് വന്നത്. സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ നേച്ചർ ഇറ്റ്സെൽഫ് ഇറ്റ്സ് എക്സ്ക്ലൂസീവ്. അതാണ് ഈ പാറ്റേൺ ഓഫ് എക്കണോമിക് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെ ഗ്രോത്ത് വരുന്നു, എങ്ങനെ ഗ്രോത്ത് വരുന്നു, ഏതൊക്കെ സെക്ടറുകളിൽ ഗ്രോത്ത് വരുന്നു എന്നുള്ളതാണ്. സോ ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് എക്കണോമിക്സ്, ഈ വർഷത്തെ എക്കണോമിക് സർവേയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ദ ഗ്രോത്ത് വേഴ്സസ് ഇൻഈക്വാലിറ്റി ഡിബേറ്റ്. സോ ഈ ഗ്രോത്ത് വേഴ്സസ് ഇൻഈക്വാലിറ്റി ഡിബേറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, so that chapter starts with a quotation. The global financial crisis has shown that inequality is an inevitable feature of capitalism. Capitalism ഉണ്ടെങ്കിൽ inequality എന്തായാലും ഉണ്ടാവും എന്നാണ് ഈ സർവേയുടെ ഒബ്സർവേഷൻ തുടങ്ങുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്
ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ 1950s ശേഷം ഗ്രോത്ത് കൊണ്ടുവന്നു. പക്ഷെ ഗ്രോത്ത് വന്ന സമയത്ത് ആദ്യത്തെ 2 ഡെക്കേഡുകളിലൊന്നും ഡയറക്റ്റ് പോവർട്ടി അലിവിയേഷൻ എന്നുള്ളത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവേ അല്ലായിരുന്നു. പിന്നെയും 1970കളിൽ ഈ ഗരീബി ഹട്ടാവോ പോലുള്ള പ്രൊജക്ടുകളൊക്കെ പിന്നീട് 70കളിലാണ് വരുന്നത്. 70കൾ 80കൾ പോലുള്ള കാലയളവിലാണ് നമ്മൾ പോവർട്ടി അലിവിയേഷൻ പോലെയുള്ള ഡയമെൻഷനുകൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മുടെ ഒബ്സഷൻ വാസ് ടുവേർഡ്സ് ഗ്രോത്ത്. സോ ഈ ഗ്രോത്ത് വന്ന സമയത്ത് ഗ്രോത്ത് കെയിം, ബട്ട് ഗ്രോത്ത് കെയിം ഫോർ ഓൺലി എ ഫ്യൂ പീപ്പിൾ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടായിരുന്നു വന്നുള്ളത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് വന്നില്ല എന്നാണ് പറയുന്നത്. സോ ലോകമെമ്പാടുമുള്ള മിക്കവാറും രാജ്യങ്ങൾക്കും ഒക്കെ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഗ്രോത്ത് വേഴ്സസ് ഇനീക്വാലിറ്റിയെ മാപ്പ് ചെയ്ത കുസ്നെറ്റ്സ് കർവ് എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. UPSC അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. സോ കുസ്നെറ്റ്സ് കർവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യം ഗ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ ലോവർ പെർ ക്യാപിറ്റ ഇൻകം ആവുന്ന സമയത്ത് അവിടെ ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്യുകയും അതിനുശേഷം ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ പോയിന്റിന് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇനീഷ്യൽ ഗ്രോത്ത് വന്ന് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയതിനു ശേഷം ആ രാജ്യത്തിന്റെ കയ്യിൽ എക്കണോമിക് റിസോഴ്സുകൾ ഉണ്ടാവും. ഈ കയ്യിലുണ്ടാവുന്ന റിസോഴ്സുകളെ കൃത്യമായിട്ട് മൊബിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാം. ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, റിച്ച് ആയുള്ള ആളുകളിൽ നിന്ന് കുറച്ച് റിസോഴ്സസ് എടുത്തിട്ട് പ്രോഗ്രസീവ് ഇൻകം ടാക്സുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാം എന്നാണ് സർവേ പറയുന്നത്. സോ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കകാലങ്ങളിൽ ഇനീക്വാലിറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഗ്രോത്ത് ഉണ്ടോ, ഇനീക്വാലിറ്റി ഉണ്ടാവും, പോവർട്ടി ഉണ്ടാവും. പക്ഷെ പിന്നീട് നമുക്ക് പോവർട്ടി റെഡ്യൂസ് ചെയ്യാം. ദാറ്റ്സ് ദി ഒബ്സർവേഷൻ ദാറ്റ്സ് കമ്മിങ് ഫ്രം ദി എക്കണോമിക് സർവേ. ക്ലിയർ ആണോ? ഈ ഒരു കേർവിനെയാണ് നമ്മൾ കുസ്നെറ്റ്സ് കേർവ് എന്ന് പറയുന്നത്. UPSC ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും ഓർത്തു വെച്ചോ. രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം ഇനീക്വാലിറ്റി തമ്മിലുള്ള ഒരു മാപ്പിംഗ് ആണ്. വേറൊരു കേർവ് ഉണ്ട് സിമിലർ ആയിട്ടുള്ള, എൻവയോൺമെന്റൽ കുസ്നെറ്റ്സ് കേർവ്. എൻവയോൺമെന്റൽ കുസ്നെറ്റ്സ് കേർവിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിമിലർ ഷേപ്പ് കേർവ് തന്നെയാണ്. പക്ഷെ എക്സ് ആക്സിസിലുള്ളത് പെർ ക്യാപിറ്റ ഇൻകം തന്നെയാണ്. പക്ഷെ Y ആക്സിസിലുള്ള കമ്പോണന്റിലാണ് മാറ്റം. Y ആക്സിസിൽ ഇനീക്വാലിറ്റിക്ക് പകരം എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആണ് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവര് എക്കണോമിക് ഡിസ്ട്രക്ഷൻ ഹയർ ആയിരിക്കും, അല്ലെങ്കിൽ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ കൂടുതലായിരിക്കും. പക്ഷെ ഒരു പോയിന്റ് കഴിയുന്നതിന് ശേഷം അവിടെ എനർജി എഫിഷ്യൻസി പോലെ അല്ലെങ്കിൽ അവർ കൺസേൺ ഉണ്ടാവും ഈ എൻവയോൺമെന്റ് ഡിസ്ട്രക്ഷനുമായിട്ട്. സോ ആസ് എ റിസൾട്ട് അവർ എന്ത് ചെയ്യും? അവര് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു പോയിന്റിന് ശേഷം ആ ഒരു ഒപ്റ്റിമം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ആ എക്കണോമിക് ഗ്രോത്തിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? എൻവയോൺമെന്റ് ഡിസ്ട്രക്ഷൻ ലോവർ ആകുന്നു. ഇതാണ് എൻവയോൺമെന്റൽ കുസ്നെറ്റ്സ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മേ ആസ്ക് യു ക്വസ്റ്റ്യൻ. ഗവൺമെന്റ് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് പൂവർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് വാട്ട് യു കോൾ ആസ് ആൻ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്? ഈസ് ദിസ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? ഇതിനെയാണോ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്? Take money from the rich people, give it to the poor people. Can you call such an income redistribution as inclusive growth? No, sir. Why? കാരണം ഗ്രോത്ത് സംഭവിക്കുന്നത് പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നില്ല. ഗ്രോത്തിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ റീഡയറക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ലേ സംഭവിക്കുന്നുള്ളൂ. ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ്. സോ ഗവൺമെന്റിന് ഒരു രാജ്യത്ത് ഒരുപാട് ഇൻകം ഇനീക്വാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ടേമിൽ ഒരു വൺ ഓഫ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരുപാട് പൈസയുള്ള ആളുകൾ കുറച്ച് പൈസ എടുത്തിട്ട് പൂർ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് എ വൺ ഓഫ് മെഷർ, ദാറ്റ്സ് എ ഷോർട്ട് ടേം മെഷർ, റൈറ്റ്? ദാറ്റ്സ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. അവിടെ ഗ്രോത്ത് ഇല്ല, ഓൾറെഡി നടന്ന ഗ്രോത്തിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സെൽഫ് പ്രൊപ്പല്ലിംഗ് മെക്കാനിസം, ഒരു സൈക്കിൾ പോലെയാണ്. സോ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഗ്രോത്ത് വേർ ഗവൺമെന്റ് ക്രിയേറ്റ്സ് എ മെക്കാനിസം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അയാൾ ഒരു തൊഴിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പൈസ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് പഠിപ്പിക്കുക എന്ന് പറയാറുണ്ട്, അല്ലെ? അതാണ് നല്ലത്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് മണി ടു എ ഫിഷർമാൻ, യു ഡു വൺ തിങ്, യു ഗിവ് ഹിം എ നെറ്റ് ഓ ബൈ ഹിം എ നെറ്റ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതാണ് ഇൻകം റീഡിസ്ട്രിബ്യൂഷനും ഇൻക്ലൂസീവ് ഗ്രോത്തും നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് ഗ്രോത്തിലെ എക്കണോമിക്കിലെ എല്ലാ സെക്ടറുകൾക്കും ഗ്രോത്ത് വരാനുള്ള മെക്കാനിസംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ ഇതിങ്ങനെ ലോങ് ടേമിൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് വിൽ കീപ്പ് ഓൺ ഹാപ്പനിങ് ഫോർ ഇൻ ദ ഇക്കോണമി. സോ ഒരു പക്ഷേ നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ ഒരു ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ആവാം,
ഇൻക്ലൂസീവ് ഗ്രോത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അനിവാര്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ആവാം ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ്, ബട്ട് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ അതൊരു സസ്റ്റൈനബിൾ ആണ്, കാരണം ഗ്രോത്ത് ഉണ്ട്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഗ്രോത്തിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് നോട്ട് സസ്റ്റൈനബിൾ ഇൻ ദ ലോങ് റൺ. ക്ലിയർ ആണോ ഡിഫറൻസ്? Now, ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ അല്ലെങ്കിൽ ഇൻക്ലൂസീവിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റീസ് ഇമ്പോർട്ടൻറ്റ്. ആളുകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ സാധിക്കണം. അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുവരാൻ പറ്റണം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമല്ല, ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമല്ല, ക്യാപ്പബിലിറ്റി വേണം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ചുറ്റും പല സാധ്യതകളും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് പലതും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ഇത് റിയലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് നമ്മൾക്ക് ഉണ്ടാവണം. ദാറ്റ്സ് അനദർ ഡയമെൻഷൻ. ഒന്ന്, ക്രിയേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. Then you make sure that the people have the capabilities to tap into these opportunities. Now you make sure that the people can access these opportunities. ഞാനൊരു ഓണ്ടർപ്രണർ ആണ്, ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ, ഓ ദിസ് ഇസ് എ വെരി ഗുഡ് മാർക്കറ്റ്, ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, എനിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഏത് ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും എനിക്കിത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ നീഡ് ഫണ്ട്സ്, റൈറ്റ്? ലോണോ എവിടെന്നെങ്കിലും ഫണ്ട് വരണം. ഫണ്ട് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടത് ആക്സസ് പോലുള്ള മെക്കാനിസംസ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പോലുള്ള ഡയമെൻഷനുകൾ വരണം. ദാറ്റ്സ് അനദർ ആട്രിബ്യൂട്ട് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓപ്പർച്യൂണിറ്റി, capability and access. And fourth is security. By nature, entrepreneurship is a risky business. So at any point of time, if something goes absolutely wrong, എനിക്ക് എന്തെങ്കിലും ഒരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ വേണം. ഒരു ടെമ്പററിയോ പെർമനന്റോ ലോസ് ഓഫ് ലൈവ്ലിഹുഡിനെതിരെ പ്രൊട്ടക്ഷൻ വേണം. സോ ഓപ്പർച്യൂണിറ്റി, ക്യാപ്പബിലിറ്റി, ആക്സസ്, സെക്യൂരിറ്റി ആർ വെരി ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ ഓഫ് ഇൻക്ലൂസീവ്നെസ്. ക്ലിയർ ആണോ? Now, what are the features of inclusive growth? UPSC ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ ഇൻ ദ ലോങ് റൺ. അല്ലാതെ 1-2 വർഷം മാത്രം ഇൻക്ലൂസീവ് ഗ്രോത്ത് വന്നിട്ട് ഇഫ് യു ആർ ഗോയിങ് ബാക്ക് ടു ദി ഓൾഡ് സ്റ്റേറ്റ്, ദാറ്റ് ഡസ് നോട്ട്, ഇറ്റ് ഇസ് നോട്ട് ബെനിഫിഷ്യൽ. ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ ഇൻ ദ ലോങ് റൺ. ഇറ്റ് ഷുഡ് ബി ബ്രോഡ് ബേസ്ഡ് അക്രോസ് സെക്ടേഴ്സ്. എല്ലാ സെക്ടറുകളിലും, എക്കണോമിയുള്ള എല്ലാ സെക്ടറുകളും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണം. ഇറ്റ് ഇംപ്ലൈസ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് നെസസറി. എന്തുകൊണ്ടാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ നെസസറി എന്ന് പറയുന്നത്? ഇന്ന് ഇന്ത്യയുടെ ഗ്രോത്തിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഇൻ ദ സെൻസ്, ഗ്രോത്ത് ഈസ് ഗുഡ്, സർവീസ് സെക്ടർ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല, പക്ഷെ സർവീസ് സെക്ടർ മാത്രം ഗ്രോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റണം, അഗ്രികൾച്ചർ സെക്ടറിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റണം, അഗ്രികൾച്ചർ സെക്ടറിൽ ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. സോ ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വി നീഡ് സ്ട്രക്ചറൽ ഷിഫ്റ്റ്. സ്ട്രക്ചറൽ ഷിഫ്റ്റ് മാത്രം ഈ ഒരു ഷിഫ്റ്റ് മാത്രമല്ല, ആളുകളുടെ സ്കിൽ ഡെവലപ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വെറുതെ ഒരാളെ എടുത്തിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് എടുത്തിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേണ്ടുന്ന സ്കിൽ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. സോ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് രാജ്യത്തിന്റെ വലിയൊരു വിഭാഗം ലേബർ ഫോഴ്സിനെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. സോ ഇൻക്ലൂസീവ് ഗ്രോത്തിൽ നമ്മൾ ഈ ഫേമുകളെ മാത്രമല്ല, പക്ഷെ ഇൻഡിവിജ്വൽ വർക്കേഴ്സും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. So our focus is not only on the employment growth but also on the productivity growth. Individual productivity പോലുള്ള ഡയമെൻഷനുകളും കൂടി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. So these are the larger features of the inclusive growth. These are the different dimensions or the attributes of inclusiveness. Keep this in mind. Now, another feature of the inclusive growth is that it is in line with the absolute definition of growth. എന്താണ് ഈ absolute definition of poverty and the relative definition of poverty എന്ന് പറയുന്നത്? So basically, I'll spend some time maybe in the next class on this. But basically, നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we have a poverty line, അല്ലേ? അല്ലെങ്കിൽ വളരെ ക്രൂഡായിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് അയാളുടെ മിനിമം റിക്വയർമെന്റുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ലാത്തതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. ഫുഡ് കഴിക്കാൻ, വസ്ത്രം മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു വീടിന് വാടക കൊടുക്കാൻ, ഇതുപോലെ മിനിമം റിക്വയർമെന്റ് ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയാം. റിലേറ്റീവ് പോവർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇയാൾക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് റിലേറ്റീവ്ലി കുറവാണ്.
അതിനാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് പോവർട്ടി ലൈൻ്റെ റിലേറ്റീവ് പോവർട്ടി ലൈൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. പോവർട്ടിയുടെ വളരെ ക്രൂഡായുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തരാം. ഡീറ്റെയിൽഡ് അനാലിസിസ് പ്ലീസ് ഡു റീഡ്. പോവർട്ടി വളരെ നല്ല രീതിയിലാണ് ഇന്ത്യൻ എക്കണോമിക് NCERT എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പ്ലീസ് റീഡ് ദാറ്റ് പെർട്ടിക്കുലർ ചാപ്റ്റർ. ഐ വിൽ നോട്ട് ബി ടേക്കിംഗ് ദാറ്റ് പോർഷൻസ്, സോ പ്ലീസ് ഡു റീഡ് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത്? നമ്മൾ പറയാണ് ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ഇത്ര ജോബ് ക്രിയേറ്റ് ചെയ്തു, ഇത്ര ആളുകളെ പോവർട്ടിയിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പോവർട്ടി എലിമിനേഷൻ സാധ്യമായി എന്നൊക്കെ നമ്മൾ പറയാണ്. പക്ഷെ ഇതൊന്നും അല്ല നമ്മളുടെ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഔട്ട്കം എന്ന് പറയും. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എൻഡ് ഇല്ലാത്ത ഒരു ഇങ്ങനെ മുകളിലോട്ട് പ്രൊപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയാണ്. സോ അതിന്റെ ഒരു ഗോളായിരിക്കാം എന്ന് പറയുന്നത് ഇത്ര ആളുകൾക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഗ്രോത്ത് കൊണ്ടുവരിക. സോ വൺസ് യു അച്ചീവ് ദാറ്റ് സ്പെസിഫിക് ടാർഗറ്റ് യു സെറ്റ് യുവർ ഹയർ ലെവൽ ഓഫ് ടാർഗറ്റ്. സോ ഇങ്ങനെ ഒരു സെൽഫ് പ്രൊപ്പലിംഗ് അപ്വേർഡ് മൂവിംഗ് അജണ്ടയാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇസ് നോട്ട് ലൈക്ക് ഗവൺമെന്റ് വന്നിട്ട് ഇങ്ങനെ ആളുകൾക്ക് സബ്സിഡീസും ട്രാൻസ്ഫറുകളും കൊടുക്കുന്നതല്ല ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ബി ഫ്യൂവൽ ബൈ എ മാർക്കറ്റ്. നമ്മളുടെ ഇക്കോണമീസിൽ ലാർജ്ലി എ മാർക്കറ്റ് ഡ്രിവൺ ഇക്കോണമി, ഡിമാൻഡ് സപ്ലൈ. സോ നമ്മളുടെ ഇക്കോണമിയിലെ ഈ ഇൻക്ലൂസീവ് ഗ്രോത്തിനുള്ള എലമെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ റോള്. അല്ലാതെ ആളുകൾക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കി നടന്നിട്ട് അതിന് വേണ്ടുന്ന റിസോഴ്സുകൾ കൊടുക്കുക എന്നുള്ളതല്ല ഗവൺമെന്റിന്റെ ജോലി എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറിൽ എക്കണോമി വർക്ക് ചെയ്യുന്നതിൽ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ തന്നെ ഇതിനുള്ളൊരു മെക്കാനിസം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പോ എല്ലാ ആളുകൾക്കും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രെഡിറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് ആക്സസ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് എക്കണോമിയുള്ള സപ്ലൈയും ഡിമാൻഡ്, പൂർ ആയിട്ടുള്ള ആളുകൾക്കുള്ള പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സോ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇസ് ലാർജ്ലി മാർക്കറ്റ് ഡ്രിവൺ ആൻഡ് നോട്ട് ഗവൺമെന്റ് ഡ്രിവൺ. പക്ഷേ മാർക്കറ്റ് ഡ്രിവൺ ആവുന്ന സമയത്ത് പോലും ഗവൺമെന്റ് അതിന്റെ പ്രീ റിക്വിസിറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാകുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാണ് ഒരു രാജ്യത്ത് എല്ലാവരും പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരു ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുറച്ചൊരു എൻവയോൺമെന്റ് ഡിസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇവരുടെ പട്ടിണി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന നമുക്ക് അസ്യൂം ചെയ്യാം. ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, ഒരുപാട് പൊല്യൂഷൻ ഒക്കെ കോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ പറയാണ് നിങ്ങൾ ഫാം ചെയ്യരുത്, ഈ ഇവിടെയുള്ള ഫോറസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഫാം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് പറയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ സർവൈവ് ചെയ്തതിന് ശേഷമല്ലേ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ പറ്റി പറയുന്നത്. ഇപ്പൊ പ്രസന്റ് ജനറേഷൻ സർവൈവ് ചെയ്യാതെ അവര് പട്ടിണി കിടന്ന് മരിക്കുന്ന സമയത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, പിന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പ്രസന്റ് ജനറേഷൻ, ദെൻ ഓൺലി ദ നെക്സ്റ്റ് ജനറേഷൻ. പക്ഷെ അതിനർത്ഥം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളതല്ല. I'll stop here today. Remaining portion I'll take in the next class. Any doubts? No, sir. Okay. So next class will be our last class. If you have any doubts from the previous classes and all, please refer and ask next class. Okay. Sir, industries തൊട്ടുള്ള slides ഒക്കെ ഷെയർ ചെയ്യാം സർ. സ്ലൈഡ് കിട്ടിയിട്ടില്ലേ? ഇല്ല സർ, ലാസ്റ്റ് കിട്ടിയത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സർ. ഇൻഡസ്ട്രിയും ഇൻഫ്രാസ്ട്രക്ചറും ഒന്നും കിട്ടിയിട്ടില്ല? ഇല്ല സർ. ഇല്ല സർ. Okay, let me see into it. Okay, fine. Okay. Okay then, thank you. Thank you sir. Thank you. Any other doubts? Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.